നമ്മൾ ഈ സിനിമയിൽ കാണുന്നത് പോലെയൊക്കെയാണോ ജയിലിൽ പോകുമ്പോൾ? പൂജപ്പുര സെൻട്രൽ പ്രസിഡന്റാണ് നമ്മൾ ജയിലിലെല്ലാം പഴയ സിനിമകളിൽ കാണുന്ന വലിയ ഗോപുരമുള്ള സ്ഥലം. ഞാൻ അവിടെ ആദ്യമായിട്ടാണ് പോകുന്നത്. പൂജപ്പുരയിൽ കിടക്കാൻ പറ്റും. പൂജപ്പുരയിൽ കിടക്കാൻ പറ്റും. ശബരിമല കേസ് 3-ാം തവണ എന്നെ റിമാൻഡ് ചെയ്യപ്പോൾ ഞാൻ കോടതിയിൽ പറഞ്ഞ ഏക റിക്വസ്റ്റ്, ഞാൻ കൊട്ടാരക്കരയും മാവേലിക്കരയും കണ്ടു, കാക്കനാടോട്ട് വിടാം. ജില്ലാ ജയില് കുറച്ചുകൂടെ റിലാക്സ്ഡ് ആണ്, പക്ഷേ ഫെസിലിറ്റീസ് അത്രയും ഇല്ല. സെൻട്രൽ പ്രസൻ കുറച്ച് ഫെസിലിറ്റീസ് ഉണ്ട്. പിന്നെ അവിടെ അമ്പലമുണ്ട്, പള്ളിയുണ്ട്, മുസ്ലിം പള്ളിയുണ്ട്, എല്ലാം ഉണ്ട്. ഫുഡൊക്കെ എങ്ങനെയാണ്? ഗോതമ്പുണ്ടേ അല്ല ജയിലിൽ. ഒരു മടിയും ഇല്ലാതെ നമ്മുടെ സിസ്റ്റത്തിന് കള്ളം പറയാനുള്ളൊരു സ്പേസ് ഉണ്ട്. എൻ്റെ അഡ്വക്കേറ്റിനെക്കാട്ട് കൂടുതൽ കോടതിയാണ് പ്രോസിക്യൂഷനെതിരെ വാദിച്ചത്. കോടതി ചോദിച്ചു എത്ര കാലം നിങ്ങൾ ഇയാളെ അറസ്റ്റ് ചെയ്യും. ദിലീപിന്റെ കേസിൽ ശരിക്കും രാഹുൽ ഈശ്വറിന്റെ സ്റ്റാൻഡ് എന്താണ്? ഈ കേസ് സാറിന്റെ നേതൃത്വത്തിലാണ് ഈ കേസ് ഇത്രയും മോശമായത്, അല്ലെങ്കിൽ മീഡിയയുടെ വഴി. ഒരു നട്ടലുള്ള വനിതാ ജഡ്ജി ഉള്ളതുകൊണ്ട് മാത്രമാണ് ദിലീപിന്റെ കാര്യത്തിൽ സത്യം വെളിവന്നത്. ഈ പെൺകുട്ടി ഇരയാണെന്ന് ആര് പറഞ്ഞു? ഇരയാകണമെങ്കിൽ ഈ സംഭവം ഒറിജിനലി നടന്ന് ആ വ്യക്തിയെ ശിക്ഷിക്കപ്പെടണ്ടേ? നാട്ടുകാരെ പറ്റിക്കാൻ ടെക്നിക്കലായി എന്തോ വലിയ പ്രശ്നമുണ്ടായി. 3 തവണ മെമ്മറി കാർഡ് ആക്സസ് ചെയ്തു. നിങ്ങൾ ജയിലിൽ കിടക്കുമ്പോൾ ഇവിടെ വേറെ കാര്യം സംഭവിച്ചു, നിങ്ങൾ അറിഞ്ഞാണല്ലോ. നിങ്ങൾ ആർക്ക് വേണ്ടി ആണോ പറഞ്ഞത് ആ ആൾക്ക് കോടതി ജാമ്യം കൊടുത്തു. അതെ അതെ, ഞാൻ ഇപ്പൊ 1-2 ഇത് കണ്ടു, മറ്റേ പത്രങ്ങളിലുള്ള നല്ല ട്രോളാണ്. രാഹുൽ പുറത്ത് ഈശ്വർ അകത്ത്. പീഡനം എന്ന് പറയുന്ന ആരോപണം നിലനിൽക്കില്ല എന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ കോടതി വ്യക്തമായിട്ട് പറഞ്ഞു. രാഹുൽ ഈശ്വർ അല്ല, കോടതി പറഞ്ഞു. പിന്നെ എന്താ അതിജീവിതം, എന്താ പിന്നെ ഇര? രാഹുലിന്റെ കേസും ഈ പറഞ്ഞ പോലെ മാനിപ്പുലേറ്റഡ് ആണെന്ന് രാഹുൽ കരുതുന്നു. എന്തിനാ കൊടുക്കുന്നതെന്ന് അറിയാമോ? അതായത് ഈ കേസിൽ മെറിറ്റ് ഇല്ലല്ലോ എന്ന് മറ്റേ കേസിൽ കോടതി ചോദിക്കുമ്പോൾ പോലീസുകാരെന്ന് പറയുന്നത്, സാർ ഇയാളൊരു റിപ്പീറ്റ് ഒഫൻഡറാണ്, വേറൊരു പരാതിയും കൂടെ കിട്ടിയിട്ടുണ്ട്. ബാംഗ്ലൂരിൽ പോയി ആരുടെ എന്തെങ്കിലും പരാതി എഴുതി കൊടുത്തതാണ്. ആ പെൺകുട്ടി ആരെന്ന് ആർക്കെങ്കിലും അറിയാൻ പറ്റുമോ? അതായത് പരസ്പരം കൺസെൻറ്റോടുകൂടി 2 വ്യക്തികൾ അവരുടെ ബന്ധത്തിലേക്കോ ഇൻറ്റിമേറ്റ് മൊമെൻറ്റ്സിലേക്കോ പോകുന്നതിന് കുറച്ച് കാലം കഴിഞ്ഞ് പീഡനമെന്ന് വിളിച്ചു കഴിഞ്ഞാൽ എന്തൊരു കഷ്ടമാണ്. ഞാൻ ഏറ്റവും വലിയ ഫാനായുള്ള വ്യക്തി ശശി തരൂരിൻ്റെയാണ് കേട്ടോ. ശശി തരൂർ കടുത്ത ഫാനാണ് ഞാൻ. പക്ഷേ ശശി തരൂർ ഇപ്പം ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹം, ശശി തരൂർ ഒരു മാരിറ്റൽ റേപ്പ് ബില്ല് ഇപ്പോൾ അവതരിപ്പിച്ചിട്ടുണ്ട്, പ്രൈവറ്റ് മെമ്പർ ബില്ലായിട്ട്. എന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും ഉടക്കുന്നു എന്നിരിക്കട്ടെ, ഭാര്യയ്ക്ക് ഭർത്താവ് തന്നെ റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞ് പരാതി കൊടുക്കാം. പക്ഷേ ഹണി റോസിന്റെ കേസിൽ നിങ്ങളുടെ സ്റ്റാൻഡ് എനിക്ക് അംഗീകരിക്കാൻ പറ്റാത്തൊരു സ്റ്റാൻഡ് അല്ല. ഞാൻ കൃത്യമായി പറഞ്ഞൊരു കാര്യം, ഹണി റോസിനെ ഒരു പ്രത്യേക വാക്ക് വെച്ച് അഡ്രസ്സ് ചെയ്ത് തെറ്റാണ്. അതിന് ബോബി ചെമ്മണ്ണൂർ മാപ്പ് പറയണമെന്ന് തന്നെയാണ് പറഞ്ഞത്. ഞാൻ 3 പേരുടെ ഉദാഹരണം എടുത്താൽ പറഞ്ഞ ഹണി റോസ്, അമലാപോളിന്റെ എക്സാമ്പിൾ എടുത്ത് പറഞ്ഞാൽ കൊച്ചിയിൽ സെയിന്റ് ആൽബർട്ട്സ് കോളേജിൽ വന്നപ്പോൾ അവരുടെ വളരെ റിവീലിംഗ് ആയ ഒരു ഡ്രസ്സ് ഇട്ടാണ് അവർ ഇനോഗ്രേഷന് പോയത്. അവിടെയാണ് ഞാൻ പറഞ്ഞത്, അങ്ങനെ ഇട്ടുകൊണ്ടൊരു നൈറ്റ് ക്ലബ്ബിൽ പോയ ഒരു പ്രശ്നമില്ല. ഏത് പബ്ലിക് കാര്യങ്ങളെ കുറിച്ച് ചോദിച്ചോളൂ, 100% സമയം 100% കാര്യങ്ങളിൽ 100% ആൾക്കാരോട് സത്യം മാത്രം പറയുന്നൊരു വ്യക്തിയാണ് ഞാൻ. വേറൊന്നും കൊണ്ടല്ല, സത്യം തന്നെ പറഞ്ഞ് വിജയിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പം കള്ളം പറഞ്ഞ് വിജയിപ്പിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. നമസ്കാരം, നമ്മുടെ പോഡ്കാസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോ. അപ്പോൾ ഇന്ന് നമുക്ക് ചാറ്റ് വിത്ത് ഭക്തനിൽ വന്നിരിക്കുന്നത് ചാറ്റ് ചെയ്യാൻ കുറേ കാര്യങ്ങളുമായിട്ട് ശ്രീ രാഹുൽ ഈശ്വർ. നമസ്കാരം, വെൽക്കം. എങ്ങനെ ഉണ്ടായിരുന്നു ജയിലൊക്കെ? സുഖമല്ല? ഞാൻ കാണുന്നവരില്ലാതായിരിക്കും ജയിക്കുന്നത്. കാണുന്നവരല്ല. എങ്ങനെയുണ്ട് ഫുഡ്, എങ്ങനെയുണ്ട്? അപ്പം ഞാൻ ഉല്ലാസത്തിന് വേണ്ടി പോയതല്ല. പക്ഷെ 16 ദിവസം യഥാർത്ഥത്തിൽ കിടക്കുമ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഫിൻലാൻഡിൽ പോകാറുണ്ട്, യാത്രകളുടെ ഭാഗമായി. അവിടെ നമുക്കൊരു ജോലി സംബന്ധമായ കാര്യങ്ങളുണ്ട്. അവിടുത്തെ യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽസിങ്കി ടൈപ്പ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെയും പോയിട്ട് 2 ആഴ്ചയ്ക്കായിട്ട് തിരിച്ചു വരുന്നു. അപ്പോൾ അതേപോലെ വീട്ടുകാരോട് പറഞ്ഞു 2 ആഴ്ച ഫിൻലാൻഡിൽ പോയി എന്ന് വിചാരിച്ചാൽ മതിയും. എന്തായാലും അത് ഭയങ്കര സംഭവം. നമുക്ക് അതിലേക്കൊക്കെ വരാം. രാഹുൽ ഈശ്വർ എന്ന് പറഞ്ഞൊരു വ്യക്തിയെ പണ്ട് മുതൽ ഞാൻ കാണുന്നത്, എൻ്റെ പെർസ്പെക്റ്റീവ് പറയാം, ഞാൻ കാണുന്നത് എപ്പോഴും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാന്നിധ്യം. പണ്ടൊക്കെ അയ്യപ്പനുമായിട്ടുള്ള ഡിസ്കഷനിൽ രാഹുൽ ഈശ്വറിനെ ആയിരുന്നു ആളുകൾ, ടി വിക്കാരൊക്കെ വിളിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം പിന്നെ അയ്യപ്പൻ മാത്രമല്ല, ഇപ്പം മൊത്തത്തിൽ ഓവറോൾ രാഹുൽ ഈശ്വർ ഈ പറഞ്ഞ പോലെ പല കാര്യങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ അതിൽ മെയിനായിട്ടുള്ളത് ഇപ്പം മെൻസ് കമ്മീഷൻ കൊണ്ടുവരണം എന്ന് പറഞ്ഞ കാര്യങ്ങൾ, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ താങ്കളുടെ ഒരു ബാക്ക്ഗ്രൗണ്ടിലേക്ക് വരാം. നമുക്ക് അങ്ങനെ തുടങ്ങാം അല്ലേ? സമയമുണ്ടല്ലോ, ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ. അപ്പം എനിക്ക് ഒരു പോഡ്കാസ്റ്റിൽ കാര്യമായിട്ടൊന്നും മിണ്ടേണ്ടി വരത്തില്ല, കാരണം ഇത് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നിർത്തൂലല്ലോ. അങ്ങനെയാണല്ലോ, അത് വേണം, അതാണ് വേണ്ടത്. യെസ്, ഇത് ഈ ഒരു വേദിയിൽ താങ്കൾക്ക് എന്തും പറയാം, കാരണം ഇതെൻ്റെ ചാനലാണ്. താങ്കൾ എന്ത് പറഞ്ഞാലും ഉത്തരവാദിത്തം എനിക്കായിരിക്കും. ഓക്കെ, സോ അയ്യപ്പനുമായിട്ട് ഉള്ള ബന്ധം എന്താണ്? അതിൽ നിന്ന് തുടങ്ങാം. അതായത് ഞാൻ ഒരു അയ്യപ്പ വിശ്വാസിയാണ്. ഞാൻ 2-3 കാര്യങ്ങളാണ് എന്നെക്കുറിച്ച് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഒന്ന്, ഞാനൊരു അയ്യപ്പ ഭക്തനാണ്. ചാറ്റ് വിത്ത് ഭക്തൻ എന്ന് പറയുന്ന പോലെ അയ്യപ്പ ഭക്തനാണ്. 2, ഞാനൊരു ഗാന്ധി ഭക്തനാണ്. ഒരു പക്ഷേ ഇന്ത്യയിൽ വളരെ കുറച്ച് ആൾക്കാരെ കയ്യിൽ മഹാത്മാഗാന്ധിയെ ടാറ്റു ഇട്ടുണ്ടാവും. അങ്ങനെ വളരെ കുറച്ച് ആൾക്കാരിലുള്ള ഞാനാണ്. ഞാൻ ഈ സത്യം എന്ന് പറയുന്ന കാര്യത്തിനൊരു സത്യം, അല്ലെങ്കിൽ സത്യമുണ്ടെന്നും ഒരു ശക്തി ഉണ്ടെന്നും അതിനൊരു പവർ ഉണ്ടെന്നും അത് നമ്മൾ പറഞ്ഞാൽ നമ്മൾ വിജയിക്കുമെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ്.
അയ്യപ്പനോട് എനിക്കുള്ള ബന്ധം ആദ്യമായിട്ട് എന്നെ അറസ്റ്റ് ചെയ്യപ്പെടുന്നത് നമ്മുടെ ശബരിമല കേസിലാണ്. അന്നും ഇതേപോലെ 7 ദിവസം 3 തവണ അറസ്റ്റ് ചെയ്തു. 7 ദിവസം 4 ദിവസം 5 ദിവസം അങ്ങനെ വെച്ച് ജയിലിൽ കിടന്നു. അന്ന് ഞങ്ങൾ നിരാഹാരം കിടന്നു. പക്ഷെ അപ്പം ഞാൻ സ്ഥിരം പറയാറുണ്ട്, ജയിലിൽ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നവരോട്, കഴിഞ്ഞ തവണ ഞാൻ നിരാഹാരം കിടന്നപ്പോൾ 4-1 എന്നുള്ള സുപ്രീം കോടതി വിധിന്യായം മാറുകയുണ്ടായി. എന്ന് പറഞ്ഞാൽ അതായത് സുപ്രീം കോടതി വിധിന്യായം ശബരിമല യുവതികളെ കേട്ടണമെന്ന് പറഞ്ഞാണല്ലോ വിധിന്യായം. അതിൽ ആദ്യം അറസ്റ്റ് ചെയ്തത് എൻ്റെ 82 വയസ്സുള്ള മുത്തശ്ശി ദേവികി അന്തർജനത്തെയാണ്. രണ്ടാമത് എൻ്റെ അമ്മ മല്ലിക, നേരത്തെ അദ്ദേഹം കാണുകയുണ്ടായി. മുത്തശ്ശിനെ അറസ്റ്റ് ചെയ്തു. അവരെ പ്രായമായിട്ട് വിറ്റയച്ചു. പകരം മുത്തശ്ശി, അമ്മ, പിന്നീട് പ്രയാർ ഗോപാലകൃഷ്ണൻ ഇപ്പം മരിച്ചുപോയി, അദ്ദേഹം, നാലാമത് എന്നെ അറസ്റ്റ് ചെയ്ത്. 3 പേരും പ്രായമായതുകൊണ്ട് അവരെ വിട്ടു. പകരം എന്നെയാണ് ജയിലിലേക്ക് കൊണ്ടുപോയത്. ഞങ്ങൾ 8 പേരെ അറസ്റ്റ് ചെയ്തു. അന്ന് കൊട്ടാരക്കര ജയിലിലോട്ടാണ് കൊണ്ടുപോയത്. കൊട്ടാരക്കര ജയിലിലോട്ട് കൊണ്ടുപോയി. ഞാൻ 7 ദിവസത്തോളം അവിടെ നമുക്ക് അറസ്റ്റിലായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അന്നും ജയിക്കുമെന്ന് ഉറപ്പായിരുന്നു. വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ, നമ്മുടെ കഴിവുകൊണ്ടല്ല, നമ്മൾ പറയുന്നത് സത്യമാണ്. ഇപ്പം കേരളത്തിൽ ജീവിക്കുന്ന ഏതൊരു വ്യക്തിക്കും അറിയാം, ശബരിമലയിൽ ഓരോ വർഷവും ലക്ഷക്കണക്കിന് സ്ത്രീകൾ കയറുന്നുണ്ട്. 10-ന് താഴെയും 50-ന് മേളിലും. യഥാർത്ഥത്തിൽ യുവതീ പ്രവേശനമാണ് അവിടുത്തെ തർക്കം. ഇത് യഥാർത്ഥത്തിൽ മിസ്റെപ്രസെൻ്റ് ചെയ്ത് തെറ്റിദ്ധരിപ്പിച്ച് ശബരിമലയിൽ എന്തോ അതിഭീകരമായ സ്ത്രീ വിവേചനമാണെന്നുള്ള തെറ്റിദ്ധാരണ കൊണ്ടുവന്നാണ് സുപ്രീം കോടതിയിൽ ചില ആൾക്കാർ ഈ വിധിന്യായം മേടിച്ചെടുത്തത്. നമ്മളത് ഫൈറ്റ് ചെയ്തു, നമ്മൾ വിജയിച്ചു. അപ്പോൾ ഒരുപാട് പേര് എന്നെ അന്നേ പുച്ഛിക്കാൻ ട്രോൾ ചെയ്തു. ഞാൻ ഒരു മീഡിയയിലുള്ള കൂടെ ആളാണ്ട് കൗതുകമുള്ളൊരു കാര്യം പറയാം. എന്നോട് 2 ഈ തീവ്ര ഫെമിനിസ്റ്റ് നിലപാടെടുക്കുന്ന ചാനലുകൾ വിളിച്ച് പറഞ്ഞു, എടാ നീ മറ്റേ ടി വിയിൽ എൻ്റെ നെഞ്ചിൽ ചവിട്ടിയ യുവതികൾ കയറുമെന്ന് പറഞ്ഞ ഡയലോഗ് ഞങ്ങളുടെ ചാനലിൽ കൂടെ ഒന്ന് പറയണോ? അപ്പോൾ ഞാൻ അത് അഭിലാഷോട് എന്തുകൊണ്ട് പറഞ്ഞത്, ഞാനിങ്ങനെ വൈകാരികമായി പൊട്ടിത്തെറിച്ചുകൊണ്ട് പറഞ്ഞതാണ്, അല്ലാതെ ബോധപൂർവ്വം പറയണമെന്ന് വിചാരിച്ചില്ല. എൻ്റെ നെഞ്ചിൽ തവിട്ടിയ യുവതികൾ കയറുമെന്ന് ഞങ്ങളുടെ ചാനലിൽ കൂടെ ഒന്ന് പറയണോ? ഞാൻ ചോദിച്ചാൽ അതെന്താ അങ്ങനെ പറയണേ? അല്ല, എന്തായാലും നിങ്ങൾ തോക്കും. അപ്പം തോക്കുമ്പം ഈ ഡയലോഗ് നമുക്ക് ഫുട്ടേജ് ആയിട്ട് വേണം, അതിനെ ട്രോൾ ചെയ്യാനാണ്. ഒളിവും പറയൊന്നുമില്ല കേട്ടോ, തുറന്നു പറയണം. നമ്മുടെ സുഹൃത്തുക്കളും കൂടെയാണ് കേട്ടോ. സുഹൃത്തുക്കൾ ആശയപരമായ ഒരു എക്സ്ട്രീം ലെഫ്റ്റ് ലിബറൽസ് ആണ്, പക്ഷേ നമ്മുടെ സുഹൃത്തുക്കളും കൂടെയാണ്. അപ്പം നമുക്കും കൂടി ആ ഫുട്ടേജ് വേണം, ഇല്ലെങ്കിൽ അവർക്ക് മാത്രമായി പോകും. അന്ന് ഞാൻ ചിരിച്ചിട്ട് അവരുടെ ചാനലിൽ ചെന്നും പറഞ്ഞു. അതിൻ്റെ കാരണം ഈ സത്യം പറയുമ്പോൾ അത് ജയിക്കും എന്ന് വിശ്വാസമുള്ളൊരു വ്യക്തിയാണ്. അങ്ങനെ കേൾക്കുമ്പോൾ കൗതുകം തോന്നും. ഏറ്റവും കൂടുതൽ എന്നെ ഇന്നും ട്രോൾ ചെയ്യുന്നതും എല്ലാ പക്ഷക്കാരും ആക്രമിക്കുന്നതും എൻ്റെ ഈ ഡ്രസ്സിൻ്റെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ഞാൻ ഇത് ഞാൻ ഡിസൈൻ ചെയ്യുന്ന ജാക്കറ്റാണ്. ഞാൻ ഇതേപോലെ ബ്ലാക്കിലും കാമോഫ്ലാഷിലും ഡിസൈൻ ചെയ്യുന്നുണ്ട്. ഞാനൊരു ചോദ്യം തിരിച്ചു ചോദിച്ചുകൊണ്ട് തുടങ്ങാം. അങ്ങയുടെ ഇന്റർവ്യൂ തിരിച്ചു ചോദിച്ചുകൊണ്ട് നമ്മൾ സ്കൂളിൽ പോഡ്കാസ്റ്റിൽ തിരിച്ചു ചോദിച്ചുകൊണ്ട് തുടങ്ങാം. നമ്മുടെ മക്കളും സ്കൂളിൽ പഠിക്കുന്നത് ഈ ഇന്ത്യയുടെ ഫ്ലാഗ് ഇതാണ്. ഇതിൻ്റെ കളർ കോഡ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കുന്നത് ത്യാഗവും ധീരസന്നദ്ധതയുമാണ് കുങ്കുമം, വെള്ള സമാധാനം, പച്ച ഫലഭൂയിഷ്ഠത. നമ്മൾ സ്കൂളിൽ പഠിക്കുന്നതാണ് അല്ലേ? ഇതിങ്ങനെ അല്ല. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? മഹാത്മാഗാന്ധി ഏപ്രിൽ 13, 1921 ഈ കളർ എന്താണെന്ന് അദ്ദേഹത്തിൻ്റെ യങ് ഇന്ത്യയിൽ എഴുതുന്നുണ്ട്. ഈ ഫ്ലാഗ് ഡിസൈൻ ചെയ്യുന്നത് പിങ്കാളി വെങ്കയ്യ എന്നൊരാളാണ്. ഈ ഫ്ലാഗിൻ്റെ കളർ കോഡ് പറഞ്ഞു കൊടുക്കുന്ന മഹാത്മാഗാന്ധിയാണ്. മഹാത്മാഗാന്ധി ഏപ്രിൽ 13, 1921 യങ് ഇന്ത്യയിൽ എഴുതുന്നു, ഈ കാവ്യ കുങ്കുമന്ത്രം കാണിക്കുന്നത് ഹിന്ദുക്കളെയാണ്. ഹിന്ദു, ബുദ്ധിസ്റ്റ്, ജെയിൻ, സിഖ് എന്ന് പറയുന്ന ധാർമ്മിക് റിലീജിയൻസ്, അതാണ് ഉദ്ദേശിക്കുന്നത്. ഹിന്ദുക്കളെയാണ്. ഈ വെള്ള കാണിക്കുന്ന ക്രിസ്ത്യാനികളെയാണ്. ഈ പച്ച കാണിക്കുന്ന മുസ്ലിങ്ങളെയാണ്. ഈ 3 വിഭാഗം ഒരുമിച്ച് ജീവിക്കണം. അതാണ് ഈ കൊടിയുടെ അർത്ഥം. എത്ര ഓണസ്റ്റും സിമ്പിളുമാണ്. ഈ സിമ്പിളായ സത്യത്തെ മറച്ചു വെക്കാനായും മതേതരവൽക്കരിക്കാനായിട്ടുമാണ് വളഞ്ഞ വഴിയിൽ ഇത് ത്യാഗവും ധീരസന്നദ്ധയും എന്നൊക്കെ പറയുന്നത്. എത്ര സിമ്പിളാണ്. അയ്യപ്പനോട് ബന്ധം തോന്നിയ ചോദിച്ചില്ലേ, കേരളത്തിൽ നടക്കുന്ന, അതായത് ഇവിടെ ഇനിയും തുറന്നു പറയാം, ഒരു 10 വർഷം മുമ്പ് കോൺട്രവേഴ്ഷ്യലായിരുന്നു. കേരളത്തിലെ ഏറ്റവും കൂടുതൽ, ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്ന ക്ഷേത്രങ്ങളിലൊന്നാണ് ശബരിമല. ശബരിമലയിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്ന സമയങ്ങളിലൊന്നാണ് മകരജ്യോതി, മകരവിളക്ക് എന്ന് പറയുന്നത്. നമ്മുടെ സ്റ്റേറ്റ്, കേരളം എന്ന് പറയുന്ന സ്റ്റേറ്റ് കഴിഞ്ഞ 70 വർഷമായി മകരവിളക്കും മകരജ്യോതിയും തമ്മിലുള്ള വ്യത്യാസം മറച്ചു വെക്കുകയാണ്. അതായത് എന്താ സിമ്പിളാണ് സംഭവം, അന്താരാഷ്ട്ര സീക്രട്ട്. എനിക്ക് മനസ്സിലായ കാര്യം ഞാൻ പറയാം. മകരവിളക്ക് എന്ന് പറയുന്നത് അവിടെ കത്തിക്കുന്ന ഒരു മാനുവലി കത്തിക്കുന്ന വിളക്കും, മകരജ്യോതി എന്ന് പറയുന്നത് ആകാശത്ത് തെളിയുന്ന ദീപവും. ആ ദീപം അവരെപ്പോഴും ഉണ്ട്. അല്ല, അതായത് അത് ഈ സൂര്യൻ ഉദിക്കില്ലേ, അതേപോലെയാണ് നക്ഷത്രങ്ങൾ ഉദിക്കും. ഒരു സമയം ഉണ്ടാവും. ഈ സിറിയസ് ബി എന്നാണ് ഈ നക്ഷത്രത്തിന്റെ പേര്. ഈ നക്ഷത്രം ഉദിക്കുന്നത് ഏകദേശം, അതായത് ദൂരെ നിന്ന് കാണാൻ പറ്റുമെന്നല്ല, അങ്ങേക്ക് കാണാം. ഇതാണ് മകരജ്യോതി, ഇതാണ് മകരവിളക്ക്. 6:46 സമയത്ത് ഏകദേശം ആകാശത്ത് ഉദിക്കുന്നൊരു നക്ഷത്രമാണ് മകരജ്യോതി. മകരവിളക്കെന്ന് പറഞ്ഞാൽ അവിടെ പൊന്നമ്പലമേട്ടിൽ
ആദിവാസികളായ മലയരയന്മാർ 3 തവണ ദീപാരാധന ഒഴിയും. ഇത്രയേ ഉള്ളൂ. അതെ, അതും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ ഫോറസ്റ്റുകാരുടെ അല്ല, ഇവര് 900 വർഷം ചെയ്തുകൊണ്ടിരുന്നതാണ്. എന്നിട്ട് 1950s ഈ സ്ഥലം വനം ഡിപ്പാർട്ട്മെന്റും KSEB അടക്കമുള്ളവർ കയ്യേറി ഈ പാവപ്പെട്ട ആദിവാസികളെ പുറത്താക്കി, മലയരന്മാരെ പുറത്താക്കി. എന്നിട്ടാണ് പോലീസ് ഇന്ന് കാണുന്ന രീതിയിലുള്ള ചാക്കിട്ട് കത്തിക്കൽ കാണിക്കുന്നത്. എത്ര സിമ്പിളാണ്. ഇതിൽ 2 പക്ഷം ഉണ്ടായിരുന്നു. നിരീശ്വരവാദികൾ പറയും ഇത് മുഴുവൻ തട്ടിപ്പാണ്, ഈശ്വരവിശ്വാസികൾ പറയും ഇത് നിങ്ങൾ ചോദ്യം ചെയ്യരുതെന്ന്. ഞാൻ പറഞ്ഞു ഇത് യാതൊരു പ്രശ്നവുമില്ല. ഈ മകരജ്യോതിയാണ് നമ്മൾ ദൈവീക സാന്നിധ്യമായി കാണുന്നത്. മകരവിളക്ക് ഈ ആദിവാസികൾ ചെയ്തിരുന്നൊരു പൂജയാണ്. ഹൈക്കോടതിയിൽ എൻ്റെ കേസ് പെൻഡിംഗ് ആണ് മലയരന്മാർക്ക് തിരിച്ചു കൊടുക്കാൻ. പക്ഷേ കേരള ഗവൺമെൻറ് ഔദ്യോഗികമായി മകരജ്യോതി മകരവിളക്കുള്ള വ്യത്യാസം ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. നമ്മളുടെ സിസ്റ്റത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എല്ലാവരോടും കള്ളം പറയുന്നു എന്നുള്ളതാണ്. എല്ലാവരോടും മത്സരിച്ച് കള്ളം പറയും. ഇതിന്റെ ആവശ്യമില്ല. നമുക്ക് അതിലേക്ക് വരാം. അപ്പൊ വീണ്ടും അയ്യപ്പനുമായിട്ടുള്ള ബന്ധം ഞാൻ ചോദിക്കാൻ കാരണം കുടുംബപരമായിട്ടൊരു ബന്ധമില്ല. അയ്യപ്പന്റെ ശബരിമല എൻ്റെ അമ്മയുടെ അച്ഛൻ ആണ് കണ്ഠരര് മഹേശ്വർ. ശബരിമലയിൽ ഏറ്റവും കൂടുതൽ കാലം തന്ത്രിയായിരുന്ന വ്യക്തിയാണ് മുത്തശ്ശനാണ് അവിടുത്തെ ഒരുപാട്. അതായത് അച്ഛൻ വഴിയുള്ള ബന്ധമായിരുന്നെങ്കിൽ ഇപ്പൊ തന്ത്രിയാവേണ്ട ആളാണ്. അതെ, അച്ഛൻ വഴി ഇപ്പൊ നമ്മൾ മക്കത്തായമാണ് പിന്തുടരുന്നത്. അമ്മ വഴി ആയതുകൊണ്ട് ഞങ്ങൾ ചെറിയ പ്രായത്തിൽ കൂടുതൽ പഠിക്കുന്ന വേദാന്തമാണ്, ഫിലോസഫി. ഇപ്പം തന്ത്രിയാവുള്ളവർ പഠിക്കുന്നത് പൂജ, മീമാംസ പോലുള്ള കാര്യങ്ങളാണ്. ഞങ്ങൾ അതിൻ്റെ വേദാന്തം, ഫിലോസഫി, ഉപനിഷത്ത് പഠിക്കും. അവർ കൂടുതൽ പഠിക്കുന്നത് പൂജ, ആചാരങ്ങൾ, റിച്വൽസ് ആണ് അവർ പഠിക്കുന്നത്. അപ്പം അയ്യപ്പൻ്റെ കാര്യത്തിലാണ് എൻ്റെ കുടുംബത്തിൽ നിന്ന് പോലും ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. കാര്യം എന്തിനാണ് ഈ വിവാദ വിഷയങ്ങളിൽ തുടർന്നത്? മകരജ്യോതി മകരവിളക്കും അങ്ങനെ ഇരിക്കട്ടെ. ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, ഇത് സിമ്പിളായൊരു സത്യമാണ്. ഈ സിമ്പിളായ സത്യം ഓർക്കുക. നിരീശ്വരവാദികളായ കമ്മ്യൂണിസ്റ്റുകാരും ഈശ്വരവിശ്വാസികളായ കോൺഗ്രസ്സുകാരും ആരും, നമ്മുടെ മുഖ്യമന്ത്രിമാരായ EMS ഉണ്ടായിരുന്നു, കരുണാകരൻ ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു, എല്ലാ ഭാഗത്തെയും മഹാന്മാരുണ്ടായിരുന്നു. ഇവരാരും തൊട്ടിട്ടില്ല ഈ വിഷയം. കാര്യം എന്തുകൊണ്ടാണ്? കൺവീനിയൻ കള്ളങ്ങൾ പറയുന്നതാണ് നമ്മുടെ സിസ്റ്റം പ്രൊമോട്ട് ചെയ്യുന്നൊരു കാര്യം. ഇൻകൺവീനിയൻ്റ് ആയ ട്രൂത്ത്സ് പറയുന്നവരെ പല ആൾക്കാർക്കും ഇഷ്ടമല്ല. ഈ കൺവീനിയൻ്റ് ആയ കള്ളങ്ങളെക്കാൾ എന്നും ഇൻകൺവീനിയൻ്റ് ആയ ട്രൂത്ത് പറയണമെന്നാണ് നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഡ്രസ്സ് ഇടുന്നത്. ഇത് സിമ്പിളായി ഞാൻ മുമ്പോട്ട് വെക്കുന്ന രാഷ്ട്രീയമാണ്. അതായത് ഹിന്ദു പ്ലസ് ക്രിസ്ത്യൻ പ്ലസ് മുസ്ലിം, ഇതാണ് അതിന്റെ ബാലൻസ്. ഇനി എനിക്ക് അറിയാനുള്ളത്, നിങ്ങളുടെ ശരിക്കുള്ള സ്വദേശം എവിടെയാണ്? അത് അച്ഛൻ വഴി, അച്ഛൻ്റെ പെരിയമന ഇല്ലെന്നാണ് പേര്, ആറ്റിങ്ങൽ ഭാഗത്താണ്. അമ്മ ചെങ്ങന്നൂരാണ്. ഓക്കെ. നിങ്ങൾ പഠിച്ചതൊക്കെ? ഞാനൊരു 12 വർഷം 7-8 സ്കൂളുകളിലായിട്ടാണ് പഠിച്ചത്. കാര്യം അച്ഛൻ ബാങ്കിലായിരുന്നു. അപ്പം പല സ്ഥലങ്ങളിൽ പഠിക്കാൻ എനിക്ക് അവസരം ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് വെച്ചിട്ടുണ്ട്, ഡൽഹി പഠിച്ചിട്ടുണ്ട്, അങ്ങനെ പല സ്ഥലങ്ങളിൽ പഠിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് യുവർ പ്രൊഫഷൻ? ഞാൻ എഡ്യൂക്കേഷനിലാണ്. ഞാനൊരു ട്രെയിനർ ആൻഡ് ടീച്ചറാണ്. പലപ്പോഴും ആൾക്കാർക്ക് അറിയാത്തൊരു കാര്യം, 18 years ആയിട്ട് ഞാൻ ടെക്നോ പാർക്കിൽ, അല്ലെങ്കിൽ ഞാൻ ആദ്യം US ടെക്നോളജിയിലായിരുന്നു, UST കമ്പനിയിലായിരുന്നു. അതിനുശേഷം പല കമ്പനിയിലുണ്ട്. ഇപ്പോൾ ലൈഫോളജി എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നു. അതൊരു ഗിന്നസ് വേൾഡ് റെക്കോർഡ് വിന്നിംഗ് കമ്പനിയാണ്. നമ്മുടെ നോബൽ ലോറേറ്റ് ആയ, നോബൽ സമ്മാന ജേതാവായ സർ റിച്ചാർഡ് റോബോട്ട്സ് ആണ് നമ്മുടെ മെന്റർ. ഫിൻലാൻഡിലെ യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽസിങ്കിയുമായിട്ടൊക്കെ ടൈപ്പ് ഉണ്ട്. വ്യത്യസ്ത പ്രോഗ്രാം ചെയ്യുന്നു. CBSEയുടെ പാർട്ട്നേഴ്സാണ്. യഥാർത്ഥത്തിൽ എഡ്യൂക്കേഷനാണ് ബ്രെഡ് ആൻഡ് ബട്ടർ, ലൈവ്ലിഹുഡ് അതാണ്. പക്ഷേ ആ പ്രൊഫൈൽ വരാറില്ല. അപ്പോൾ എന്നെ കൗതുകത്തോടെ ഈ അറിയാതെ കാണുന്ന മന്ത്രിമാരും മറ്റും ഈ പരിപാടിക്ക് വെച്ച് കാണുമ്പോൾ എന്താ എവിടെയെന്ന് ചോദിക്കും. സാർ ഞാനാണ് ഇവിടെ ക്ലാസ് എടുക്കുന്നത്. അല്ല, നിങ്ങൾ ക്ലാസ് എടുക്കുമെന്ന് ചോദിക്കുമ്പോൾ ഞാനങ്ങനെ എഡ്യൂക്കേഷൻ ഫീൽഡിലാണ്. ട്രെയിനിങ്, ലേണിംഗ് ആൻഡ് ഡെവലപ്മെന്റ് ആണ് കോർ ഫോക്കസ്. ഓക്കെ. നിങ്ങൾ നിയമം പഠിച്ചിട്ടുണ്ടോ? ഞാൻ ലോയറാണ്. LLB പഠിച്ചു, പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടോ? 1-2 കേസ് വാദിച്ചു. ഇപ്പൊ ലീഗൽ കൺസൾട്ടന്റ് ആയിട്ട് 2-3 പേർക്ക് നിൽക്കുന്നുണ്ട്. LLBയും ശരിക്കും ശബരിമല കേസും ശ്രീ ദിലീപിന്റെ കേസും കാരണം LLB താല്പര്യം കയറി പഠിച്ചു തീർത്തതാണ്. കൊറോണ സമയത്തും കൂടെ ആകുമ്പോൾ അറ്റൻഡൻസിന് വലിയ പ്രശ്നം വന്നില്ല. അങ്ങനെയാണ് LLB പഠിച്ചത്. വൈഫും നിയമം പഠിച്ചു? അല്ല, വൈഫ് എഞ്ചിനീയറിംഗ് ആയിരുന്നു, ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജിലായിരുന്നു. അതിനുശേഷം വൈഫ് MBA ആയിരുന്നു. വൈഫ് ഏകദേശം ഒരു 18, എന്നെക്കാട്ടി കോർപ്പറേറ്റ് വർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, 18-19 years ഉണ്ട്. ഇപ്പം ദുബായിൽ ഒരു കമ്പനിയായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നു. അവിടുത്തെ കൺസൾട്ടന്റ് ആൻഡ് ട്രെയിനറാണ്. 2 കുട്ടികളുണ്ട്. 2 കുട്ടികൾ. യാഗ്, യുഗ്. മൂത്താളെ നമ്മൾ TV കണ്ടു. യാഗ് എന്നാണ്. യാഗ് എന്ന് പറയുന്നത് യാഗം എന്നുള്ളതിന്റെ ഒരു ഷോർട്ട് ഫോം ആണ് യാഗ്. 2 യുഗം എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം യുഗ്. ഇതാണ്. അമ്മയുടെ പേര് മല്ലിക നമ്പൂതിരി എന്നാണ്. അമ്മ യോഗക്ഷേമ സഭയുടെ സംസ്ഥാന വനിതാ പ്രസിഡന്റ് ഒക്കെയാണ്. സാമുദായിക പ്രവർത്തനം ഒക്കെയാണ് അമ്മയുടെ. ഒരു ബ്രാഹ്മണ സമുദായത്തെ സംഘടിപ്പിക്കുക തുടങ്ങിയ പരിപാടികളിലാണ് അമ്മ കൂടുതൽ. കുറച്ച് മുമ്പ് ഇവര് ഒരു ട്രിപ്പായിട്ടാണ് ഇപ്പോൾ എറണാകുളത്തേക്ക് വന്നത്. താഴെ ഉണ്ടായിരുന്നു, ഞങ്ങളെല്ലാവരും മീറ്റ് ചെയ്തിരുന്നു. അപ്പോൾ താമസിച്ചതുകൊണ്ട് അവർ
കയറാതെ തിരിച്ചു പോയി. അപ്പം ഞാൻ അമ്മയോട് ചോദിച്ചു, ഇതുപോലെ ഒരാൾ ഒന്നേ ഉള്ളോ എന്ന് ചോദിച്ചു. ഒന്ന് മതിയല്ലോ എന്ന് പറഞ്ഞു. ഇനി ഒരു തമാശ, ആദ്യം എന്നെ അറസ്റ്റിലായ സമയങ്ങളിലൊന്ന് അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് അജിറ്റേറ്റഡ് ആയി. ഞാൻ ഇപ്പോഴും അമ്മയെ ഞാൻ ട്രോൾ ചെയ്യുന്നതിനാണ്. അമ്മ 3 ദിവസം പാലക്കാട് ആശ്രമത്തിൽ പോയി. ഞാൻ പറഞ്ഞു, അമ്മ ഒരു സോഷ്യൽ പ്രൊട്ടസ്റ്റിന് പോയിട്ടല്ലേ, അല്ല നമ്മൾ മോഷ്ടിച്ചോ മോഷണമൊന്നും അല്ലല്ലോ. അമ്മ പറഞ്ഞു, എൻ്റെ കുടുംബത്തിൽ ആദ്യമായിട്ടുണ്ട് ഒരാളെ അറസ്റ്റ് ചെയ്യുന്നു എന്നൊക്കെ. ഞാൻ പറഞ്ഞു, ഇങ്ങനെയൊക്കെയല്ലേ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നു. ഓക്കെ, സോ അതാണ് നിങ്ങളുടെ ആ ഒരു പ്രൊഫഷണൽ ആൻഡ് ആ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഓക്കെ, ഫൈൻ. പിന്നീട് ഇപ്പം നമുക്കിനിയിപ്പം സ്ട്രൈറ്റ് ടു അടുത്ത ടോപ്പിക്കുകളിലേക്ക് വരാം. ഇപ്പം നിങ്ങളിപ്പോൾ ലാസ്റ്റ് ജയിലിൽ പോയത് എരയുടെ പേര് പറഞ്ഞതിൻ്റെ ഇതാണല്ലോ. ശരിക്കും നിങ്ങൾ അങ്ങനെ ഒരു എരയുടെ പേര് പറഞ്ഞോ? ഇല്ല, 100% ഇല്ല. ഇനി 2 കാര്യങ്ങൾ. ഒന്ന്, അതിജീവിത, ഇര, പരാതിക്കാരി. 3 വാക്കും വിളിക്കാം. ഏത് വാക്ക് വിളിച്ചാലും കുഴപ്പമില്ല. അതിജീവിത എന്നും ഇരയെന്നും പരാതിക്കാരി എന്നും വിളിക്കും. ടെക്നിക്കലി നമ്മൾ വിളിക്കേണ്ടത് പരാതിക്കാരി എന്നാണ്. നിയമത്തിന്റെ ഭാഷ പരാതിക്കാരി. പോലീസുകാർ എഴുതുമ്പോൾ ആവലാതിക്കാരി എന്ന് വിളിക്കും. മീഡിയ ഐസിംഗ് ഓൺ ദി കേക്ക് ആയിട്ടാണ് കുറച്ചു കാലം മുമ്പ് നമ്മൾ ഇര എന്ന് വിളിക്കും. ഇപ്പോഴാണ് അതിജീവിത എന്ന് വിളിച്ചു തുടങ്ങി. 10 വർഷമായിട്ടുള്ളൂ ഈ അതിജീവിത പ്രയോഗം വരുന്നത്. അപ്പോൾ അവരുടെ ഫോട്ടോ ഇട്ടിട്ടില്ല, പേര് പറഞ്ഞിട്ടില്ല. ഇത് രണ്ടുമാണ് പോലീസ് ആദ്യം ഇട്ടത്. ഇത് രണ്ടും നിൽക്കില്ല എന്ന് കണ്ടപ്പോൾ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞു. ഇതിൻ്റെ പ്രശ്നം എന്താ അറിയോ? പോലീസുകാരുടെയും കുറ്റമല്ല, അവർക്ക് കിട്ടിയിരിക്കുന്ന ഉത്തരവെന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ഇലക്ഷൻ്റെ സമയത്ത് പിടിച്ചാത്തിരണം. കാര്യം അത് തുറന്നു പറയാമെങ്കിൽ, ഇപ്പോൾ രാഷ്ട്രീയത്തിന് അതീതമായി തുറന്നു പറയാമെങ്കിൽ, പ്രധാനമായിട്ട് ശബരിമലക്കുള്ള വേഴ്സസ് സ്ത്രീ സുരക്ഷ, ഇതായിരുന്നു നെറേറ്റീവ്. അതായത് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും UDFൻ്റെ ഭാഗത്തു നിന്നും ശബരിമലയിൽ നടന്ന വലിയ കൊള്ള. ഇതാണ് അവർ മുമ്പോട്ട് വെക്കുന്ന വാദഗതി. ചിലർ യോജിക്കും, ചിലർ വിയോജിക്കും. പക്ഷേ ആണ് വാദം. മറുഭാഗത്തപ്പോൾ എന്തെങ്കിലും വൈകാരികമായ വിഷയം വേണമല്ലോ. ആ വൈകാരികമായ വിഷയം സ്ത്രീ സുരക്ഷ. മുഖ്യമന്ത്രി ഇലക്ഷൻ ദിവസം പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ ആ സ്ത്രീയെ കൊന്നു തെള്ളുവെന്നൊക്കെ പറഞ്ഞു എന്ന് മുഖ്യമന്ത്രിയുടെ ഡയലോഗ് ഉണ്ട്. ഞാൻ അത് കണ്ടപ്പോൾ ഞാനൊരു കാര്യം ആലോചിച്ച്, അതായത് ഈ ഇലക്ഷനിൽ ഇപ്പം നമ്മൾ ഈ വെടിനിർത്തൽ എന്നൊക്കെ പറയുന്ന പോലെ ഇലക്ഷൻ്റെ ഒരു ദിവസം മുൻപ് നമ്മൾ ഈ പ്രചാരണം അവസാനിപ്പിക്കുമല്ലോ. അപ്പോൾ ഈ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ഈ മന്ത്രിമാർ വന്നിട്ട് വാർത്താ സമ്മേളനം നടത്തുന്നതിനൊരു നിയമസാധ്യതയുണ്ടോ? അതങ്ങനെ ചെയ്യാൻ പാടില്ല. അതൊരു ഗ്രേ ഏരിയ ആണ്. ഇപ്പം നമ്മൾ സാധാരണക്കാരറിയേണ്ടത്, കാരണം അത് അഫക്റ്റ് ചെയ്യില്ലേ വോട്ടിങ്ങിനെ? അത് ഉറപ്പല്ലേ, ചെയ്തുകൂടാന്നുള്ളതാണ് ടെക്നിക്കലി കറക്റ്റ്. അപ്പം അതായത് നമ്മൾ സിമ്പിളായിട്ട് ഇത് എല്ലാവർക്കും, അങ്ങേക്കും നമ്മൾ നിയമം കൂടെ പഠിച്ചൊരു വ്യക്തിയാണ്. മുഖ്യമന്ത്രി മാത്രമല്ല, പ്രതിപക്ഷ നേതാവ്, അങ്ങനെ വേറെ പല ആൾക്കാരും അല്ലെങ്കിൽ മീഡിയയുടെ ഫ്രണ്ട് പത്രസമ്മേളനം എന്ന് പറയില്ല. ചെല്ലുമ്പോൾ മീഡിയ ചോദിച്ചല്ലോ അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് പറയും. അതായത് ശരിക്കും നമ്മുടെ നാട്ടിൽ 20% വെളുപ്പും 20% കറുപ്പും ഉണ്ട്. അതായത് വൈറ്റ് ആൻഡ് ബ്ലാക്ക് എന്ന് പറയുന്ന ക്ലിയർ കട്ട് സാധനങ്ങൾ. നിയമത്തിന്റെ പഴുതുകൾ അല്ല, ഇത് 20% വെള്ള എന്ന് പറയുന്ന ക്ലിയർ കട്ട് കാര്യങ്ങളുണ്ട്, 20% ബാഡ് എന്ന് പറയുന്ന ക്ലിയർ കട്ട് ബ്ലാക്ക് ഉണ്ട്. 60% ഗ്രേ ആണ്. അതായത് ഗ്രേ എന്ന് പറഞ്ഞാൽ ഡിബേറ്റബിൾ സ്പേസ് ആണ്. ഈ ഡിബേറ്റബിൾ സ്പേസിൽ നിന്നാണ് ആൾക്കാരെല്ലാം കളിക്കുന്നത്. ഉദാഹരണം, സ്ഥിരം ഇനിയും രാഷ്ട്രീയക്കാർ ശ്രദ്ധിച്ചാൽ മതി, കോടതി വിധികളെ കുറിച്ച് പരാമർശിക്കരുതെന്നുള്ളതാണ് കോടതിയുടെ ചട്ടവും നിയമവും കീഴ്വഴക്കവും. വിധികളെ അതായത് കോടതിയിൽ ഒരു കേസ് ഇരിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ ആ കേസിനെ കുറിച്ച് പറയരുത് എന്നുള്ളതാണ്. വിധി വന്നു കഴിഞ്ഞ് പറയാം. വിധി വന്നു കഴിഞ്ഞ് പറയാം. കോടതിയുടെ പരിഗണനയിലിരിക്കുമ്പോൾ പറയരുത്. സബ്ജുഡിസ് എന്നാണ് അതിനെ സ്ഥിരം പറയുക. അപ്പം എല്ലാ രാഷ്ട്രീയക്കാരും എന്ത് പറയുന്നറിയാമോ? ഈ കേസ് കോടതിയുടെ പരിഗണനയിലാണ്, സബ്ജുഡീസ് ആണ്, അതുകൊണ്ട് ഞങ്ങളൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞ് അടുത്ത 10 മിനിറ്റ് കേസിനെ കുറിച്ചൊക്കെ പറയും. അപ്പം നാളെ കോടതിയിൽ വരികയാണെങ്കിൽ ഞാൻ സബ്ജുഡീസ് ആണെന്ന് പറഞ്ഞല്ലോ എന്ന് പറയാനൊരു ഡിഫൻസ് വെക്കാൻ വേണ്ടിയിട്ടാണ്. അതൊരു സ്ട്രാറ്റജിയാണ്. നമ്മൾ മാത്രമൊന്നുമില്ല കേട്ടോ, ദേശീയ തലത്തിൽ BJPയും കോൺഗ്രസും CPM-ഉം ആപ്പും എല്ലാവരും ചെയ്യുന്ന രീതി ഇതാണ്. കോടതിയുടെ പരിഗണനയിലാണ്, അതുകൊണ്ട് സബ്ജുഡീസ് ആയതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല, പിന്നെ അരമണിക്കൂർ ഇതിനെ കുറിച്ച് തന്നെ പ്രസംഗിക്കും. അപ്പം അതൊരു തന്ത്രമാണ്. അപ്പം ഞാൻ യഥാർത്ഥത്തിൽ ആ പെൺകുട്ടിയുടെ ഫോട്ടോ ഷെയർ ചെയ്തിട്ടില്ല, ആ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്തിട്ടില്ല. ഇത് രണ്ടും പറഞ്ഞാണ് പോലീസ് ഈ പെൺകുട്ടി ആണെന്ന് മനസ്സിലാവുന്ന രീതിയിലുള്ള അങ്ങനെയില്ലെന്ന് മാത്രമല്ല, അടുത്ത കൗതുകം കൂടെ ശ്രദ്ധിക്കണം. ശരിക്കും പറഞ്ഞാൽ നോട്ടീസ് തന്നാണ് അറസ്റ്റ് ചെയ്യേണ്ടത്. അതായത് നോട്ടീസ് തരിക എന്നൊരു പ്രക്രിയയുണ്ട്, 35(1) എന്നാണ് ഇതിനെ പറയുക. പോലീസ് എനിക്ക് നോട്ടീസ് തന്നില്ലെന്ന് മാത്രമല്ല, നോട്ടീസ് തന്നു എന്ന് കോടതി കള്ളം പറഞ്ഞു. അപ്പം ഞാൻ കോടതിയിൽ അജിറ്റേറ്റഡ് ആയി. ശരിക്കും അജിറ്റേറ്റഡ് ആയി കൂടായിരുന്നു, അത് വേറൊരു വിഷയം. കോടതിയിൽ അജിറ്റേറ്റഡ് ആയി, ഹീസ് ലൈയിങ് എന്ന് ഞാൻ ഉറക്കെ പ്രോസിക്യൂട്ടർ പറഞ്ഞാൽ വിളിച്ചു പറഞ്ഞു. ശരിക്കും ടെക്നിക്കലി സ്പീക്കിംഗ് ഇങ്ങനെ പറഞ്ഞുകൂടാ. പക്ഷേ എന്താ അറിയാമോ, ഞാൻ മോറൽ ഹൈ ഗ്രൗണ്ട് എടുക്കുകയല്ല, അങ്ങനെ പച്ചക്കള്ളം കോടതി പറഞ്ഞ അവസാനമില്ല. ഇങ്ങനെ കൗതുകമുള്ളൊരു കാര്യം കൂടെ പറയാം. എനിക്ക് ഡിസംബർ 11 പോലീസ് ജാമ്യം തരാൻ തീരുമാനിച്ചു. അതായത് പോലീസിൻ്റെ ഭാഗത്ത് ഇനിയൊന്നും ആവശ്യമില്ല, ഇലക്ഷനും കഴിഞ്ഞു, ഇന്ന് നീ പൊക്കോളൂ. പോലീസുകാർ നമ്മളോട് വളരെ സൗഹാർദ്ദമാണ് കേട്ടോ, വളരെ നല്ല. അല്ല, ഇനി അടുത്ത ഡിസംബർ 11 അവിടുത്തെ അഡ്വക്കേറ്റ് കയറി പറഞ്ഞു, പോലീസ് റിപ്പോർട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് അടുത്ത തിങ്കളാഴ്ചത്തെ കേസ് വെക്കണമെന്ന്. പോലീസുകാർ എൻ്റെ ഫ്രണ്ടിലിരുന്ന് ഈ പ്രോസിക്യൂട്ടർ ഓഫീസിൽ വിളിച്ച് ഇറിറ്റേറ്റഡായി സംസാരിച്ചു. നിങ്ങൾ എന്തിനാ അങ്ങനെ പറഞ്ഞു, ഞങ്ങൾക്ക് രാവിലെ റിപ്പോർട്ട് തന്നില്ലേ? അതായത്
നമ്മുടെ നാട്ടിലെ പ്രശ്നം കേൾക്കുമ്പോൾ വിഷമം തോന്നും. ഇത് തന്നെ ശ്രീ ദിലീപിന്റെ അടക്കമുള്ള ചോദ്യം ചോദിക്കുമ്പോൾ ഞാൻ പറയാം, ഒരു മടിയും ഇല്ലാതെ നമ്മുടെ സിസ്റ്റത്തിന് കള്ളം പറയാനുള്ള ഒരു സ്പേസ് ഉണ്ട്. എങ്ങനെ മാറ്റാന്നറിയാമോ? പെട്ടെന്ന് പ്രോസിക്യൂട്ടർ എങ്ങനെ ലൈൻ ചേഞ്ച് ചെയ്യുന്നറിയാമോ? എനിക്ക് റിപ്പോർട്ട് കിട്ടി, പക്ഷേ ചില ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ടായിരുന്നു എന്ന് പറയും. എന്ത് വേണമെങ്കിലും മാറി മാറി കള്ളം പറയാനൊരു സ്പേസ് ഉണ്ട്. ഇതിന്റെ എക്സ്ട്രീം എക്സ്റ്റൻഷൻ ആണ്. എനിക്ക് ഇന്ററപ്റ്റ് ചെയ്യണം. കാരണം ഇപ്പൊ നിങ്ങൾ ഒരു ക്രൈം നിങ്ങളുടെ പേരിൽ ചാർജ് ചെയ്തിട്ടാണല്ലോ നിങ്ങളെ കോടതിയിൽ മറ്റേ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കുന്നത്. അപ്പോൾ പോലീസ് എഴുതിയിരിക്കുന്ന ആ കുറ്റകൃത്യങ്ങൾ നിങ്ങളെ ഇത്രയും ദിവസം റിമാൻഡ് ചെയ്യാൻ പാകത്തിനുള്ള ശിക്ഷ, റിമാൻഡ് ചെയ്യാനുള്ള കുറ്റകൃത്യമാണോ? ജാമ്യം ലഭിക്കുന്ന കുറ്റമല്ലേ? പറഞ്ഞാൽ സ്റ്റേഷൻ ജാമ്യം ലഭിക്കേണ്ടതാണ്. അർണേഷ് കുമാർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ സുപ്രീം കോടതിയുടെ ഉത്തരവ് പ്രകാരം 7 വർഷത്തിൽ താഴെയുള്ള ശിക്ഷ ലഭിക്കാനുള്ള കേസാണ്. അതായത് ഞാനൊരു കുറ്റം ചെയ്തു എന്നിരിക്കട്ടെ, എന്നെ 7 വർഷമാണ് ജയിലിലിടാൻ പറ്റുക എന്നിരിക്കട്ടെ, അതിന്റെ താഴെ ലഭിക്കുന്ന കുറ്റമാണെങ്കിൽ സ്റ്റേഷൻ ജാമ്യമോ ഇമ്മീഡിയറ്റ്ലി കോടതി ജാമ്യമോ കൊടുത്തു വിടണമെന്നാണ്. പിന്നെ എന്താ നിങ്ങളുടെ കാര്യത്തിൽ? അവിടെയാണ് അവിടെ എന്താ പറയുക, അതൊരു ഗ്രേ ഏരിയ ആണ്. പോലീസ് അപ്പൊ എന്ത് പറയുന്നറിയാം, കോടതി ഇടപെടണ്ടേ? കോടതി കോടതിയിൽ അജിറ്റേറ്റഡ് ആയിട്ട് കോടതിക്ക് ഇഷ്ടപ്പെടാതെ അങ്ങനെ പറയുന്നവരുണ്ട്. പക്ഷേ അങ്ങനെ ആകാൻ ചാൻസ് ഉണ്ട്. പക്ഷേ കീഴ്ക്കോടതികളുടെ പലപ്പോഴും പ്രശ്നം അവർ ബോൾഡ് ആയിട്ട് സ്റ്റാൻഡ് എടുക്കില്ല. ഞാൻ ആരെയും കുറ്റമായിട്ട് പറയുന്നില്ല. പ്രോസിക്യൂഷനും വക്കീലും കോടതിയും യഥാർത്ഥത്തിൽ ഏതുപോലെ ആകരുതെന്ന് ഞാൻ പറയാം. ആണെന്നല്ല ഞാൻ പറയുന്നത്. നമ്മുടെ 6-ാം തമ്പുരാനിൽ അത് കമ്മിറ്റി കൂടി തീരുമാനിക്കണം, മറ്റേ തിരുവാഭരണം കൊടുത്തു വിടണമെങ്കിൽ എന്ന് പറയും. അപ്പം ആരാ കമ്മിറ്റി? ഞാനും അപ്പനും, നമ്മുടെ എന്താ ഞാനും അപ്പനും ശ്രീവിദ്യയുടെ റോള് ഞാനും അപ്പനും അവരുമാണ് എന്ന് പറയും. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ശ്രീവിദ്യ കാണിക്കുന്ന ധാർമ്മികത നമ്മുടെ കോടതികൾ കാണിക്കണം. ഇത് ശരിയല്ലല്ലോ. ഇനി അവസാനം ജാമ്യം തന്ന കോടതിയാണ് ശരിക്കും അവസാനത്തെ ഘട്ടം ഭയങ്കര രസകരമാണ്. ജാമ്യം തരുന്ന അവസരത്തിൽ എൻ്റെ അഡ്വക്കേറ്റിനെക്കാട്ട് കൂടുതൽ കോടതിയാണ് പ്രോസിക്യൂഷനെതിരെ വാദിച്ചത്. കോടതി ചോദിച്ചു, എത്ര കാലം നിങ്ങൾ ഇയാളെ അറസ്റ്റ് ചെയ്യും? 16 ദിവസം ഓൾറെഡി ജയിലിൽ കിടക്കുകയല്ലേ, എന്തിനാണ് അറസ്റ്റ് ചെയ്യുന്നത്? നിങ്ങൾക്ക് ഇതല്ല സാർ, ഇയാൾ ഭയങ്കര ഹാബിച്വൽ ഒഫൻഡർ ആണെന്ന് പറഞ്ഞു. ഇത് പല കേസുകളുമുണ്ട്, ശ്രദ്ധിച്ചോണേ, പല കേസുകളുമുണ്ട്. അപ്പോൾ കോടതി ചോദിച്ചു, ബാക്കി കേസുകൾ ശബരിമല കേസുകളാണ്. ശബരിമല കേസ് ഇതുമായിട്ട് എന്താ ബന്ധമുള്ളത്? അതായത് ഇതൊക്കെ ഒരു മിസ്റെപ്രസെന്റേഷന് വേണ്ടി കോടതിയിൽ ശരിക്കും എത്ര മിനിറ്റാ വാദം നടക്കുകയെന്ന് അറിയാമോ? അതായത് സീരിയസ് ആയിട്ടുള്ള പെട്ടെന്ന് തീരും. അപ്പോൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ ഇംപ്രസീവായ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. സാർ 3 വേറെ കേസുകളിൽ പ്രതിയാണ്. എന്താ കേസുകൾ? ശബരിമല പ്രക്ഷോഭത്തിന് പോയി. ഇത് പറയൂല. ഈ അർത്ഥസത്യങ്ങൾ വെച്ച് കളിക്കുന്ന എവിടെയാണ്? സാർ പല കേസുകളിലും ഇയാൾ പ്രതിയാണ്. കേട്ടാ തോന്നും ഭയങ്കര ക്രിമിനലാണെന്ന്. ശബരിമല പ്രക്ഷോഭത്തിൽ 10,000-കണക്കിന് ആൾക്കാരോടൊപ്പം കേസിൽ പങ്കെടുത്ത ഒരാൾ മാത്രമാണ്. പക്ഷേ മിസ്റെപ്രസെന്റ് ചെയ്യാൻ അവസരം കിട്ടും. ഇതിന്റെ എക്സ്ട്രീം എക്സ്റ്റൻഷനാണ്. താങ്കൾ ചോദിക്കുമെന്ന് എനിക്കറിയില്ല. ശ്രീ ദിലീപിന്റെ കാര്യത്തിൽ വ്യാജ ഫോട്ടോഷോപ്പ് പോലീസ് ഉണ്ടാക്കി. ഇത് പറയുന്നത് രാഹുൽ ഈശ്വർ അല്ല, കേരള പോലീസിന്റെ DGP ആയ ശ്രീലേഖ IPS അവരുടെ സർവീസിന് ശേഷം, സർവീസ് ഇരിക്കുന്ന സമയത്ത് പറയാൻ പറ്റില്ല, അവർ തുറന്നു പറഞ്ഞത് വ്യാജ ഫോട്ടോഷോപ്പ് ഉണ്ടാക്കി. എന്നിട്ട് എന്ത് പറയുന്നറിയാമോ? അതാണ് കൗതുകം. സാർ, ഞങ്ങൾക്ക് ശ്രീ ദിലീപും കുറ്റവാളിയും തമ്മിൽ നിൽക്കുന്നൊരു ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ 4 ആഴ്ച വേണം. ദിലീപിന് 4 ആഴ്ച ജാമ്യം നിശ്ചയിക്കണം. അപ്പം കോടതി 4 ആഴ്ച കൊടുക്കൂല. 4 ആഴ്ച ചോദിച്ചാൽ 2 ആഴ്ച കൊടുക്കും. എൻ്റെ കേസിൽ പോലീസിന് 3 ദിവസമാണ് ചോദിച്ചത്. എന്നാൽ 1 ദിവസം തന്നിരിക്കുന്നു എന്ന് പറയും. ഈ ബാലൻസിൽ സിസ്റ്റം കള്ളം പറഞ്ഞു തുടങ്ങിയാൽ പിന്നെ നമുക്ക് രക്ഷയില്ല. കാര്യം സിസ്റ്റത്തിന് ഏത് എക്സ്റ്റെൻറ്റ് വരെയും കള്ളം പറയാം. ശരിക്കും പറഞ്ഞാൽ സിസ്റ്റം തുനിഞ്ഞിറങ്ങിയാൽ ഒരാളെ 14 ദിവസം ഈസിയായിട്ട് അകത്ത് കിടത്താം. അരവിന്ദ് കെജ്രിവാളിന്റെ രാഷ്ട്രീയത്തോട് ചില വിയോജിപ്പുകളൊക്കെ ഉണ്ട്. പക്ഷേ അരവിന്ദ് കെജ്രിവാൾ സത്യസന്ധനല്ലെന്ന് അരവിന്ദ് കെജ്രിവാളിന്റെ ശത്രുക്കൾ പോലും പറയില്ല. അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ മനീഷ് സിസോദിയെ അറസ്റ്റ് ചെയ്യുന്നത് എന്താ? ഇത് പ്രതികാരം ചോദിക്കാൻ വളരെ എളുപ്പമാണ്. ഉണ്ടത്രേകൾ പറഞ്ഞാൽ മതി. ഇതിലൊരു ചെറിയ വ്യത്യാസം കൂടിയുണ്ട്, അതും കൂടെ ശ്രദ്ധിക്കണം. ട്രയലിൻ്റെ സമയത്ത്, അതായത് യഥാർത്ഥത്തിൽ അവസാനം ട്രയൽ നടക്കുന്ന സമയത്ത് നമുക്ക് ഈ പറയുന്ന കള്ളങ്ങൾ പൊളിച്ചെടുക്കാം. കാര്യം അവർ പറയുമ്പോൾ മറുവാദം ഉന്നയിക്കാനുള്ള സ്പേസ് ഉണ്ട്. പക്ഷേ ജാമ്യത്തിൻ്റെ അവസരത്തിൽ അതില്ല. കാര്യം ജാമ്യത്തിൻ്റെ അവസരത്തിൽ കേസിൻ്റെ മെറിറ്റിലേക്ക് പോകില്ല. അപ്പം കേസിൻ്റെ മെറിറ്റിലേക്ക് പോകാതെ എന്ത് പറയും? സാർ 4 കേസുകളിൽ ഇയാൾ പ്രതിയാണ്. കാര്യം സത്യമാണ്. പക്ഷെ പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ടാവണം. പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ട് എന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ടെക്നിക്കലി സ്പീക്കിംഗ് നമ്മുടെ കോടതികൾ ജാമ്യഘട്ടത്തിൽ മെറിറ്റിലേക്ക് കടക്കരുതെന്നാണ്. എന്നാൽ ഇപ്പോൾ കോടതികൾ കടക്കുന്നുണ്ട്. കാര്യം എന്തുകൊണ്ടാണെന്നറിയാം? 14 ദിവസം കിടക്കുകയാണ്. വെറുതെ ഒരാളെ 14 ദിവസം കിടത്താൻ വേണ്ടി കുറച്ച് ദിവസം ജയിലിൽ കിടക്കട്ടെ എന്ന ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഇവർ ചെയ്യാൻ. ഇത് ആരെയും ചെയ്യാം, അതാണ് തമാശ. ആരെയും ചെയ്യാം, വളരെ ഈസിയായി ചെയ്യാം. ഇനി പേരെടുത്ത് പറഞ്ഞാൽ അങ്ങനെ നമ്മുടെ സിനിമാ രംഗത്തെയൊക്കെ തന്നെ പ്രമുഖർ എത്രയോ പേരെ ഈസിയായി കൊടുക്കാൻ ഇതൊരു വഴിയാണ്. ഈസിയായി കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ ഉദാഹരണം, എവിഡൻ്റെ ആ ഒരു കേസ്, 2 കേസുകൾ പറയാം, ആർക്കും തർക്കമില്ലാത്ത കേസുകൾ. നമ്മുടെ ചാണ്ടി സാർ, കേരളം കണ്ട ഏറ്റവും വലിയ ജനകീയനായ മുഖ്യമന്ത്രി. എല്ലാവർക്കും അറിയാം ഉമ്മൻചാണ്ടി സാറിനെതിരെയുള്ള കേസ് വ്യാജമാണ്. പക്ഷേ ഒരു സ്ത്രീ ഉമ്മൻചാണ്ടി സാറിനെതിരെ കേസ് കൊടുത്തപ്പോൾ ഉമ്മൻചാണ്ടി സാർ വേട്ടക്കാരനും ആ സ്ത്രീ അതിജീവിതയുമായി.
ആ മനുഷ്യനെ വർഷങ്ങളോളം വേട്ടയാടി. നമ്മുടെ നിവിൻ പോളി, ഇപ്പം നമ്മുടെ സർവ്വമായൊക്കെ വന്നിട്ടായിരിക്കുന്ന നിവിൻ പോളി ആ സമയത്ത് കേരളത്തിലായിരുന്നു. ദുബായിൽ വെച്ച് റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞ് ഒരാൾ അലിഗേഷൻ ഉന്നയിച്ചു. നിവിൻ്റെ ഭാഗ്യം നിവിൻ കേരളത്തിലായത്, ദുബായിലായിരുന്നെങ്കിലും. അപ്പൊ എന്ത് ചെയ്യണം? അന്വേഷണത്തിൽ വിളിക്കും, മീഡിയക്കാരെന്ത് വാർത്ത കൊടുക്കും? ഓ, പെൺകുട്ടിയുടെ പീഡനവുമായി ബന്ധപ്പെട്ട് നിവിൻ പോളി അറസ്റ്റ്. ഇതല്ലേ കൊടുക്കുള്ളൂ. അപ്പൊ ഇത് കോടതിയിൽ നിങ്ങൾക്ക് ജാമ്യം നിഷേധിച്ചു. അപ്പൊ നിങ്ങളെ നേരെ റിമാൻഡ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകണം. ഏത് ജയിലിലാണ് കൊണ്ടുപോയെ? ആദ്യം തന്നെ സൈബർ സ്റ്റേഷനിലാണ് ഇട്ടത്. അതിനുശേഷം ജില്ലാ ജയിലിൽ കൊണ്ടുപോയി, എന്നിട്ട് പൂജപ്പുര സെൻട്രൽ ജയിലിൽ കൊണ്ടുപോയി. ഓക്കെ, പോകുന്ന സമയത്തൊക്കെയുള്ള വീഡിയോസ് ഒക്കെ ഞങ്ങൾ കണ്ടായിരുന്നു. ഭയങ്കര രസകരമായിരുന്നു. അല്ല, നമുക്ക് ഇതല്ലേ ചെയ്യാൻ. ആൾക്കാർ തെറിയും വിളിക്കും, നല്ലതും പറയും, സപ്പോർട്ടും ഉണ്ട്. ഈ മെൻസ് കമ്മീഷൻ, ഇപ്പോൾ ഞാൻ നേരത്തെ ശബരിമലയുടെ കാര്യം പറഞ്ഞു വരാം. ശബരിമല എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് മനുഷ്യരുടെ വിശ്വാസമാണ്. ആ സമയത്ത് പോലും ഞങ്ങളെ ട്രോൾ ചെയ്യുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. ഇപ്പോഴും ഒരു കൗതുകം പറയട്ടെ, വേറെ ഒന്നും നോക്കണ്ട. ഇപ്പോഴും ആ വിധി തെറ്റാണെന്ന് പറയാൻ ധൈര്യം കാണിക്കുന്ന വളരെ കുറച്ച് രാഷ്ട്രീയക്കാരേ ഉള്ളൂ. അതായത് ശരിക്കും തെറ്റായിരുന്നല്ലോ, അതുകൊണ്ടല്ലേ സുപ്രീം കോടതി തന്നെ ഇൻ ഇഫക്റ്റ് അത് മേൽക്കോടതിയിലേക്ക് അയച്ചതും അത് ഒരു കോൾഡ് സ്റ്റോറേജിൽ വെച്ചതും. ഇപ്പം സുപ്രീം കോടതി തന്നെ അങ്ങനെ ചെയ്തിരിക്കുകയാണ്. സുപ്രീം കോടതിയുടെ 4-1 വിധിന്യായത്തിനെതിരെ എനിക്ക് പോരാടാൻ ശക്തി കിട്ടുന്നത് ഞങ്ങൾ പറയുന്ന സത്യമായോണ്ടാണ്. എന്നെ അന്ന് എൻ്റെ വീട്ടുകാരിലെ ചിലരടക്കം ട്രോളെന്ന് നമ്മുടെ ഭാഷയെ ട്രോൾ ചെയ്തു. എടാ, 4-1 സുപ്രീം കോടതി, ഡൽഹിയിലെ സുപ്രീം കോടതി വിധിന്യായം തന്നതാണ്, നീ തിരുവനന്തപുരത്ത് പ്രക്ഷോഭം നടത്തിയിട്ട് എന്ത് കാര്യമുള്ള? അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല, ഞാൻ എന്തായാലും എടുത്ത് ചെയ്യുക. ഇനി കുറച്ച് വൈകാരികമായി പറഞ്ഞാൽ, ഇന്നും എൻ്റെ ക്രെഡിറ്റ് ഹിസ്റ്ററി നോക്കിയാൽ 3 മാസം, അന്ന് കുറച്ച് ലോണും കാര്യങ്ങളും EMI ഉണ്ട്, 3 മാസമേ ഞാൻ ലോണുകളും കാര്യങ്ങളും അടയ്ക്കായിരുന്നുള്ളൂ. അത് ആ ഒക്ടോബറിലാണ് വിധി വരുന്നത്. ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി ഈ കാലഘട്ടത്തിലാണ് അടയ്ക്കായിരുന്നത്. കയ്യിലിടുന്ന കാശ്, സാധനങ്ങളെല്ലാം ഇതിനു വേണ്ടി ചിലവാക്കി. എൻ്റെ ജോലിയിൽ നിന്ന് ഞാൻ മാറിയിരുന്നു. കാര്യം ഓഫീസിനൊന്നും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാനൊരു TV പരിപാടി ചെയ്യുന്നുണ്ടായിരുന്നു, അവിടെ നിന്ന് മാറിയിരുന്നു. ഇതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ, ഇന്ന് ജയിക്കുമ്പോൾ എല്ലാവർക്കും അപ്രീഷിയേറ്റ് ചെയ്യാൻ ആൾക്കാർക്ക് വലിയ കാര്യമാണ്. അന്ന് ഓർക്കണം, ഒരാൾ പോലും സപ്പോർട്ടില്ല. 3 പ്രധാന പാർട്ടികളും, കോൺഗ്രസ്, BJP, CPM, 3 പേരും മറുസൈഡിലാണ്, അല്ലെങ്കിൽ എതിർവശത്താണ്. അവരുടെയും കുറ്റമല്ല. സുപ്രീം കോടതി വിധി എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാരൊന്ന് പേടിക്കും, പോലീസ് അപ്പുറത്താണ്. പക്ഷെ നമ്മൾ ജയിക്കുന്നത്, ഞാൻ സാധാരണക്കാരോട് എൻ്റെ ലൈഫിൽ നിന്ന് ഞാൻ പഠിച്ചതാണ്, ചിലപ്പോൾ സമയം താമസിക്കും ജയിക്കാൻ, പക്ഷേ സത്യം പറഞ്ഞാൽ നമ്മൾ ജയിക്കും. നിങ്ങളുടെ സീസ് ചെയ്ത സാധനങ്ങളൊക്കെ ഇനി കേസ് കഴിയാതിരിച്ചിട്ടോ? ഓഫീസിന്റെ ലാപ്ടോപ്പ് മറ്റുമാണ്, മൊബൈലാണ്. ഇനി കേസൊന്നും കഴിയണ്ട. ഇനി നമ്മൾ പെറ്റീഷൻ നിങ്ങൾ ഒളിപ്പിക്കുവാണെന്ന് പറഞ്ഞിട്ട് വീഡിയോ. അതിന്റെ പ്രശ്നം എന്താ? അതിന്റെ ഒരു കാര്യം കൂടെ ഉണ്ട്. ശബരിമല കേസിൽ ഇതിൽ യാതൊരു ബന്ധമല്ല. ചെയ്യുന്നതിന് റീസൺ കൂടെ ഉണ്ട് കേട്ടോ. എന്റെ ലാപ്ടോപ്പ് പോലീസുകാർ എടുത്തുകൊണ്ട് പോയി. തിരിച്ചു കിട്ടിയപ്പോൾ ആപ്പിളിന്റെ ലാപ്ടോപ്പ് തിരിച്ചു കിട്ടിയപ്പോൾ സ്ക്രീൻ പൊട്ടിയിരുന്നു. 44,000 രൂപ. ആരോടും പറയാനില്ല. 44,000 രൂപ എൻ്റെ കയ്യിൽ ചിലവായി. അതുകൊണ്ടാണ് ഞാനെടുത്ത്. ഇപ്പോൾ ഇനിയും തിരിച്ചു കിട്ടുമ്പോൾ എന്താവുമെന്ന് അറിയില്ല. ഞാൻ പോലീസുകാരോട് പറഞ്ഞു, സാറേ സൂക്ഷിച്ചോണേ, ഒന്നും പേടിക്കണ്ട. അവർ മറ്റേ ബബിൾ റാപ്പിലൊക്കെ ചെയ്ത്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതേ, പോലീസുകാരല്ല തെറ്റുകാർ. പല ആൾക്കാരും പോലീസുകാരെ വില്ലന്മാരായിട്ട് കാണുന്നു. പോലീസുകാർക്കോ പ്രോസിക്യൂട്ടർക്കോ ഒന്നും ചെയ്യാൻ കഴിയില്ല. പോലീസിന് മേളിൽ നിന്നുള്ള ഉത്തരവാണ്. ഞാൻ നാളെ ഒരു DYSP ആണെങ്കിലോ CI ആണെങ്കിലോ അല്ലെങ്കിൽ താങ്കളാണെങ്കിലോ ഇതേ ചെയ്യാൻ പറ്റൂ. കാര്യം ഒരു ഉത്തരവനുസരിക്കുന്ന ഫോഴ്സാണ്. 2, പോലീസുകാർ പറഞ്ഞു കൊടുക്കുന്നതേ പ്രോസിക്യൂട്ടർക്ക് പറയാൻ പറ്റൂ. കാര്യം പോലീസിൻ്റെ അഡ്വക്കേറ്റോ സ്റ്റേറ്റിൻ്റെ അഡ്വക്കേറ്റോ പ്രോസിക്യൂട്ടർ. ഇവിടെ യഥാർത്ഥത്തിൽ ധൈര്യമുള്ള സ്റ്റാൻഡ് എടുക്കേണ്ടത് ജുഡീഷ്യറിയാണ്. നിഷ്പക്ഷമായ സ്റ്റാൻഡ് എടുക്കേണ്ടത് ജുഡീഷ്യറിയാണ്. കാര്യം ജുഡീഷ്യറിയും കൂടെ മാറുകയാണെങ്കിൽ ആരെയും കൊടുക്കാം. ഇപ്പം അങ്ങനെ കൊടുക്കപ്പെട്ട 4 പിള്ളേരുടെ നമ്മൾ കേസ് ഏറ്റെടുക്കാൻ നോക്കുന്നുണ്ട്. 20 വർഷമൊക്കെ പോക്സോ കിട്ടി, അഫെയർ ഒക്കെ ആയിരുന്നു. അപ്പം വീട്ടുകാർക്ക് അഫെയർ പിടിച്ചു. അപ്പോൾ അവർക്ക് ദേഷ്യം. ഒരാണും പെണ്ണും തമ്മിൽ അഫെയറായി, അവർ തമ്മിൽ ഇഷ്ടമായി, ഇവർ മറ്റേ പീഡനത്തിനും മറ്റും കേസ് കൊടുത്തു. അങ്ങനെ കൊടുക്കപ്പെട്ട് കിടക്കുന്ന ഒരുപാട് പേരുണ്ട്, നമുക്കറിയാത്തവർ. ജയിലിൽ അനുഭവം ഒന്ന് പറയോ? അതായത് ജയിലിൽ ആദ്യം ജില്ലാ ജയിലിൽ നിങ്ങൾ ആദ്യം ജില്ലാ ജയിലിൽ കൊണ്ടുപോയി. നമ്മൾ ഈ സിനിമയിൽ കാണുന്നത് പോലെയൊക്കെയാണോ ജയിലിൽ പോകുമ്പോൾ? 2-3 വ്യത്യാസങ്ങളുണ്ട്. ഒന്ന്, പലരും അറിഞ്ഞിരിക്കേണ്ട ആദ്യ കാര്യം, മെഡിക്കലൊക്കെ അല്ല ഇത് മെഡിക്കലൊക്കെ എടുക്കും. അല്ല, തുണി കൂരിയുള്ള പരിശോധനയൊക്കെ. എനിക്ക് എൻ്റെ ഡ്രസ്സ് ഫുൾ ടൈം ഇടാൻ മെൻസ് കമ്മീഷന്റെ ടീഷർട്ട് ഇടാൻ അവർ അനുവദിച്ചു. പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അവർക്ക് പ്രശ്നമാകുന്നുള്ളതുകൊണ്ടാണ്. ഒരു 90 to 95% പോലീസ് ഓഫീസർ നമുക്ക് വലിയ സപ്പോർട്ടാണ്. ഒരുപാട് പേര് കൂടെ ഒന്ന് സെൽഫി എടുത്തു, എന്നിട്ട് പറഞ്ഞു നിങ്ങൾ വെളിയിൽ ഇറങ്ങിയിട്ട് ഞങ്ങൾ ഇട്ടോളാം. ഞാനപ്പോൾ ഒരു വളരെ ഉന്നതനായ പോലീസ് ഉദ്യോഗസ്ഥനോട് വളരെ വൈകാരികമായി, സാർ ഇങ്ങനെ ഒരുപാട് പേർ കള്ളക്കേസ് കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. പുള്ളി ചിരിച്ചിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങളെ കാട്ടി ഞങ്ങൾക്ക് അറിഞ്ഞൂടെ? പറഞ്ഞു, സാർ എന്താ അങ്ങനെ പറഞ്ഞു? എടുവോ, ഞങ്ങൾക്കറിയാം, പക്ഷേ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഒരുപാട് പേർ, ഞാൻ ഒരു സ്പെസിഫിക്കലി പറഞ്ഞ ഒരു കേസ് കൂടെ പറയാം കൗതുകമുള്ളത്. 19 വയസ്സായ പയ്യൻ, 17 വയസ്സായ പെൺകുട്ടി. ഇവന് പോക്സോ കിട്ടി, 20 വർഷം കിട്ടി. ആ പെൺകുട്ടി ആരാന്നറിയാമോ? അവൻ്റെ ഭാര്യ, മുസ്ലിം പയ്യനാണ്. ഒരു പയ്യൻ, അല്ലെങ്കിൽ പേരും കൂടെ പറയാം, പേര് പറയാം. പയ്യന്റെ പേര് പറയാം. ആണിന്റെ പേര് പറഞ്ഞാൽ ഇവിടെ ആർക്കും നഷ്ടമില്ല. ചോദിക്കാൻ പറയാൻ ആരുമില്ല. 19 വയസ്സായ പയ്യൻ, 17 വയസ്സായ പെൺകുട്ടി. ഇവളുടെ വീട്ടുകാർക്കറിയാം, ഇവളുടെ ഉമ്മയ്ക്കും ബാപ്പയ്ക്കും അറിയാം, പയ്യൻ്റെ ഉമ്മയ്ക്കും ബാപ്പയ്ക്കും അറിയാം ഇവളുടെ ഇത്. അപ്പോൾ അവരുടെ ഇടയ്ക്ക് ഒരു അഫയർ ഉണ്ടായിരുന്നു.
ഇപ്പം +2 ഒരു പുതിയ പരിപാടിയുണ്ട്, നമ്മൾ പഠിച്ചുകൊണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല. കൗൺസിലിംഗ് എന്ന് പറഞ്ഞ് ഒരാളെ കൊണ്ടുവരും. ഈ കൗൺസിലിങ്ങിൻ്റെ ഭാഗമായ കൗൺസിൽ പല കാര്യങ്ങളും ചോദിക്കും. അപ്പം കുറച്ചൊക്കെ ഇവർ തമ്മിൽ ഇൻറ്റിമേറ്റ് മൂവ്മെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. ഇത് ഈ പെൺകുട്ടി കൗൺസിലറോട് പറഞ്ഞു. അപ്പം കൗൺസിലർക്ക് ഇത് റിപ്പോർട്ട് ചെയ്തേ പറ്റൂ. കൗൺസിലർ റിപ്പോർട്ട് ചെയ്തു, ഇവനെ അറസ്റ്റ് ചെയ്തു. അപ്പോൾ 1.5 വർഷം ജയിലിൽ കിടക്കുക. അവന്റെ സ്വന്തം ഭാര്യ അല്ലെങ്കിൽ പേരൻസ് തന്നെ കെട്ടിച്ചു കൊടുത്താ, പേരൻസ് തന്നെ കെട്ടിച്ചു കൊടുത്തു, ഇപ്പം കല്യാണം കഴിച്ചു. പേരൻസ് തന്നെ കെട്ടിച്ചു കൊടുത്തു, കല്യാണം കഴിച്ചു, ഇവർക്ക് ഇഷ്ടമാണ്. പക്ഷേ ടെക്നിക്കലി ആ സ്ത്രീയുടെയും കുറ്റമല്ല. ആ സ്ത്രീക്ക് അങ്ങനെ ഒരു ആരെങ്കിലും മൊഴി തന്നാലോ കാര്യങ്ങൾ പറഞ്ഞാലോ റിപ്പോർട്ട് ചെയ്തേ പറ്റൂ. അപ്പം ഇതൊരു കൺഫ്യൂസിങ് ഏരിയയാണ്. ഇപ്പോൾ കർണാടക ഹൈക്കോടതിയിൽ വളരെ കൗതുകമുള്ളൊരു സംഭവമുണ്ട്. ഇതുപോലെ ഈ മുസ്ലിം സമൂഹത്തിന് 18 വയസ്സിൽ താഴെ കല്യാണം കഴിക്കാം. നമ്മുടെ നിയമം പോലും അത് അനുവദിക്കുന്നുണ്ട്. അങ്ങനെ 17 വയസ്സായ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് അവൾ പ്രഗ്നൻ്റായി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ അപ്പം എല്ലാം എഴുതിയെടുക്കുമല്ലോ. അവളുടെ പ്രായം എഴുതിയെടുത്തപ്പം 17.5 വയസ്സോ എത്രയോ ആണ് രജിസ്റ്റർ. 18 വയസ്സായില്ല എന്ന് പറഞ്ഞൊരു പോലീസ് അറിയിച്ചു. ഹസ്ബൻഡിനെ അറസ്റ്റ് ചെയ്തു. 1 ലക്ഷം രൂപ ജാമ്യത്തിനാണ് കിട്ടുന്നത്. അത് ആ സ്ത്രീയിലുണ്ടാക്കുന്ന ട്രോമ എത്രമാത്രമായിരിക്കും. ഡെലിവറിക്ക് പോകുമ്പം ആ പാവപ്പെട്ട മുസ്ലിം പെൺകുട്ടിയിലുണ്ടാകുന്ന ട്രോമ എത്രമാത്രമായിരിക്കും. കോടതികളും അശക്തരാണ്. കാര്യം എന്താ? നമ്മുടെ നിയമം ഇങ്ങനെയാണ്. അവിടെയാണ് ഇത് യാന്ത്രികമാവരുത്. ഒരു ആണും പെണ്ണും, വേറൊരു പയ്യനുണ്ടായിരുന്നു, ഉണ്ണികൃഷ്ണൻ അല്ലെങ്കിൽ ഒരു പയ്യനുണ്ടായിരുന്നു അവിടെ. അതിന് ഇപ്പം സർജറി ഒക്കെ കിടന്ന് എൻ്റെ മെഡിക്കൽ 4 സ്ഥലത്ത് ഞാൻ കിടന്നു കേട്ടോ. 4 സ്ഥലങ്ങളിൽ ഞാൻ കിടന്നു 16 ദിവസം. അവിടെ കിടന്ന പയ്യനാണ്. അവനൊരു പെൺകുട്ടി അഫെയറാണ്. ആ പെൺകുട്ടിയുടെ അച്ഛന് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. ഈ അഫെയർ ഇവർ കണ്ടുപിടിച്ചപ്പം വീടണമെന്ന് പറഞ്ഞ് കേസ് കൊടുത്തു. ഈ പിള്ളേരൊക്കെ അകത്ത് കിടക്കാണോ ജയിലിൽ? ഈ പിള്ളേർ ഇപ്പം 20 വർഷം കിട്ടി അകത്ത് കിടക്കാണ്. 1.5 വർഷമായിട്ട്. ഞങ്ങളിപ്പോൾ അവരുടെ കേസാണ് എന്തെങ്കിലും രീതി ഏറ്റെടുത്ത് ഒരു കോൺസിലിയേഷൻ ഉണ്ടാക്കാൻ നോക്കുന്നു. 20 വർഷം എന്ന് പറഞ്ഞാൽ അവന് പ്രായം 21 22 അവന് വെളിയിൽ ഇറങ്ങുമ്പോൾ 42 വയസ്സ്. അവൻ കിടക്കുന്നത് ക്രിമിനൽസിന്റെ കൂടെ. അവൻ കിടക്കുന്ന ക്രിമിനൽസിന്റെ കൂടെ. അവനും ആ പെണ്ണും തമ്മിൽ ഇഷ്ടമായിരുന്നു. ഇഷ്ടത്തിന് നമ്മളെല്ലാം +2 പഠിച്ചപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇഷ്ടമൊക്കെ ഉണ്ടായിട്ടില്ലേ? ഏതെങ്കിലും രീതി ഹഗ് ചെയ്തു എന്നോ കിസ് ചെയ്തു എന്ന് പറഞ്ഞ് 20 വർഷം ജയിൽ കിട്ടുന്നതിൻ്റെ അതിനേക്കാൾ വലിയ കാര്യമുണ്ടോ? അവിടെ ആ സിസ്റ്റത്തിൻ്റെ പോരായ്മയാണ്. എല്ലാവർക്കും പറയാൻ ന്യായമുണ്ട്. പറയുന്ന കൗൺസിലറുടെ ന്യായം എന്താ? ഞങ്ങൾക്ക് അങ്ങനെ റിപ്പോർട്ട് കിട്ടിയാൽ മറച്ചു വെച്ചു എന്ന് ഞങ്ങളോട് ഇല്ലെങ്കിൽ പറയാതിരിക്കാൻ പറ്റില്ല. ജഡ്ജിയുടെ ന്യായം, പോലീസിന്റെ ന്യായം എന്താ? നമ്മുടെ നിയമം ഇങ്ങനെയാണ്. ഈ റിമാൻഡ് പ്രതികളും തടവ് പ്രതികളും ഒരുമിച്ചാണോ? 2-3 ഇപ്പം ജില്ലാ ജയിലിൽ നേരെ പോയി ഞാൻ റിമാൻഡായി. എൻ്റെ RP നമ്പർ 7464 ആയിരുന്നു. ഇപ്പം എൻ്റെ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്, ഒരു ഓർമ്മയ്ക്ക് വേണ്ടി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. 7464 ആയിരുന്നു. ജില്ലാ ജയിലിൽ പോയി. ഞാൻ നിരാഹാരമായിരുന്നു. 4 ദിവസം വെള്ളം കുടിച്ചില്ല, 5 ദിവസം ആഹാരം കഴിച്ചില്ല. അത് ഞാൻ തന്നെ ഒരു സെൽഫ് ചലഞ്ചിങ് ആയിട്ട് എടുത്താൽ. ശബരിമല പ്രക്ഷോഭത്തിൽ ഞങ്ങൾ ആഹാരം കഴിച്ചിരുന്നില്ല, വെള്ളം കുടിച്ചിരുന്നു. ഇത് വെള്ളം പോലും ഞങ്ങൾ കുടിച്ചില്ല 4 ദിവസം. അപ്പോൾ പോലീസുകാർക്ക് നിരാഹാരം ചെയ്യാൻ നിയമം അനുവദിക്കുന്നുണ്ട്. ടെക്നിക്കലി ഇല്ല. അപ്പം ടെക്നിക്കലി ഇല്ല. ബോഡി വീക്കാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഡോക്ടറിന്റെ അനുമതിയോടുകൂടി ഫോഴ്സ് ഫീഡിങ് എന്നൊരു കാര്യം ചെയ്യാം. അതായത് നമ്മളെ 4 കൈയും കാലും ഒക്കെ പിടിച്ച് വയലിലേക്ക് ആഹാരം എടുത്തു തന്നിടും. അപ്പം എന്നെ അങ്ങനെ ജില്ലാ ജയിലിൽ ഞാൻ നിരാഹാരം കിടക്കുന്നുണ്ട് സെൻട്രൽ പ്രസന്റിലേക്ക് മാറ്റി. ഈ പൂജപ്പുര സെൻട്രൽ പ്രസന്റാണ് നമ്മൾ ജയിലിലെല്ലാം പഴയ സിനിമകളിൽ കാണുന്ന വലിയ ഗോപുരമുള്ള സ്ഥലം. അപ്പം ഞാൻ അവിടെ ആദ്യമായിട്ടാണ് പോകുന്നത്. ഞാനപ്പം അവിടെ പോയപ്പോൾ എനിക്കൊരു പൂജപ്പുരയിൽ കിടക്കാൻ പറ്റും. തമാശ, നമ്മുടെ പത്മകുമാർ സാർ ദേവസ്വത്തിന്റെ ഇഷ്യൂ ആയിട്ട് കിടന്ന പത്മകുമാർ സാറിനെയൊക്കെ ഞാൻ അവിടെ വെച്ച് കണ്ടു. പത്മകുമാർ സാറിനെ കണ്ടു. ഞാൻ ഓടിച്ചെന്ന് ചോദിച്ചു, സാറേ എൻ്റെ കാര്യങ്ങൾ അസുഖമാണോ, ഈ കാര്യങ്ങളൊക്കെ എന്താണ്? ഞാൻ ഏഷ്യാനെറ്റിലൊക്കെ പറയുകയും ചെയ്തു. അപ്പോൾ അവിടെ ചെന്നപ്പം ഞാൻ ഒരു ഞാനും ഒരു കൊലപ്രതിയുമാണ് ഒരു സെല്ലിൽ കിടക്കുന്നത്. അടിപൊളി. അയാളും ശരിക്കും പറഞ്ഞാൽ അയാൾ എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ അയാൾ നല്ല ദൈവഭക്തിയുള്ള, രാത്രി ബൈബിളായിരുന്നു, എല്ലാ ബൈബിളും ഒക്കെ വായിച്ച് കിടക്കുന്നത്. ഞാൻ എന്ത് പറ്റി പിന്നെ? ഒരാളെ മദ്യപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, തമ്മിൽ അടിയായി, വെള്ളത്തിൻ്റെ അവിടുത്തെ എടുത്ത് കുത്തിയതാണ്, മരിക്കുമെന്ന് വിചാരിച്ചില്ല, മരിച്ചു. അയാളുടെ കൂടെയാണ് ഞാനൊരു 4 ദിവസം കിടന്നത്. പിന്നീട് എനിക്ക് നടുവേദന ഭയങ്കരമായിട്ടുണ്ട്. അത് ശബരിമല പ്രക്ഷോഭ കാലത്ത് എന്നെ അറസ്റ്റ് ചെയ്യുന്നതിൻ്റെ വിഷ്വൽസ് കിട്ടാതിരിക്കാൻ വേണ്ടി പോലീസുകാർ ടാർപോളിനിൽ പൊതിഞ്ഞ് മറ്റേ പെട്ടി ഓട്ടോയിൽ കയറ്റിയാണ് എന്നെ സന്നിധാനത്തും താഴേട്ട് കൊണ്ടുപോകുന്നത്. അന്ന് തുടങ്ങിയ നടുവേദനയാണ്. അപ്പം അവർക്ക് വിഷ്വൽസ് വെളിയിൽ പോരുത്, അതിന് വേണ്ടിയാണ് ചെയ്യുന്നത്. എന്നിട്ട് കൊട്ടാരക്കര ജയിലിൽ കൊണ്ടുപോയി. അപ്പോൾ അന്ന് തൊട്ട് തുടങ്ങിയ നടുവേദന ചെറുതായിട്ട് അതിലും ഉണ്ടായിരുന്നു, ഒരുപാട് കൂടി. അപ്പോൾ നടുവേദന ആയതുകൊണ്ട് എന്നെ പിന്നീട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി 3 ദിവസം കിടത്തി, എല്ലാ ടെസ്റ്റും എടുത്തു. എന്നിട്ട് വീണ്ടും വന്ന് ഹോസ്പിറ്റൽ വാർഡിലിട്ടു, സെൻട്രൽ പ്രസന്റിലെ ഹോസ്പിറ്റൽ വാർഡ്. ജയിൽ മുറിക്കുള്ളിൽ നമുക്ക് കിടക്കുന്നതൊക്കെ എങ്ങനെ? പായാണോ അതോ ഒരു പാതരും ഒരു ഷീറ്റ് തരും. ഒരു അത്രേ ഉള്ളൂ. ഒരു തലയാണൊന്നുമില്ല. ഒരു പാതര് ഷീറ്റ് തരും. നമുക്ക് കുറച്ച് സാധനങ്ങൾ കൊണ്ടുപോകാം. നമ്മുടെ ഡ്രസ്സൊക്കെ, അതായത് ഡ്രസ്സ്, പല്ലിയൊക്കെ ഉള്ള സാധനങ്ങൾ വേണമെങ്കിൽ ഒരു തോർത്ത്, അപ്പം അത് തലയാണയായിട്ട് വെച്ച് കിടക്കണം.
അതൊന്നും വലിയ ചലഞ്ചായിട്ട് തോന്നില്ല. കാര്യം 2-3 പ്രാവശ്യം ഓൾറെഡി കിടന്ന് ശീലമുണ്ട്. കൊട്ടാരക്കര കിടന്നു, മാവേലിക്കര കിടന്നു. ശബരിമല കേസ് 3-ാം തവണ എന്നെ റിമാൻഡ് ചെയ്യപ്പോൾ ഞാൻ കോടതിയിൽ പറഞ്ഞ ഏക റിക്വസ്റ്റ്, ഞാൻ കൊട്ടാരക്കരയും മാവേലിക്കരയും കണ്ടു, കാക്കനാടോട്ട് വിടാം. ജഡ്ജി ചിരിക്കുകയും ചെയ്തു. അന്ന് കാക്കനാട് മറ്റേ റിനോവേഷൻ നടക്കുന്നതുകൊണ്ട് അവിടെ വിടാത്തത്. അങ്ങനല്ല എങ്ങനെയാണ് ഫുഡ്. ഇനി ഇത് അറിയേണ്ട ഒരു കാര്യമാണ്. ഗോതമ്പുണ്ട അല്ല ജയിലിൽ. പലർക്കും വലിയൊരു തെറ്റിദ്ധാരണയാണ് ഗോതമ്പുണ്ടയാണെന്ന്. ഗോതമ്പുണ്ട അല്ല. ചപ്പാത്തി ഉണ്ട്, ഇഡ്ഡലി ഉണ്ട്, ചോറുണ്ട്, ആവശ്യത്തിലേറെ നമുക്ക് ആഹാരം തരും. നമുക്ക് കഴിക്കുന്നത്, ഞാൻ നിരാഹാരമായതുകൊണ്ട് കഴിക്കാത്തതാണ്, ആവശ്യത്തിലേറെ ആഹാരം തരും. നമുക്ക് റേഷൻ എന്ന് വിളിക്കും. ഓരോ സെല്ലിനും ഒരു ലീഡറുണ്ട്. അതായത് സ്കൂളിൻ്റെ ലീഡർ എന്ന് പറയുന്ന പോലെ അവരെ മേസ്തിരി എന്നാണ് വിളിക്കുക. മേസ്തിരി എന്നാണ് വിളിക്കുക. നമ്മുടെ സെല്ലിന് മേസ്തിരി ഉണ്ടായിരുന്നു. നമ്മുടെ ഹോസ്പിറ്റൽ ബ്ലോക്കിൽ വന്നാൽ കുറച്ചുകൂടെ റിലാക്സ്ഡാണ് കാര്യങ്ങൾ. കാര്യം എന്തെങ്കിലും വയ്യായ്മ ഉള്ളവരായിരിക്കും. അപ്പോൾ എനിക്ക് നടുവേദനയൊക്കെ ഉള്ളതുകൊണ്ട് താഴെ കെടുത്തരുതെന്ന് പറഞ്ഞാണ് ഹോസ്പിറ്റൽ ബ്ലോക്കിലെത്തി. അവിടെ ഒരു കട്ടിൽ കിട്ടി. അവിടെ നമുക്ക് വൈകിട്ട് FM ഉണ്ട്. FM വെച്ച് തരും. ഒരു പ്രത്യേക സമയം 6 to 8, 6 to 9 തരും. പിന്നീട് നമുക്ക് വായിക്കാൻ പേപ്പർ തരും. അടുത്ത ദിവസം പേപ്പർ കൊണ്ടുതരും. പക്ഷേ അവിടെ ഒരു റൂളുണ്ട്, അതും കൗതുകമാണ്. നമ്മളെക്കുറിച്ച് റെഫറൻസുകളുള്ള പേപ്പർ നമുക്ക് തന്നുകൂടാ. അപ്പൊ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ മാതൃഭൂമി മനോരമയൊക്കെ കീറി എൻ്റെ വാർത്തകൾ കീറിയിട്ട് തരും. അപ്പൊ എനിക്ക് കണ്ടാൽ മനസ്സിലാവും ഫ്രണ്ട് പേജ് ഇത് കീറി, ഇതായിരുന്നു എൻ്റെ വാർത്ത. അപ്പൊ ഒരു റൂമിൽ എത്ര പേരൊക്കെ ആദ്യത്തെ റൂം ഞങ്ങൾ കൊട്ടാരക്കര കിടന്നതിൽ 18 പേരുണ്ടായിരുന്നു. ഏകദേശം ഇത്രയും വലിപ്പമുള്ള റൂമിൽ 18 പേരുണ്ടായിരുന്നു. അത് കുറച്ച് ശരിക്കും അടച്ചിടുന്ന ജയിലാണോ അതോ നിങ്ങൾക്ക് പുറത്തിറങ്ങി? അല്ല, ഫുൾ അടച്ചിടുന്ന ജയിലാണ്. ഒരു ടൈമുണ്ട്. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ വേണമെങ്കിൽ വെളിയിലൊക്കെ ഇറങ്ങാം. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ വെളിയിൽ ഇറങ്ങാന്ന് പറഞ്ഞാൽ ഒരുപാട് സ്ഥലമൊന്നുമില്ല. കുറച്ചൊരു മുറ്റം പോലത്തെ ഒരു സാധനം കാണും. അവിടെയൊക്കെ ഒന്ന് നടക്കാം. നടക്കാം. വൈകിട്ട് 6 മുതൽ രാവിലെ 6 വരെ ഫുള്ള് അകത്ത് തന്നെ പകല് തുറന്നിടുവോ? പകല് ജയിൽ തുറന്നിട്ടില്ല. ഈ കഥവ് പറയുകയാണെങ്കിലോ 2-3 രീതികളുണ്ട്. അതായത് ഒരു ജയിലിൽ തന്നെ ഹോസ്പിറ്റൽ ബ്ലോക്ക് കുറച്ചുകൂടെ റിലാക്സ്ഡ് ആണ്. ഈ സിവിയർ പ്രസന്റ് എന്നെ കിടത്തിയത് എന്നോട് ദേഷ്യമൊന്നും ഉള്ളതുണ്ടല്ലോ കേട്ടോ. കാര്യം നിരാഹാരം കിടക്കുന്നവർക്ക് നിസ്സഹകരണം എന്ന് പറഞ്ഞ് അവിടെ കൊണ്ടിടും. അതുകൊണ്ടാണ്, അല്ലാതെ പോലീസുകാർക്ക് ദേഷ്യമൊന്നുമില്ല. നിരാഹാരം കിടക്കുന്നവരെ നിസ്സഹകരണം എന്ന് പറഞ്ഞ് അവിടെ കൊണ്ടിടും. ശരിക്കും അത് കുറച്ച് ട്രോമാറ്റിക് ആയിരുന്നു. കാര്യം വളരെ ചെറിയ മുറി, ഞങ്ങൾ 2 പേര്, ഇരുട്ട്, പിന്നീട് ഫുള്ള്. അതാണ് പ്രോപ്പർ ജയിൽ. അതൊരു നെഗറ്റീവ് വൈബാണ്. അതിന് ഹോസ്പിറ്റൽ ബ്ലോക്ക് കുറച്ചുകൂടെ പോസിറ്റീവ് വൈബാണ്. ഞങ്ങളുടെ കൂടെ അവിടെ 18 പേരുണ്ടായിരുന്നു. പക്ഷേ എന്താ പറയണേ, അവിടെ വായിക്കാൻ കിട്ടും. ഞാൻ 4 പുസ്തകങ്ങൾ വായിച്ചു തീർത്തു. ബൈബിള് തീർത്തു, മഹാത്മാഗാന്ധിയുടെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ വീണ്ടും തീർത്തു, ശശി തരൂരിൻ്റെ ഒരു പുസ്തകം തീർത്തു, മനു എസ് പിള്ളയുടെ പുസ്തകം തീർത്തു, നേരത്തെ പറഞ്ഞ അജയ് കുമാർ, പ്രവീൺ പരമേശ്വർ ഇവരുടെ പുസ്തകവും വായിച്ചു തീർത്തു. അതല്ലാതെ തടവിലുള്ള ആളുകൾക്ക് ഈ പുസ്തകമോ അങ്ങനെ എന്തെങ്കിലും അവർക്ക് തരാം. അത് ഓരോ കാറ്റഗറീസ് ആണ്. ജില്ലാ ജയിൽ കുറച്ചുകൂടെ റിലാക്സ്ഡ് ആണ്. പക്ഷേ ഫെസിലിറ്റീസ് അത്രയും ഇല്ല. സെൻട്രൽ പ്രിസൺ കുറച്ച് ഫെസിലിറ്റീസ് ഉണ്ട്. പിന്നെ അവിടെ അമ്പലമുണ്ട്, പള്ളിയുണ്ട്, മുസ്ലിം പള്ളി, എല്ലാം ഉണ്ട്. നമുക്കവിടെ പറഞ്ഞിട്ട് ഒരു പ്രത്യേക സ്റ്റിപ്പുലേറ്റഡ് ടൈമിൽ പോവാം. ഞാൻ എല്ലായിടത്തും ഒന്ന് പോയി നോക്കി, ലൈബ്രറിയിൽ പോയി നോക്കി. പിന്നെ അവിടെയും കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഇപ്പം 20 വർഷമൊക്കെ ആയിട്ട് കിടക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരുടെ കാലാവധിയൊക്കെ കഴിഞ്ഞിട്ട് പോലും വെളിയിൽ പോകാൻ പറ്റാതെ കിടക്കുന്നവരുണ്ട്. അങ്ങനെ കുറച്ച് പേരെ ഏതെങ്കിലും രീതി ഹെൽപ്പ് ചെയ്യാമെന്ന് നമ്മൾ നോക്കുന്നുണ്ട്. ഇതെല്ലാം ഈ ടെക്നിക്കാലിറ്റിയാണ്. ടെക്നിക്കാലിറ്റി എന്ന് പറഞ്ഞാൽ സാങ്കേതികത്വത്തിൻ്റെ പേരിൽ പിടിച്ചിടും. അതായത് കോടതിയിൽ ഒരിക്കലും ഒന്ന് എന്നാൽ അടുത്ത വർഷം ആവട്ടെ എന്ന് പറയും. കിടക്കുന്നത് ഒരുത്തൻ്റെ 1 വർഷമാണ് പോകുന്നത്, അല്ലെങ്കിൽ മാസങ്ങളാണ് പോകുന്നത്. നമ്മുടെ ബോബി ചെമ്മണ്ണൂർ പണ്ട് ജയിലിൽ പോയിട്ട് വന്നിട്ട് ഇതേപോലെ പുള്ളി പറഞ്ഞത് വളരെ കറക്റ്റ്. പുള്ളി പറഞ്ഞത് ശരിക്കുമേ പോസിറ്റീവ് നോട്ടിലാണ്. 1-2 ദിവസം എല്ലാവരും ഒന്ന് ജയിലിൽ കിടക്കണം. അതായത് പ്രൊട്ടസ്റ്റ് പോലുള്ള കാര്യങ്ങൾക്ക്, എന്തെങ്കിലും ചീത്ത കാര്യങ്ങൾ ചെയ്തിട്ടല്ല. നമുക്ക് ലൈഫിനെ കുറിച്ച് ഒരു ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ് കിട്ടും. സത്യം പറഞ്ഞാൽ ഞാൻ അവിടെ കിടന്നപ്പോഴാണ് നവംബർ 30-നാണ് എന്നെ അറസ്റ്റ് ചെയ്തത്. നവംബറിൽ കുറേ തിരക്കായിരുന്നു. എൻ്റെ ബർത്ത്ഡേ ഒക്കെ നവംബറിലാണ് വരുന്നത്. ജന്മമാസം ഞാൻ അപ്പോഴാണ് റിയലൈസ് ചെയ്തത് ആകാശം നോക്കുന്നത് എത്ര മനോഹരമാണ്. നമുക്ക് സ്കൈ ഞാൻ തിരിച്ച് റിയലൈസ് ചെയ്തത് നവംബറിൽ ഒരു തവണ പോലും എല്ലാ ദിവസവും ജീവിക്കാൻ ഇത്രയും സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഞാൻ ആകാശം നോക്കിയിട്ടില്ല. പക്ഷേ ജയിലിൽ നമുക്ക് ആകാശം നോക്കുന്നത് ഭയങ്കര ഒരു ഫീലിംഗ് ആണ്. ആകാശത്തെ പക്ഷികൾ നടന്നു പോകുന്നത് കാണുന്നത്, അല്ലെങ്കിൽ പറന്നു പോകുന്നത് കാണുന്നത്, പിന്നെ മേഘങ്ങൾ പോകുന്നത് കാണുന്നത്, നമ്മൾ ആ സ്വാതന്ത്ര്യത്തെ വാല്യൂ ചെയ്യും. പിന്നെ ജയിലിൽ കുറേയൊക്കെ ഫെസിലിറ്റീസ് മെച്ചപ്പെട്ടിട്ടുണ്ട്. അത് നമ്മൾ പറയണം. അതാണ് ഈ ഗോതമ്പുണ്ടൊക്കെ പഴയ കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞ ദോശയുണ്ട്, പുട്ടുണ്ട്, പിന്നെ ഇടിയപ്പം ഉണ്ടെന്ന് തോന്നുന്നു ഒരു ദിവസം. ജയിലിലെ ആൾക്കാർ തന്നെ ജയിലിലെ ആൾക്കാർ നന്നായി എന്താ പറയുക, അവരൊരു ബാലൻസിലും ഹാർമണിയിലും കൊണ്ടുപോകുന്നുണ്ട്. ശരിക്കും ജയിലെന്ന് പറഞ്ഞാൽ കറക്ഷണൽ സ്പേസ് എന്നാണ് അതിൻ്റെ വെളിയിൽ തന്നെ അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്. ഇത് കറക്റ്റ് ചെയ്യാനുള്ള റിഫോർമേറ്റീവ് സ്പേസ് എന്നാണ് പറയുക. ആ റിഫോർമേറ്റീവ് സ്പേസ് ആണ്. പക്ഷെ ചില കാര്യങ്ങളിൽ ജയിലിലെ ആൾക്കാരെ വിവാദങ്ങൾ ഭയന്ന് അനാവശ്യമായി കടുംപിടുത്തം പിടിക്കും. എൻ്റെ ഒന്നും ആവശ്യമില്ല. അതാണ്
ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ജയിലിൽ അങ്ങനെ 4 സ്ഥലങ്ങളിൽ കടന്നു. അതായത് ഒന്ന് ജില്ലാ ജയിൽ കടന്നു, സെൻട്രൽ പ്രസൻ നമ്മുടെ പൂജപ്പുര സെൻട്രൽ ജയിൽ പ്രോപ്പർ സെൻട്രൽ ജയിലിൽ കടന്നു, പിന്നീട് മെഡിക്കൽ കോളേജിലെ ജയിൽ വാർഡിൽ കടന്നു, പിന്നീട് വീണ്ടും തിരിച്ചു ചെന്ന് ഹോസ്പിറ്റൽ വാർഡിൽ കടന്നു. അങ്ങനെ 4 സ്ഥലങ്ങളിൽ കടന്നു. 4 വ്യത്യസ്ത അനുഭവങ്ങളാണ്. പോലീസ് സ്റ്റേഷനകത്തെ ആ ലോക്കറിനകത്ത് പോലീസ് സ്റ്റേഷനിൽ കിടന്നു. പോലീസ് സ്റ്റേഷനിൽ 2 ദിവസം പോലീസ് സ്റ്റേഷൻ മറ്റേ ഇതിനകത്തല്ല, സൈബർ സെല്ലാണ് എന്നെ അറസ്റ്റ് ചെയ്തത്. അപ്പൊ സൈബർ സെല്ലിൽ അറസ്റ്റ് ചെയ്യുമ്പോൾ സൈബർ സെല്ലിന് ഒരു സ്പേസ് ഉണ്ട്, മറ്റേ ആ ജയിലില്ല, നമ്മുടെ ഈ സ്ഥിരം ലോക്കപ്പ് എന്ന് പറഞ്ഞ സാധനം അവിടെ ഇല്ല. അവർക്ക് വേറെ കാണും. ഞാൻ പോയ തിരുവനന്തപുരം സൈബർ സെല്ലില്ല. അപ്പൊ അവിടെ നമുക്ക് താഴെ കിടക്കുകയും പോലീസുകാരൊക്കെ അവിടെ രാത്രി താഴെ കിടക്കും. സൈബർ കേസായിരുന്നോ? സൈബർ കേസാ പറഞ്ഞത്. ഇത് സൈബർ കേസായിട്ട് എടുത്തിരിക്കുന്നത് 7514 സൈബർ കേസായിട്ട് എടുത്തിരിക്കുന്നത്. നോൺ ബെയിലബിളും അല്ല. അതായത് 75 വകുപ്പ് മാത്രമേ നോൺ ബെയിലബിൾ ഉള്ളൂ. ഞാൻ തെറ്റ് ചെയ്തു എന്ന് തെളിഞ്ഞ് കോടതി ശിക്ഷിച്ചാൽ പോലും 1 വർഷമേ ശിക്ഷയുള്ളൂ. അതായത് അപ്പോൾ അത് കേസൊന്നും നിൽക്കില്ല. നമ്മൾ ക്വാഷ് ചെയ്യാൻ കൊടുക്കുക. നമ്മളിപ്പം കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ ക്വാഷ് ചെയ്യാൻ കൊടുക്കും. ഇപ്പോൾ ഇറങ്ങിയിട്ട് 10 ദിവസമായിട്ടുള്ളൂ. അപ്പം ക്വാഷ് ചെയ്യാൻ കൊടുക്കുന്നുണ്ട്. കേസ് ആത്യന്തികമായി നിലനിൽക്കുന്നില്ലെന്ന് ബാക്കി ആരെക്കാട്ടി നല്ലതായിട്ട് കോടതികൾക്കറിയാം, പ്രോസിക്യൂഷൻ അറിയാം, പോലീസിനറിയാം. അവിടെയാണ് പേടിപ്പിക്കുക, ഭയപ്പെടുത്തുക. ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, ഞാൻ അങ്ങനെ അറസ്റ്റ് ചെയ്തതിന് ശേഷം ഗവൺമെൻറ് ഉദ്ദേശിക്കുന്ന നറേറ്റീവിനെതിരെ പറയുന്ന സോഷ്യൽ മീഡിയ ടോട്ടലി സൈലൻ്റായി. അപ്പം എന്ത് പറ്റുന്നു? കാര്യം അങ്ങനെയാണെങ്കിൽ അവർക്ക് ആ ഇലക്ഷന് വരുമ്പോൾ സ്ത്രീ സുരക്ഷയാണ് സ്വർണ്ണ കൊള്ളയേക്കാൾ പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയാം. അത് ആരുടെയും ഇതൊരു സിസ്റ്റമിക് ഇഷ്യൂ ആണ്. അവിടെയാണ് ഞാൻ കോടതികളിൽ ഏറ്റവും വിശ്വസിക്കുന്ന വ്യക്തിയാണ്. കോടതികളാണ് നമ്മുടെ നാട്ടിൽ നീതി കിട്ടാൻ ഏറ്റവും നല്ല സ്പേസ്. കാര്യം കോടതികൾക്ക് ആരെയും പ്രീതിപ്പെടുത്തണ്ട, കോടതികൾക്ക് ഇലക്ഷൻ നിൽക്കണ്ട, കോടതികൾക്ക് ഫണ്ട് ഉണ്ടാക്കണ്ട, കോടതികൾക്ക് മെയിലി നാടെ ഉത്തരവനുസരിക്കണ്ട. ഈ കോടതികൾ കുറേ കൂടെ ശക്തമായി പേഴ്സണൽ ഫ്രീഡത്തിനും മറ്റും പോയാൽ മാത്രമേ ഈ നാട് നിലനിൽക്കൂ. നിങ്ങൾ എപ്പോഴും പറയുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് മെൻസ് കമ്മീഷൻ വേണം എന്നുള്ളതാണ്. ആ മെൻസ് കമ്മീഷനിലേക്ക് നമുക്ക് വരുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് ദിലീപിന്റെ കേസും കൂടെ ഡിസ്കസ് ചെയ്യുന്നു. ഇപ്പൊ ഡിസ്കസ് ചെയ്യാമല്ലോ, നമുക്ക് വിധി വന്നല്ലോ, നമുക്ക് ഡിസ്കസ് ചെയ്യാമല്ലോ. സോ ദിലീപിന്റെ കേസിൽ ശരിക്കും രാഹുൽ ഈശ്വറിന്റെ സ്റ്റാൻഡ് എന്താണ്? ഇത് ദിലീപിൻ്റെ കേസിൽ പോലീസുകാർ കോടതിയിലടക്കം കൊടുക്കുകയും മീഡിയയിലടക്കം പ്രചരിപ്പിക്കുകയും തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്ത ചിത്രമാണ്. അതായത് ഇത് മനസ്സിലാക്കാൻ ഒന്ന് ദൂരെ നോക്കിയാൽ മതി. ഇതാണ് ദൈവത്തിൻ്റെ കയ്യൊപ്പ് പതിഞ്ഞ ചിത്രം എന്നൊക്കെ ഡ്രാമ കളിച്ച് പോലീസ് പറഞ്ഞത്. ഒന്ന് ദിലീപിൻ്റെ കൂടെയുള്ളൊരു സെൽഫിയാണ്. പോലീസ് അവകാശപ്പെടുന്നത് ഈ പുറകെ നിൽക്കുന്ന ആൾ പൾസർ സുനിയാണെന്നാണ്. ലോകത്തിൽ ഒരു കാരണവശാലും പുറകെ നിൽക്കുന്ന ആൾ പൾസർ സുനിയാണെന്നോ അല്ലെന്നോ പറയാൻ പറ്റില്ല. അപ്പോൾ കോടതി പ്രഥമ ദൃഷ്ടിയായത് സ്വീകരിക്കാൻ പോലീസ് എന്ത് ചെയ്തു എന്നറിയാമോ? കൂടെ ഒരു ഫോട്ടോയും കൂടെ ഫോട്ടോഷോപ്പിൽ വെച്ച് ആഡ് ചെയ്തു. എന്നിട്ട് 2നും ഓരോ റെഡ് മാർക്ക് വീതം കൊടുത്തുവിട്ടു. ഇതൊക്കെ കോടതിയുടെ വിധിയിലുള്ള കാര്യങ്ങളാണ്. കോടതിയിൽ ഇവിടെയും പൾസർ സുനിയുടെ ഒരു റൗണ്ട്, ഇവിടെയും ഒരു റൗണ്ട്. ഇത് പോലീസുകാർ ചെയ്ത വ്യാജ ഫോട്ടോഷോപ്പാണ്. DGP ഓഫ് പോലീസ് ശ്രീലേഖ മാഡത്തെ പോലെ കേരളത്തിലെ ആദ്യ വനിതാ IPS ഉദ്യോഗസ്ഥ, അല്ലെങ്കിൽ വൺ ഓഫ് ദി ഫസ്റ്റ് IPS വനിതാ ഉദ്യോഗസ്ഥ, നമ്മുടെ കേരളത്തിൻ്റെ കിരൺ ബേദി എന്നൊക്കെ വിളിക്കാൻ കഴിയുന്ന ശ്രീലേഖ മാഡം DGP അല്ലെങ്കിൽ ഇറങ്ങിയതിന് ശേഷം പറഞ്ഞതാണ്, ഈ വ്യാജ ഫോട്ടോഷോപ്പ് കൂടി ചെയ്താണ് ദിലീപിനെ കുടുക്കിയത്. ഇതിൻ്റെ തന്ത്രം വളരെ സിമ്പിളാണ്. ഈ കേസ് പഠിക്കുന്ന ആർക്കും മനസ്സിലാകും, ദിലീപിനെതിരെ കടുകുമണിയോളം പോലും തെളിവില്ല. നമ്മളെല്ലാവരും അതിജീവിതയോടൊപ്പമാണ്. പക്ഷേ അതിജീവിതയെ ആക്രമിച്ച ബാക്കിയുള്ളവരെ അല്ലേ, അല്ലെങ്കിൽ അതിജീവിതയെ യഥാർത്ഥത്തിൽ ദ്രോഹിച്ചവരെ അല്ലേ നമ്മൾ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരേണ്ടത്. പകരം ഒരു ബന്ധവുമില്ലാതെ മാസങ്ങൾക്ക് ശേഷം ഈ കേസിലേക്ക് വലിച്ചിഴക്കപ്പെട്ട ദിലീപിനെയാണ്. ദിലീപിനെതിരെ എന്തെങ്കിലും അയോട്ട ഓഫ് എവിഡൻസ് പോലീസോ അല്ലെങ്കിൽ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളിലോ ഉണ്ടെന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വെറും വ്യാജ ഫോട്ടോഷോപ്പ്. പ്രത്യേകിച്ച് ഞങ്ങൾ മീഡിയയിലൊക്കെ നിൽക്കുന്നവർക്കറിയാം. അതായത് ഈ 2 ചിത്രങ്ങൾ ഒരുമിച്ച് ചേർത്തിരിക്കുകയാണ്. എന്നിട്ട് 2നും ഒരു റൗണ്ട് ഇട്ടു. എന്നിട്ട് വലിയ എന്തോ കണ്ടെത്തൽ പോലെ. ആ കണ്ടെത്തൽ പോലീസിന് ഒരു റിസ്ക്കും ഇല്ല. മാഡം, ഞങ്ങൾക്ക് ദിലീപും പൾസർ സുനി, അല്ലെങ്കിൽ ജഡ്ജിയോട്, യുവർ ഓണർ, ഞങ്ങൾക്ക് ദിലീപും പൾസർ സുനി ഒരുമിച്ച് നിൽക്കുന്നൊരു ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. ആ ഫോട്ടോയുടെ വെറാസിറ്റി ചെക്ക് ചെയ്യുന്നതിന് ഞങ്ങൾക്ക് 4 ആഴ്ച വേണം. ഈ പ്രതി ശക്തനും സ്വാധീനമുള്ളവനുമാണ്. അതുകൊണ്ട് അയാളെ വെളിയിറങ്ങാൻ അനുവദിക്കരുത്, ജാമ്യം നിഷേധിക്കണം. ഏതെങ്കിലും കോടതി വേണ്ടെന്ന് പറയൂ. കോടതിക്ക് ആ സമയത്ത് തെളിവ് പരിശോധിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ പ്രഥമ ദൃഷ്ടിയ ഒരു സാധനം കൊടുക്കുന്നു. പോലീസുകാർ ഫോട്ടോ ഉണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ അതിനപ്പുറം ഒരു തെളിവ് വേണം. 4 ആഴ്ച വേണ്ട, 2 ആഴ്ച നിങ്ങൾക്ക് തന്നിരിക്കും. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞാണ് 85 ദിവസം ജയിലിലിട്ടത്. നമ്മുടെ നാട്ടിൽ ദിലീപ് എന്ന് പറയുന്ന സൂപ്പർ സ്റ്റാറുകൾക്ക് ശേഷം നിൽക്കുന്ന മലയാളം സിനിമ ഇൻഡസ്ട്രി ഭരിച്ച കോടീശ്വരനായ ഒരു മനുഷ്യന് സേഫ്റ്റി ഇല്ലെങ്കിൽ എനിക്കോ നിങ്ങൾക്കോ നമ്മുടെ മക്കൾക്കോ എന്ത് സേഫ്റ്റി ഈ നാട്ടിലുണ്ട്?
കൊടുക്കണമെന്ന് വിചാരിച്ചാൽ കൊടുക്കാം. ഞാൻ ആരാന്നൊന്നും പറയുന്നില്ല, പ്രത്യേകിച്ച് എന്നോട് പറഞ്ഞ് സ്ത്രീകളുടെ ആരുടെയും പേര് പറയുന്നു. എൻ്റെ അഡ്വക്കേറ്റും വീട്ടുകാരും വെളിയിറങ്ങിയിട്ട് പറഞ്ഞ ഏക കാര്യം, നീ ദൈവത്തെ ഓർത്ത് ഒരു സ്ത്രീയുടെയും പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും നീ ആണുങ്ങളുടെ പേര് പറഞ്ഞു. അപ്പൊ ഇത് രാഹുൽ ഈശ്വർ അല്ല പറയുന്നത് കേട്ടോ. ശ്രീ ദിലീപ് വെളിയിലിറങ്ങിയതിന് ശേഷം തന്നെ കുടുക്കിയവരുടെ പേരുകൾ ഭംഗ്യന്തരേണ സൂചിപ്പിക്കുകയും സുപ്രീം കോടതിയിൽ എഴുതി കൊടുത്ത അഫിഡവിറ്റിൽ 2 സ്ത്രീകളുടെ കാര്യം പറയുകയും ചെയ്തിട്ടുണ്ട്. അതായത് കൊടുക്കണമെന്നും പണി കൊടുക്കണമെന്നും വിചാരിച്ച ഒരു ബുദ്ധിമുട്ടുമില്ല. കാര്യം സ്ത്രീ പറയുന്നത് പൂർണ്ണമായും അന്ധമായും ശരിയാണെന്നും സത്യമാണെന്നും പ്രസ്യൂം ചെയ്യുന്നതാണ്. എനിക്ക് ഒരു കൗതുകമുള്ള സാധനം പറയാം. സുജിത് ഭക്തൻജി ഇങ്ങനെയൊന്നുമില്ല, കുറെ കൂടെ നിഷ്പക്ഷമായി കാണുന്നതല്ലേ. അങ്ങയുടെ വാക്കിൽ പോലും ഒരു ചോദ്യം, അല്ലെങ്കിൽ അങ്ങയുടെ ചോദ്യത്തിൽ പോലും ഒരു വാക്കുണ്ടായി, താങ്കൾ ഇരയുടെ പേര് പറഞ്ഞോ എന്ന്. ഈ പെൺകുട്ടി ഇരയാണെന്ന് ആര് പറഞ്ഞു? ഇരയാകണമെങ്കിൽ ഈ സംഭവം ഒറിജിനലി നടന്ന് ആ വ്യക്തിയെ ശിക്ഷിക്കപ്പെടണ്ടേ? അപ്പം ഇരയാണെന്നുള്ള പ്രജുഡിസ്, മുൻവിധി നമ്മളിലേക്ക് ചാർത്തി തരികയാണ് ഇര എന്ന വാക്ക്, അതിജീവിത എന്ന വാക്ക്. എന്ത് അതിജീവിച്ചു എന്നാണ് പറയണേ? ദിലീപിൻ്റെ കേസിൽ യഥാർത്ഥത്തിൽ ആ പെൺകുട്ടി അതിജീവിതയാണ്. കാര്യം നമുക്കെല്ലാം അഭിമാനമുള്ള ആ നടി, സൗത്ത് ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ആ നടിയെ ആക്രമിച്ചു, അവർക്ക് ആ ആക്രമണം നേരിട്ടു, ആർക്കും തർക്കമില്ല, അങ്ങനെ സംഭവിച്ചല്ലോ. അതിന് അവർ അതിജീവിതയാണ്. ഈ മറ്റ് പറഞ്ഞ വ്യക്തി എന്ത് അതിജീവിതയാണ്, എന്തിൻ്റെ ഇരയാണെന്നാണ് പറയണേ? ഓൾറെഡി ഉള്ള അവർ റേപ്പ് എന്ന് പറയുന്ന അലിഗേഷൻ നിൽക്കില്ലെന്ന് കോടതി ഓൾറെഡി പറഞ്ഞു. പീഡനം എന്ന് പറയുന്ന ആരോപണം നിലനിൽക്കില്ല എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ കോടതി വ്യക്തമായിട്ട് പറഞ്ഞു. രാഹുൽ ഈശ്വർ അല്ല, കോടതി പറഞ്ഞു. പിന്നെ എന്താ അതിജീവിത, എന്താ പിന്നെ ഇര? പക്ഷേ നമ്മുടെ ഭാഷയിൽ പോലും വിക്ടിം എന്ന് പ്രസ്യൂം ചെയ്യുമ്പോൾ മറ്റുകാരൻ തെറ്റുകാരനായില്ലേ? പകരം കോടതി ഭാഷയിൽ പരാതിക്കാരി എന്നും പോലീസിൻ്റെ ഭാഷയിൽ ആവലാതിക്കാരി എന്നുമാണ് പറയേണ്ടത്. ഇനി ആവലാതിക്കാരി ഒരു പഴയ യൂസേജാണ്, പഴയ കുട്ടമ്പിള്ള പോലീസിൻ്റെ യൂസേജാണ്. പരാതിക്കാരി എന്ന് പറഞ്ഞാൽ മതി. ഈ പരാതിക്കാരിയുടെ ചുമലിൽ വെച്ച് കണ്ടിന്യൂസ്ലി ഫയർ ചെയ്യാൻ നമ്മുടെ പോലീസിനും പ്രോസിക്യൂഷനും നിരന്തരമായ ഇടമുണ്ട്. ഇനിയും പോസിറ്റീവായി പറയുന്നൊരു കാര്യം പറയാം. ഒരു നട്ടലുള്ള വനിതാ ജഡ്ജി ഉള്ളതുകൊണ്ട് മാത്രമാണ് ദിലീപിൻ്റെ കാര്യത്തിൽ സത്യം വെളിയിൽ വന്നത്. ഇനി അവരുടെ പേര് പറയുന്നതിന് കുഴപ്പമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. ശ്രീമതി ഹണി വർഗീസ് യഥാർത്ഥത്തിൽ വരുംകാല നിയമവിദ്യാർത്ഥികൾ പൂജിക്കേണ്ട, ഫോട്ടോ വെച്ച് ആദരിക്കേണ്ട ഒരു സ്ത്രീയാണ്. അവരെ ആക്രമിച്ചു, അവരുടെ ഹസ്ബൻഡിനെ ആക്രമിച്ചു. അവരുടെ കുടുംബം എൻ്റെ രാഷ്ട്രീയത്തിൻ്റെ നേരെ എതിര് നിൽക്കുന്ന രാഷ്ട്രീയമാണ്. കുറച്ചുകൂടെ പച്ചയ്ക്ക് പറഞ്ഞാൽ ഞാനൊരു ഹിന്ദു റൈറ്റ് വിങ് ആക്ടിവിസ്റ്റാണ്. അവരുടെ കുടുംബം, ഈ ജഡ്ജിയുടെ ഫാമിലിയും അച്ഛനും ഒക്കെ CPM-നോടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടും ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ്. ആ സ്ത്രീയുടെ ധൈര്യവും നട്ടെല്ലും കൊണ്ട് മാത്രമാണ് ദിലീപിൻ്റെ കേസിൽ സത്യം പറയുന്നത്. ഇല്ലെങ്കിൽ അവർ ഈ പ്രഷറിൽ അടിപ്പെട്ടു പോകും. അവരെ ആക്രമിച്ചു, അവരുടെ ഹസ്ബൻഡിനെ ആക്രമിച്ചു, അവരുടെ അച്ഛനെ ആക്രമിച്ചു, അവരുടെ മകളെ, അന്ന് 12 വയസ്സുള്ള മകളെ അടക്കം അവർ പറയുണ്ടായി ഇനി മകളെ മാത്രമേ കേസിലേക്ക് വലിച്ചിഴയ്ക്കാനുള്ളൂ. അങ്ങനെ അവരെ ചെയ്യുകയുണ്ടായി. കാര്യം എന്താ? വിധി പറഞ്ഞ ജഡ്ജിയെ അങ്ങനെ ആക്രമിക്കാൻ പാടുണ്ടോ? യഥാർത്ഥത്തിൽ അതല്ലേ സംഭവിച്ചത്? യഥാർത്ഥത്തിൽ അതല്ലേ നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ 2 വർഷമായിട്ട് ചോദ്യം ചെയ്യാൻ പാടുണ്ടോ? അങ്ങനെ 2 കാര്യങ്ങളാണ്. വിധിയെ ചോദ്യം ചെയ്യാം, ആ വിധിയോട് വിയോജിക്കാം. ടെക്നിക്കലി സ്പീക്കിംഗ് ഇൻസൾട്ട് ചെയ്തുകൂടാന്നാണ്. പക്ഷേ ആ ചെയ്യലല്ലേ കഴിഞ്ഞ കുറേ കാലമായിട്ട് നമ്മൾ TV-യിലെല്ലാം കണ്ടത്. ചില ആൾക്കാർ വളരെ പച്ചയ്ക്ക് ഫേസ്ബുക്കിലും മറ്റുമൊക്കെ അങ്ങനെ പറയുന്നത്. ഗവർണറെ എന്തൊക്കെ പറയും? ചെറിയ വ്യത്യാസം എന്താ അറിയോ? ഗവർണർ ജഡ്ജിമാർക്ക് തിരിച്ചു പറയാനുള്ള സ്പേസ് ഇല്ല. അതായത് ഗവർണർക്ക് തിരിച്ചു പറയാനൊരു സ്പേസ് ഉണ്ട്. മുഖ്യമന്ത്രി എന്ത് വേണമെങ്കിൽ പറയാം, കാര്യം മുഖ്യമന്ത്രിക്ക് അതിന് മറുപടി പറയാം. പക്ഷേ എന്തുകൊണ്ടാണ് ജഡ്ജിമാരെ പറയരുതെന്ന് പറയുന്നതിൻ്റെ കാരണം, ജഡ്ജിമാർക്ക് പൊതുമധ്യത്തിലോ മാധ്യമങ്ങളിലോ വന്ന് അവരെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റില്ല. ഞാനൊരു ജഡ്ജി മോശക്കാരനാണെന്ന് പറഞ്ഞാൽ ജഡ്ജിക്ക് മറുപടി പറയാൻ പറ്റില്ല. അപ്പം കയ്യും കാലും കെട്ടിയിട്ട് നീന്തൽ പറയുന്ന പോലെയാവും. പക്ഷേ ജഡ്ജി ഹണി വർഗീസ് എന്ന് പറയുന്ന കേരളം മാതൃകയാക്കേണ്ടതാണ്. ഇനി എന്തെങ്കിലും അവർക്ക് പറയാനുണ്ടെങ്കിൽ ഒരു വിരമിക്കണം. ഇനി 2 അവരുടെ വിധിന്യായത്തിൽ ഒരു വരിയുണ്ട്, അതെല്ലാവരും കേൾക്കേണ്ടതാണ്. ഫിയറ്റ് ജസ്റ്റീഷ്യ റൂയറ്റ് കൊളം എന്നാണ്. നമ്മൾ LLB ലോ പഠിക്കുമ്പോൾ പഠിക്കുന്നതാണ്. ആകാശം ഇടിഞ്ഞു വീണാലും നീതി നടക്കട്ടെ എന്നാണ്. അങ്ങനെ എഴുതി വെച്ചിട്ടാണ് അവർ എഴുതുന്നത്. ആ വിധിന്യായത്തിൻ്റെ ഭാഗമായിട്ട് എനിക്കെതിരെ ഒരുപാട് പേര് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. കുഴപ്പമില്ല, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അങ്ങനെ ധൈര്യമുള്ള ജഡ്ജിമാരില്ലെങ്കിൽ ഈ സമ്മർദ്ദത്തിൽപ്പെട്ട് എന്ത് പറയാമെന്നറിയാമോ? എന്നാൽ ദിലീപ് കുറച്ച് ദിവസം കിടക്കട്ടെ, ഞാൻ എന്തിന് റിസ്ക് എടുക്കുന്നത്? ഇത് ആരുടെയും കുറ്റമല്ല. ഞാനിങ്ങനെ നേരിട്ട് പറയുന്ന പോലീസുകാരെ പറ്റും കണ്ടിട്ടുണ്ട്. നിങ്ങൾ എന്നോടൊരു പോലീസുകാരൻ എന്ന് പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്ന വലിയ കാര്യമാണ്, നല്ല കാര്യമാണ്, നിങ്ങൾ ഉള്ളൊരു ഭക്തനും കൂടെയാണ്, അതായത് വിശ്വാസിയാണ്, നിങ്ങൾ ശബരിമല കാര്യത്തിന് ചെയ്തത് വലിയ സന്തോഷമുണ്ട്, ഭാവിയിൽ മെൻസ് കമ്മീഷന് വരും. ഞാൻ സാറേ ഇങ്ങനൊരു സാധനം ഫോർവേഡ് ചെയ്യാമോ, എനിക്കൊരു ഡിമാൻഡുണ്ട്. അത് എനിക്ക് പറ്റില്ല, എനിക്ക് നാളെ എന്തെങ്കിലും റിസ്ക് ഉണ്ടാവും. ആരുടെയും കുറ്റമല്ല. അവിടെ ദിലീപിന്റെ കേസിൽ ഒരു മെമ്മറി കാർഡിന്റെ സംഭവങ്ങൾ പറയുന്നുണ്ടല്ലോ. നല്ല ചോദ്യമാണ്, ചോദിക്കണം. മെമ്മറി കാർഡിന്റെ സംഭവം പറയുന്നുണ്ടല്ലോ. ഞാൻ കൗതുകത്തോടെ തിരിച്ചു വെച്ചോട്ടെ. അതായത്
അതായത് ഒരുപക്ഷെ കേരളത്തിലുള്ള ഏറ്റവും പ്രമുഖനായ യൂട്യൂബേഴ്സിലൊന്നും നമ്മളെല്ലാം ലുക്കപ്പ് ഓൺ ചെയ്യുന്ന ഒരാളുമാണ്. എന്താ മെമ്മറി കാർഡിന്റെ പ്രശ്നമെന്ന് അങ്ങ് മനസ്സിലാക്കിയിരിക്കുന്നത്? സ്ഥിരം നമ്മൾ വാർത്ത ആഴ്ചകളോളം കേട്ടു. മെമ്മറി കാർഡില് എന്തോ ഫയല് ടാമ്പർ ചെയ്തെന്നോ, മെമ്മറി കാർഡ് ഫയൽ ഇങ്ങനല്ലേ സാധനം ശരിക്കും. അതായത് എന്തോ പ്രശ്നം ഉണ്ടായി, നമ്മുടെ മനസ്സിൽ കിട്ടുന്ന ഒരു ഫീലിംഗ് എന്ന് പറഞ്ഞാൽ എന്തോ പ്രശ്നം ഉണ്ടായി മെമ്മറി കാർഡ്. സാധാരണ രീതിയിൽ നമുക്ക് ഒരു ഫയൽ ഒരു ഇതിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചില സമയത്ത് ഭാഗ്യം ഉണ്ടെങ്കിൽ റിക്കവർ ചെയ്തെടുക്കാം. ഇനി ആ മെമ്മറി കാർഡിൽ എക്സ്ട്രാ വേറെ എന്തെങ്കിലും ഒരു ഡാറ്റ റൈറ്റ് ഫോർമാറ്റ് ആക്ടിവിറ്റി നടന്നു കഴിഞ്ഞാൽ പിന്നെ റിക്കവർ ചെയ്തെടുക്കാൻ പറ്റില്ല. എന്തോ മെമ്മറി കാർഡിൽ പ്രശ്നം നടന്നു, ഇതാണല്ലോ നമ്മുടെ മനസ്സിലുള്ളത്. ശരിക്കും എന്താ സംഭവം എന്നറിയാമോ? മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറി, ഇതാണ് ആരോപണം. 2, ഓർക്കുക, ഫയലുകളുടെ ഹാഷ് വാല്യൂ മാറിയിട്ടില്ല. മെമ്മറി കാർഡ് എപ്പോഴെങ്കിലും, ഹാഷ് വാല്യൂ എന്ന് പറഞ്ഞൊരു ടെക്നിക്കൽ സാധനമാണ്. മെമ്മറി കാർഡ് പുതിയൊരു കമ്പ്യൂട്ടറിലേക്ക് ഇടുമ്പോൾ മെമ്മറി കാർഡും കമ്പ്യൂട്ടറും കൂടി ഇന്ററാക്ട് ചെയ്തൊരു ഫയൽ ഉണ്ടാകും. ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ ഹാഷ് വാല്യൂ മാറും. ഹാഷ് വാല്യൂ തമ്മിൽ ഒരു ബന്ധവുമില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ, മെമ്മറി കാർഡിൽ എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നുള്ളതും ദിലീപും പൾസർ സുനിലും തമ്മിലുള്ള ബന്ധവും തമ്മിൽ എന്ത് കാര്യമുണ്ട്? സാധാരണക്കാരെ പറ്റിക്കാൻ, നാട്ടുകാരെ പറ്റിക്കാൻ ടെക്നിക്കലായി എന്തോ വലിയ പ്രശ്നം ഉണ്ടായി. 3 തവണ മെമ്മറി കാർഡ് ആക്സസ് ചെയ്തു. എത്രയൊക്കെ മിനിറ്റ് ആണെന്നറിയാമോ? ഒന്ന് 10 സെക്കൻഡ്, ഒന്ന് 10 മിനിറ്റ് ഇട്ട് നോക്കുന്നതായിരിക്കും. അതായത് എന്താ സംഭവിക്കുന്നത്, ഇത് തന്നെയാണോ? അങ്ങനെ ശരി, ഇനി അത് ചെയ്തു എന്ന് തന്നെ ഇരിക്കട്ടെ. ആണെങ്കിൽ അങ്ങനെ ചെയ്യുന്നു എന്നുള്ള കേസും ദിലീപും പൾസർ സുനിലും തമ്മിലുള്ള ബന്ധവും തമ്മിൽ എന്താ കാര്യം? പക്ഷേ പാവപ്പെട്ട സാധാരണക്കാർക്ക് എന്തോ വലിയ കള്ളത്തരം നടക്കുന്നുണ്ട് എന്ന് ധ്വനിപ്പിക്കാനുള്ള മീഡിയ പ്രൊപ്പഗാൻഡയായിരുന്നു. ഇനി പേര് ആണിൻ്റെ പേരാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ആണിൻ്റെ പേര് പറയാമെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മാധ്യമപ്രവർത്തകനുള്ള ആൾ നമ്മുടെ നികേഷ് കുമാർ സാറാണ്. ഞാൻ സ്ഥിരം പറയുന്നതാണ്, നികേഷ് സാറിനെ എനിക്ക് ഇഷ്ടമാണ്. നമ്മുടെ ശബരിമലയിൽ ഉണ്ടായിരുന്ന ഒരു ദേവപ്രശ്നമൊക്കെ എക്സ്പോസ് ചെയ്യാൻ നികേഷ് കുമാർ സാറാണ് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത്. പക്ഷേ നികേഷ് സാറിൻ്റെ നേതൃത്വത്തിലാണ് ഈ കേസ് ഇത്രയും മോശമായത്. അല്ലെങ്കിൽ മീഡിയയുടെ വഴി കണ്ടിന്യൂസ്ലി ഇത് തന്നെ ചർച്ച ചെയ്ത് ഒരു പ്രൊപ്പഗാൻഡ മോഡിൽ കാര്യങ്ങൾ പോവുകയും, ഞാൻ അന്ന് തന്നെ നികേഷ് സാറിനോട് പറഞ്ഞു, ഞാൻ നികേഷ് സാർ വരുന്ന സ്ഥിരം തല്ലുകൂടുന്നു, എനിക്ക് വലിയ ഇഷ്ടമുള്ള ആളുമാണ്. പക്ഷേ ഒരു മെറിറ്റുമില്ല ഈ കേസിന്. ദിലീപിനും പൾസർ സുനിക്കും ബന്ധമുണ്ടെന്ന് തെളിയിക്കാൻ എവിടെയും ഒന്നുമില്ല എന്നുള്ളതാണ് സത്യം. ഈ സത്യത്തെ മറച്ചു വെച്ച് ഇനി അടുത്താണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ, നമ്മുടെ മനസ്സിൽ സ്ത്രീകളോടുള്ള നാച്ചുറലി തോന്നുന്ന ഇഷ്ടവും ബഹുമാനവും മുതലാക്കിക്കൊണ്ട്, നമുക്ക് അതിജീവിതമാരോട് തോന്നുന്ന എമ്പതിയും സിമ്പതിയും മുതലാക്കിക്കൊണ്ട് നമ്മളിലേക്ക് പ്രൊപ്പഗാൻഡ ഇഞ്ചക്ട് ചെയ്യുകയാണ്. അതായത് നമുക്കെല്ലാം ഒരു പെൺകുട്ടി, അവൾക്ക് പ്രത്യേകിച്ച് നമുക്ക് അറിയപ്പെടുന്ന ഇത്രയും വലിയൊരു അഭിനേത്രിയായ പെൺകുട്ടി, അവൾക്കൊരു ദുഃഖം ഉണ്ടായി എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം അവളുടെ കൂടെ നിൽക്കും. നമ്മളുടെ ആ ഇമോഷനെ കൂടി മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടാണ് ശ്രീ ദിലീപിനെതിരെ ആഞ്ഞടിക്കാൻ ആഗ്രഹിക്കുന്ന ചില ആൾക്കാർ. അവർക്ക് ആഞ്ഞടിക്കാൻ അവരുടേതായ കാര്യങ്ങളും ഉണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല, അവർക്ക് അവരുടെ ലൈഫ്. അപ്പോൾ ദിലീപിനെതിരെ അതിജീവിതയുടെ വേദന മുതലാക്കി ചില ആൾക്കാർ വളരെ വിദഗ്ധമായി മൂവ് ചെയ്തതുകൊണ്ടാണ് ശ്രീ ദിലീപിന് 85 ദിവസം കിടക്കേണ്ടി വന്നത്. അന്ന് ഞാൻ മാത്രമേ പറയുന്നുള്ളൂ, ഇത് ഞാൻ എന്തുമാത്രം ട്രോൾ ചെയ്യുന്നറിയോ? ഭാര്യ ദീപയെ കാണുകയുണ്ടായി. ദീപ എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് എന്തിൻ്റെ കേടാണ്, ദിലീപിൻ്റെ കേസിൽ പങ്കെടുക്കായിരുന്നു. ഞാൻ പറഞ്ഞു, ദീപ നമ്മുടെ കൺമുമ്പിൽ വെച്ചല്ലേ ഒരു തെറ്റും ചെയ്യാത്ത ഒരാൾ ജയിലിൽ പോകുന്നത്, നമ്മളതിനെ റെസ്പോണ്ട് ചെയ്യണ്ടേ? 85 ദിവസം ദിലീപേട്ടൻ ജയിലിൽ കിടന്നു. 85 ദിവസം എന്തിനു വേണ്ടി? ഒന്നുമില്ല. ഇനി 2 കോടതികളിൽ പോയി. ഇനിയും ദിലീപിനെതിരെ ഇവർ ഹൈക്കോടതിയിൽ പോയി, സുപ്രീം കോടതിയിൽ പോയി, ജഡ്ജി മാറ്റണമെന്ന് പറഞ്ഞ് പല കോടതികളും പോയി. ഒരു മെറിറ്റുമില്ല. അതായത് TV ചാനലുകളുടെ മേളിൽ വന്നിട്ട് പ്രൊപ്പഗാൻഡ പറയാൻ എളുപ്പമാണ്, കോടതിയിൽ എഴുതി കൊടുക്കുമ്പോൾ അത് പറ്റൂല. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെയാണ്, ആ മെമ്മറി കാർഡിന് എന്തോ പറ്റി, കോടതി ചോദിക്കുമ്പോൾ എന്ത് പറ്റി? അല്ല സാർ, ഹാഷ് വാല്യൂ മാറി. കോടതി ചോദിക്കുക, അത് അടുത്ത സിസ്റ്റത്തിൽ ഇട്ടാലും മാറൂലേ? അത് മാറും. കള്ളങ്ങൾ ആ രീതിയിൽ കോടതിയിൽ ഈ എന്താ പറയുക, ട്രയൽ ഘട്ടത്തിൽ പറഞ്ഞ് വിജയിപ്പിക്കുക ബുദ്ധിമുട്ടാണ്. ഇന്നും ശ്രീ ദിലീപിനെതിരെ ചില ആൾക്കാർ ക്യാമ്പയിൻ ചെയ്യാണ്, ബബ്ബ മൂവിക്കെതിരെ ക്യാമ്പയിൻ ചെയ്യുകയാണ്. എന്തുകൊണ്ടാണ്? ഈ പാവപ്പെട്ട മനുഷ്യർ പറഞ്ഞ് വിശ്വസിക്കുന്നത് ശ്രീ ദിലീപിനെ ദിലീപ് എന്തോ മാനിപ്പുലേറ്റ് ചെയ്യുന്നതാണ്. ഒറ്റ കാര്യം മാത്രം ചിന്തിച്ച് ആ ക്വസ്റ്റ്യൻ അവസാനിപ്പിക്കാം. മുഖ്യമന്ത്രി, മന്ത്രിമാർ, പോലീസ്, 99% മീഡിയ, അപ്പുറത്ത് നിൽക്കുന്ന കേസിൽ ശ്രീ ദിലീപ് ജയിച്ചത് ദിലീപിൻ്റെ കഴിവുകൊണ്ടല്ല, രാമപിള്ള സാറിൻ്റെ കഴിവുണ്ട്, അതുകൊണ്ടല്ല, ആ ജഡ്ജിയുടെ നന്മ കൊണ്ടാണ്. ആ നന്മയിൽ എനിക്ക് വിശ്വാസമുണ്ട്. ദിലീപിൻ്റെ കേസ് എന്ന് പറയുന്നത്, ദിലീപ് അത്ര പോപ്പുലർ ആയതുകൊണ്ട് ഇത്രയും ശ്രദ്ധ ആകർഷിച്ച കേസാണ്. ഇതിനപ്പുറത്തെ ഇതുപോലെ പ്രശ്നങ്ങളുണ്ടായിട്ടുള്ള ഇഷ്ടംപോലെ കേസുകളുണ്ട്. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ജയിലിൽ പോയിട്ട് ഒന്ന് കടന്നു കഴിഞ്ഞാൽ നമുക്ക് പലതും കേൾക്കാനും പലതും അറിയാനും സാധിക്കുമല്ലോ, കാര്യമാണ്. സോ ഇനിയിപ്പോൾ നമുക്ക് മെൻസ് കമ്മീഷൻ എന്ന് പറഞ്ഞ് നിങ്ങൾ അവകാശപ്പെടുന്ന, അല്ലെങ്കിൽ നിങ്ങൾ വേണമെന്ന് നിങ്ങൾ കുറേ വർഷമായി പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തെ പറ്റി പറയാം. എന്തുകൊണ്ടാണ് മെൻസ് കമ്മീഷൻ വേണമെന്ന്? ഈ മെൻസ് കമ്മീഷൻ വേണമെന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. അതായത് ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ ആണും പെണ്ണുമാണ്, അച്ഛനും അമ്മയുമാണ്.
നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ അമ്മമാരെ, പ്രത്യേകിച്ച് ബോയ്സ് ആകുമ്പോൾ അമ്മമാരെയാണ് ഇഷ്ടപ്പെടുന്നത്, അങ്ങനെ തന്നെ വേണം. പക്ഷേ ആ അമ്മയും അച്ഛനും ചേരുന്നതാണ് ഇപ്പോൾ മെൻസ് കമ്മീഷൻ. ഞങ്ങളടക്കം നേഷൻ വൈഡ് ആയിട്ടൊരു ടീം വർക്ക് ചെയ്യുന്നുണ്ട്. അവരുടെ അടക്കം എഫേർട്ട് കൊണ്ടാണ് ഇന്ന് രാജ്യസഭയിൽ ഓൾറെഡി മെൻസ് കമ്മീഷൻ അവതരിപ്പിക്കാൻ ഡോക്ടർ അശോക് കുമാർ മിത്തൽ, ആപ്പിൻ്റെ ആളാണ് അദ്ദേഹം. ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റിയുടെ ഒക്കെ വൈസ് ചാൻസലർ ആയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കി. അദ്ദേഹം അത് അവതരിപ്പിച്ചു. നമ്മുടെ നാട്ടിലും ഈ ഓരോ കേസുകളും എടുത്തു വെച്ച് നമ്മൾ കൃത്യമായിട്ട് പറയുന്ന കാര്യങ്ങളുണ്ട്. ഇതിലാദ്യം പറയുന്ന കാര്യം BBC അടക്കമുള്ള ഒരു കണക്കാണ്. 53% BBC കോട്ട് ചെയ്യുന്ന കണക്കാണ്. 53% പീഡന പരാതികൾ വ്യാജ പീഡന പരാതികളാണ് എന്ന് BBC കോട്ട് ചെയ്യുന്നൊരു ആർട്ടിക്കിളുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക, പകുതിയിലധികം പരാതികൾ ഇതാണ്. ഇനി അടുത്ത ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ആദ്യം പ്രത്യേകിച്ച് ഫെമിനിസ്റ്റുകളും ലിബറലുകളും ശ്രദ്ധിക്കാനാണ്. ഇതിലെ ആദ്യ വരി എന്താണെന്ന് അറിയാമോ? ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം, എന്നാലേ എൻ്റെ പ്രിസിഷൻ കിട്ടൂ. സ്ത്രീകൾക്കാണോ പുരുഷന്മാർക്കാണോ സമൂഹത്തിൽ കൂടുതൽ ലിംഗാധിഷ്ഠിതമായ പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വരിക എന്ന് നമ്മൾ ആത്മാർത്ഥമായി ചിന്തിച്ചാൽ അത് സ്ത്രീകൾക്ക് തന്നെയാണ് എന്ന് നിസ്സംശയം പറയാം. ഒരു സംശയവുമില്ല. നമ്മുടെ നാട്ടിൽ കൂടുതൽ പ്രശ്നം അനുഭവിക്കുന്നത്, അതായത് ഇത്തരത്തിലുള്ള പ്രശ്നം അനുഭവിക്കുന്നത് സ്ത്രീകൾ തന്നെയാണ് എന്ന് പറഞ്ഞ് നിരപരാധികളായ പുരുഷന്മാരെ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? അവിടെയാണ് നിഷ്പക്ഷമായി നമ്മളിത് ചിന്തിക്കണം. വനിതാ കമ്മീഷൻ വേണം, സ്ത്രീപക്ഷ നിയമങ്ങൾ വേണം. പക്ഷേ അത് പുരുഷന് എതിരെ വ്യാജമായി യൂസ് ചെയ്യാതിരിക്കാൻ മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഇനി അടുത്തത് കേരള ഹൈക്കോടതിയുടെ വിധികൾ കോട്ട് ചെയ്തിട്ടുണ്ട്. സുപ്രീം കോടതിയുടെ വിധി, അതായത് ഇന്ത്യയിലെ പരമോന്നത സുപ്രീം കോടതിയാണ്. സുപ്രീം കോടതി ഒരു പ്രയോഗം യൂസ് ചെയ്യുന്നുണ്ട് ഈ വനിതാപക്ഷ നിയമങ്ങൾ മിസ്യൂസ് ചെയ്യുന്നതിന്. സുപ്രീം കോടതി ഇതിനെ വിളിക്കുന്നത് ലീഗൽ ടെററിസമായിട്ട് ഇത് മാറുകയാണെന്നാണ്. നിയമം കൊണ്ടുള്ള തീവ്രവാദമായി, നിയമം കൊണ്ടുള്ള ഭീകരവാദമായി മാറുന്നു എന്നുള്ളതാണ്. കാരണം ഒരു പെണ്ണ് എന്തു പറഞ്ഞാലും അത് അന്ധമായി ശരിയാണെന്ന് വിശ്വസിച്ച് ആണിനെ ട്രാപ്പ് ചെയ്യുന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ വെക്കുന്ന 3 സിമ്പിൾ സജഷൻസാണ്, പെട്ടെന്ന് കേൾക്കുമ്പോൾ കൺവിൻസ്ഡ് ആകുള്ള കാര്യങ്ങൾ. ഒന്ന്, ഇപ്പോൾ നമുക്ക് ഈ പരാതിക്കാരിയുടെ പേര് പുറത്തു പറയാൻ കഴിയില്ല, നല്ലതാണ്, അത് പറയുകയും ചെയ്യാൻ പാടില്ല. അതേപോലെ കുറ്റാരോപിതൻ്റെ പേരും കോടതി തെറ്റുകാരനാണെന്ന് പറയുന്നത് വരെയോ പ്രഥമ ദൃഷ്ടി ആ കേസുണ്ടെന്ന് പറയുന്നത് വരെയോ വെളിയിൽ പറയരുത്. അതായത് സിമ്പിൾ. അപ്പം അങ്ങനെ ആകുമ്പോൾ ചില സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലൊക്കെ എക്സും വൈയും എയും ബിയും എന്നൊക്കെ പറഞ്ഞാണ് കേസ് കിടക്കുക എന്ന് പലപ്പോഴും നമ്മൾ കേൾക്കാം. ഈ ഇടയ്ക്ക് ഒരു വാർത്ത കണ്ടായിരുന്നേ, പോക്സോ കേസാണ്. എന്തോ ഒരു അധ്യാപകനെതിരെ കൊടുത്തൊരു കുട്ടി കൊടുത്തെന്തോ കേസെന്തോ ആണ്. ഈ പറഞ്ഞ പോലെ മലപ്പുറത്ത് ആ ഭാഗത്ത് എവിടെ ആണെന്ന് തോന്നുന്നു. ഇയാള് വാർത്തയൊക്കെ TV-യിലും വന്ന് നാണക്കേടായി ഇയാള് 10-100 ദിവസം അകത്ത് കിടന്ന് അവസാനം കൊച്ചിന്റെ എന്തോ വികൃതരം കണ്ടുപിടിച്ച് പറഞ്ഞതിന് കൊച്ച് പണി കൊടുത്തതാണ്. എന്നിട്ട് തിരിച്ചിറങ്ങി കഴിഞ്ഞിട്ട് ഏതെങ്കിലും TV-ക്കാർ വാർത്തയാക്കുവോ ഇയാൾ രക്ഷപ്പെട്ടു അല്ലെ ഇയാൾ തെറ്റുകാരനല്ലായിരുന്നു എന്ന്? അങ്ങനെ വാർത്തയാക്കി അത് ആരെങ്കിലും കാണുമോ? ഈ 11 വർഷം അങ്ങനെ നിയമപോരാട്ടം നടത്തുന്ന ഒരു മോഹൻദാസ് നന്ദുവാണ്, വലിയ വാർത്തയായിരുന്നു. 2-3 മാസം മുമ്പ് വന്നതാണ്. അദ്ദേഹം 3 വർഷത്തോളം ജയിലിലും മറ്റും കിടക്കുകയുണ്ടായി. വേറൊരാള് ഇതേപോലെ ഒരു പയ്യനും പെൺകുട്ടി തമ്മിൽ അഫെയർ, ഇയാളിത് കണ്ടുപിടിച്ചു, ഒരു മുതിർന്ന ആൾ കണ്ടുപിടിച്ചു, അയാളുടെ വീട്ടിൽ എന്തോ പറഞ്ഞു. അയാൾ പറഞ്ഞുകൂടായിരുന്നു, അത് വേറൊരു കാര്യം. പക്ഷെ പറഞ്ഞുകൊണ്ട് മറ്റേ പീഡന പരാതിയല്ലല്ലോ. അതുപോലെ ഒരു പയ്യനും ഒരു ആണുങ്ങൾ തമ്മിലുള്ള ഒരു പോക്സോ വിഷയം ഇതേപോലെ സംഭവിച്ചിരുന്നു. ആർക്കും ഈസിയായി കൊടുക്കാനും മിസ്യൂസ് ചെയ്യാനും കഴിയും. ആ പെൺകുട്ടിയുടെ മൊഴി മാത്രം മതി. നമ്മുടെ നാട്ടിൽ ഈ സ്ത്രീകൾക്ക് അനുകൂലമായ നിയമം കൊടുത്തത് അവർ മിസ്യൂസ് ചെയ്യില്ലെന്ന് വിശ്വസിച്ചുകൊണ്ടാണ്. അവിടെയാണ് സുപ്രീം കോടതി ഒരു കാര്യം പറയുന്നുണ്ട്, ഞങ്ങൾ സ്ത്രീകൾക്ക് പരിചകൾ, ഷീൽഡുകൾ കൊടുത്തു, പക്ഷേ ചില ആൾക്കാർ അതിനെ സ്വോർഡായിട്ടാണ്, വാളായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം ഞാനും പലപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഞാൻ വിചാരിക്കുന്നൊരു കാര്യമുണ്ട്. അതായത് ഇപ്പം നമ്മൾ വാർത്തകൾ നമ്മൾ കാണുമ്പോഴത്തേക്കിനും എപ്പോഴും ഒരാളൊരു പരാതി കൊടുത്ത് ആ പരാതിക്കെതിരെ കേസ് എടുക്കുമ്പോൾ തന്നെ ആ ആളെ അങ്ങോട്ട് പ്രതിയായിട്ട് കുറ്റക്കാരനായിട്ട് കണ്ടുകൊണ്ടാണ് കുറ്റക്കാരനായിട്ട് കാണിച്ചുകൊണ്ടാണ് വാർത്തകൾ വരുന്നത്. ഇപ്പം ഇത് പീഡന കേസ് മാത്രമല്ല കേട്ടോ, വേറെ എന്ത് കേസും ആവാം. സത്യം പറഞ്ഞാൽ നിങ്ങളൊരു പ്രതി മാത്രമാണ്, നിങ്ങളെ കോടതി ശിക്ഷിക്കുമ്പോൾ മാത്രമാണ് നിങ്ങളെ കുറ്റക്കാരനാവുന്നത്. ഇനി ഈ കോടതി ശിക്ഷിച്ച് നിങ്ങളെ കുറ്റക്കാരനല്ലെങ്കിൽ ഈ പ്രതിയായ പേരിൽ നിങ്ങൾ അനുഭവിച്ച മാനസിക വിഷമങ്ങളും തെറ്റായിട്ട് ആരെ വേണമെങ്കിലും പ്രതി ചേർക്കപ്പെടാം, തെളിവുകളില്ലാതെ, തെളിവുകളുടെ അഭാവത്തിൽ അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്ത തെളിവുകൾ വെച്ചിട്ട്. അപ്പോൾ ഇതൊക്കെ കൺട്രോൾ ചെയ്യേണ്ടതാണ്. നമുക്ക് നമ്മുടെ നാട്ടിൽ സ്വാതന്ത്ര്യമുണ്ട്, മാധ്യമ സ്വാതന്ത്ര്യമുണ്ട്, ജനാധിപത്യമുണ്ട്, അതെല്ലാം നമ്മൾ പറയും. പക്ഷേ എന്നിരുന്നാലും കുറച്ച് പേഴ്സണൽ സ്പേസ് എന്ന് പറയുന്നത് അത് ശരിക്കും കുറച്ചൊക്കെ ഹൈഡ് ചെയ്യപ്പെടേണ്ടതാണ്, അത് ആണുങ്ങൾക്ക് വേണ്ടതാണ്. അതുകൊണ്ടാണ് ഇത് നമ്മൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് നമ്മുടെ കേരളമാണ് ഈ പുരുഷ കമ്മീഷൻ ബിൽ 2025 കൊണ്ടുവന്നത്. നമുക്ക് ഫെബ്രുവരിയിൽ ഇത് എൽദോസ് കുന്നപ്പള്ളി, നമ്മുടെ പെരുമ്പാവൂർ MLA എൽദോസ് കുന്നപ്പള്ളി പ്രൈവറ്റ് ബില്ലായിട്ടാണ് ശ്രീ സുദ്ഭക്തിന് വേണ്ടി കൊണ്ടുവന്നതാണ്. എൽദോസ് കുന്നപ്പള്ളി 2025 ഫെബ്രുവരിയിൽ സ്പീക്കറിനോട് സമയം ചോദിക്കുകയും കിട്ടുകയും ചെയ്തതാണ്. അടുത്താണ് ശ്രദ്ധിക്കേണ്ടത്, എന്താ അവതരിപ്പിക്കാതിരിക്കുന്നതെന്ന് അറിയാം.
അത് സ്ത്രീ വിരുദ്ധരാണെന്ന് മീഡിയക്കാർ പറഞ്ഞാലോ എന്ന് പേടിച്ചാണ്. നമ്മൾ സ്ത്രീകൾക്ക് അനുകൂലിക്കുന്നവരാണ്. ഈ ഒരു പുരുഷൻ അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ ഒന്ന് ഓർക്കുക, നമ്മുടെ മകൻ, നമ്മുടെ സഹോദരൻ, നമ്മുടെ അച്ഛൻ, നമ്മൾ ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ്. നമ്മുടെ മകൻ, നമ്മുടെ അച്ഛൻ, നമ്മുടെ സഹോദരൻ ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ്. അങ്ങനെ വ്യാജ പരാതികളിൽ പെട്ടുപോയ പ്രമുഖരുടെ, എല്ലാവർക്കും അറിയാവുന്ന പ്രമുഖരുടെ പേരാണ് പറയുന്നത്. ഉമ്മൻചാണ്ടി സാർ, ശ്രീ നിവിൻ പോളി, ശ്രീ ദിലീപ്, ശ്രീ സിദ്ദിഖിനൊക്കെ സുപ്രീം കോടതിയിൽ 3 or 4 ഹിയറിങ്ങിന് ശേഷമാണ് അദ്ദേഹത്തിന് ജാമ്യം കിട്ടുന്നത്. നമ്മുടെ കുട്ടിക്കൽ ജയചന്ദ്രൻ 6 മാസം ഒളിവിലായിരുന്നു. അവരുടെ ഫാമിലി ഡിസ്പ്യൂട്ടാണ്. അത് പറഞ്ഞപ്പോഴാണ് നിങ്ങളുടെ കേസ് വന്ന സമയത്ത് സന്ദീപ് വാര്യരുടെ പേരും പറയുന്നുണ്ടായിരുന്നല്ലോ. പക്ഷെ അത് പിന്നെ കണ്ടില്ല, പുള്ളി സൈലന്റ് ആയി. ഇതിന്റെ തമാശ എന്താ അറിയോ, ഞാനതിൽ 5ാം പ്രതിയാണ്. അതായത് പോലീസ് ഇട്ടിരിക്കുന്ന കേസിൽ പോലും ഞാൻ 5ാം പ്രതിയാണ്. ഇതിന്റെ കാര്യമേ ഫ്രിവിലസായ മെറിറ്റ് ഇല്ലാത്ത കേസിടാൻ പോലീസിന് പറ്റും. പെട്ടെന്ന് കൗതുകമുള്ളൊരു കാര്യം പറയാം. രാഹുൽ ഈശ്വർ കുറച്ചുകൂടെ സാധാരണക്കാരനാണല്ലോ. ദിലീപ് 4 പോലീസുകാരനെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞൊരു കേസ് ഇട്ടില്ലേ, അതെന്തായി? ആർക്കും അത് അന്വേഷിക്കണ്ടേ? ദിലീപ് 4 പോലീസുകാർ, അതാണ് ഗ്രൂപ്പിലിട്ട് തട്ടും തുടങ്ങിയ നമ്മുടെ ഇപ്പം മരിച്ചുപോയ ബാലേന്ദ്രകുമാറൊക്കെ പറഞ്ഞ് എന്തായി 4 പോലീസുകാരെ കൊല്ലുക എന്ന് പറഞ്ഞാൽ എന്ത് സീരിയസ് ആയിരുന്നു. 4 പോലീസുകാരെ കൊല്ലാൻ കൂടാതെ നടത്തി ചുമ്മാ പറയുവാണ്. ഇതിൻ്റെ ചുമ്മാ പറഞ്ഞാൽ നഷ്ടമില്ലാത്ത എന്തറിയോ, ഞങ്ങൾക്ക് അന്വേഷിക്കണം ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഞങ്ങൾക്ക് ഇത് ഒരു കൗതുകം കൂടെ വെച്ച് പറയാം. ഏതുപോലെയാണെന്നറിയാമോ, ആരെയും മോശമാക്കാനല്ല. നമ്മുടെ അക്കരയിൽ മോഹൻലാൽ ശ്രീനിവാസൻ മോഹൻലാലിനോട് നമ്മളിപ്പം വിട്ടുവരുന്ന ശ്രീനിവാസൻ ഒരു ഡയലോഗ് പറയും, എടാ നമ്മൾ പറയുന്നു പോൾ ബാർബർ ഫ്രാൻസിലേക്ക് പോയി, അപ്പം ഡിപ്പാർട്ട്മെന്റ് നമ്മളെ ഫ്രാൻസിലേക്ക് അയക്കുന്നു. നമ്മൾ ഫ്രാൻസിൽ നിന്ന് പറയും ഇറ്റലിയിലേക്ക് പോയി, അപ്പോൾ നമ്മൾ ഇറ്റലിയിലേക്ക് പോകും. അങ്ങനെ ഓരോരോ രാജ്യങ്ങളെ നമ്മൾ കണ്ടു തീർക്കും. നിങ്ങൾ ജയിലിൽ കിടക്കുമ്പോൾ ഇവിടെ വേറെ കാര്യം സംഭവിച്ചു, നിങ്ങൾ അറിഞ്ഞാണല്ലോ. നിങ്ങൾ ആർക്ക് വേണ്ടി ആണോ പറഞ്ഞത് ആ ആൾക്ക് കോടതി ജാമ്യം കൊടുത്തു. അതെ ഞാൻ ഇപ്പൊ 1-2 ഇത് കണ്ടു, മറ്റേ പത്രങ്ങളിലുള്ള രാഹുൽ പുറത്ത് ഈശ്വർ അകത്ത്. എനിക്ക് തോന്നുന്നു MAB സഹ അടക്കമുള്ള ആൾക്കാർ, MAB സഹ വളരെ മുതിർന്ന ആളാണ്. അദ്ദേഹം തന്നെ ഒരു പ്രസ്താവനയിൽ എന്തോ കോടതി വിധിയിൽ ആശങ്ക എന്നൊക്കെ പറഞ്ഞ് എന്നെ ന്യായീകരിച്ചല്ല, പക്ഷേ അക്യൂസ്ഡ് ആയ രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തു. അദ്ദേഹം തെറ്റ് ചെയ്തതിലാണ് പറയുന്നത്. രാഹുൽ ഈശ്വർ അകത്തും കിടക്കുന്ന ഒരവസ്ഥ. പക്ഷേ അതൊരു എന്താ അനുഭവമായിരിക്കാം, ദൈവം അങ്ങനെ അനുഭവം. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യങ്ങളൊന്നും സംസാരിക്കാം, ഇത്ര സംസാരിച്ചില്ല, നമ്മൾ അധികം സംസാരിക്കാൻ പറ്റില്ല, എന്നാലും പറയാം. ശരിക്കും രാഹുലിന്റെ കേസും ഈ പറഞ്ഞ പോലെ മാനിപ്പുലേറ്റഡ് ആണെന്ന് രാഹുൽ കരുതുന്നു. രാഹുൽ ഈശ്വർ പറയുന്നത് നിങ്ങൾ എടുക്കണ്ട. കോടതി ഇപ്പൊ 2ാമത്തെ കേസിനെ കുറിച്ച് എനിക്ക് കൂടുതൽ കോൺഫിഡന്റ് ആയിട്ട് പറയാം. ആദ്യത്തെ കേസുമായിട്ട് ഞാനും ബന്ധമൊന്നും മാങ്കൂട്ടത്തിൽ അത്ര കോൺഫിഡന്റ് ആയതുകൊണ്ടാണ് അയാള് ജാമ്യം ആദ്യം നിഷേധിച്ചിട്ടും അയാള് പിടികൊടുക്കാതെ ഹൈക്കോടതിയിൽ പോവുകയും, ഹൈക്കോടതിയിൽ നിന്നല്ല ജാമ്യം കിട്ടിയ, അല്ല സെഷൻസിൽ നിന്ന് കിട്ടി. എനിക്ക് ജില്ലാ കോടതിയിൽ നിന്ന് കിട്ടിയെന്ന് പോയി ജാമ്യം കിട്ടുകയും വന്നതൊക്കെ കുറെ കാലം ഒളിവിൽ. എന്തിനാണ് ഇനി രാഹുൽ ഈശ്വറിനെ വിശ്വസിക്കേണ്ട? തർക്കമില്ലാത്തൊരു കാര്യം പറയട്ടെ, 2ാമതൊരു പരാതി വന്നു. അതായത് ബാംഗ്ലൂരിലൊരു ആളുടെ പരാതി എന്ന് പറഞ്ഞു. ആ പരാതി കള്ളത്തരമാണെന്ന് എല്ലാവർക്കും അറിയാം, കോടതിയും പറഞ്ഞില്ലേ ആ പരാതിയിൽ സംശയമുണ്ട് എന്ന് കോടതി പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിന് കള്ളത്തരമാണെന്നാണ് അർത്ഥം. എന്തിനാ കൊടുക്കുന്നതെന്ന് അറിയാമോ? അതായത് ഈ കേസിൽ മെറിറ്റ് ഇല്ലല്ലോ എന്ന് മറ്റേ കേസിൽ കോടതി ചോദിക്കുമ്പോൾ പോലീസുകാരെന്ന് പറയുന്നത്, സാർ ഇയാളൊരു റിപ്പീറ്റ് ഒഫൻഡറാണ്, വേറൊരു പരാതിയും കൂടെ കിട്ടിയിട്ടുണ്ട്. ബാംഗ്ലൂരിൽ പോയി ആരുടെ എന്തെങ്കിലും പരാതി എഴുതി കൊടുത്തതാണ്. ആ പെൺകുട്ടി ആരെന്ന് ആർക്കെങ്കിലും അറിയാൻ പറ്റൂ? ഏതെങ്കിലും കേസിലൊക്കെ പെട്ടുപോകുന്ന പെൺപിള്ളേർ കാണും, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ട്രബിൾ നിൽക്കുന്ന പെൺപിള്ളേർ കാണും, പോലീസുകാരുടെ സഹായം വേണ്ട പെൺപിള്ളേർ കാണും. പോലീസുകാരോട് എന്ത് പറയും, നീ ഒരു കാര്യം ചെയ്യും, പരാതി എഴുതാം, അല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും, ഒപ്പിട്ട് തന്നാൽ മതി എന്ന് പറയും. എന്നിട്ട് ആ പെൺകുട്ടി എന്ത് ചെയ്യും, പോലീസുകാരുടെ ഫേവറിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കും. ആ പെൺകുട്ടിയാരെന്ന് ആർക്കും ഒരിക്കലും അറിയാൻ പറ്റില്ല. അറിഞ്ഞു കഴിഞ്ഞാൽ എന്താ പ്രശ്നം? പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഇതാവും കാര്യം, അത് ജീവിതമായിട്ട് ഡിഫൈൻ എന്ന് പറയും. ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ 2ാമത്തെ കേസ് കള്ളക്കേസാന്ന് അബ്സല്യൂട്ട്ലി ഉറപ്പാണല്ലോ, സംശയമില്ല. കോടതി പറഞ്ഞു. ഇനി 1ാമത്തെ കേസിൽ തന്നെ കോടതി പറഞ്ഞത് പീഡനം അടക്കമുള്ള വകുപ്പുകൾ നിലനിൽക്കില്ല എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അത് വ്യാജ പരാതി എന്നല്ലേ അർത്ഥം? അതായത് പരസ്പരം കൺസെൻറ്റോടുകൂടി 2 വ്യക്തികൾ അവരുടെ ബന്ധത്തിലേക്കോ ഇൻറ്റിമേറ്റ് മൊമെൻറ്റ്സിലേക്കോ പോകുന്നതിന് കുറച്ച് കാലം കഴിഞ്ഞ് പീഡനമെന്ന് വിളിച്ചു കഴിഞ്ഞാൽ എന്തൊരു കഷ്ടമാണ്. ഇനി സുജിത് ഭക്തൻജി സീരിയസ് ആയി ചിന്തിക്കേണ്ട ഒരു കാര്യവും, ഞാൻ ഏറ്റവും വലിയ ഫാനായുള്ള വ്യക്തി ശശി തരൂരിൻ്റെയാണ് കേട്ടോ. ശശി തരൂർ കടുത്ത ഫാനാണ് ഞാൻ. പക്ഷേ ശശി തരൂർ ഇപ്പം ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹം, ശശി തരൂർ ഒരു മാരിറ്റൽ റേപ്പ് ബില്ല് ഇപ്പോൾ അവതരിപ്പിച്ചിട്ടുണ്ട്, പ്രൈവറ്റ് മെമ്പർ ബില്ലായിട്ട്. എന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും ഉടക്കുന്നു എന്നിരിക്കട്ടെ, ഭാര്യയ്ക്ക് ഭർത്താവ് തന്നെ റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞ് പരാതി കൊടുക്കാം എന്ന് പറഞ്ഞ ആ പ്രശ്നം. ഞാൻ എൻ്റെ കേസ് വെച്ച് പറയാം. വേറെ ആര്, ഞാനും ദീപയും ഇപ്പം നല്ല സ്നേഹത്തിൽ പോകുന്നു, നല്ല കാര്യമായിട്ട് പോകുന്നു. ദീപയാണ് ശരിക്കും ഹീറോ. ദീപ നമ്മുടെ കുട്ടിക്കൽ ജയചന്ദ്രൻ്റെ വൈഫ് സെറീനയെ പോലെ ഫൈറ്റ് ചെയ്ത് എനിക്ക് വേണ്ടി നിന്ന് ജാമ്യത്തിന് പോയി എല്ലാം നേടി. ദീപയുടെയും എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് പ്രവീൺ, ദീപയുടെയും പ്രവീണിൻ്റെയും ക്രെഡിറ്റാണ്, പിന്നെ അമ്മയുടെയും ഒക്കെ ക്രെഡിറ്റാണ് എല്ലാം. ദീപയെ ഞാനൊരു 10 വർഷം കഴിഞ്ഞ് ഉടക്കിയെന്നിരിക്കട്ടെ, ദീപ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല, ഉടക്കിയെന്നിരിക്കട്ടെ. ദീപയുടെ അഡ്വക്കേറ്റ് എന്ത് പറയുന്നറിയാമോ?
കൂടുതൽ ജീവനാംശം കിട്ടാൻ, മക്കളുടെ കസ്റ്റഡി കിട്ടാൻ ഒരു കാര്യം ചെയ്യും, 2020 റേപ്പ് ചെയ്തെന്ന് എഴുതി കൊടുക്കാൻ പറയും. സി അതൊരു ഈസി സ്കോപ്പാണ്. സി അപ്പം ആർക്കും മിസ്യൂസ് ചെയ്യാൻ വേണ്ടി അഡ്വക്കേറ്റ്സിന് കൂടുതൽ, എല്ലാ പക്ഷത്തെ അഡ്വക്കേറ്റ്സിന് കാശുണ്ടാക്കാനുള്ളൊരു സ്പേസാണ്. ഞാൻ ഇനി ഇതില്ലെന്ന് എങ്ങനെ തെളിയിക്കും? അതായത് വേറൊരു കേസിലാവുമ്പോൾ നമുക്ക് മെസ്സേജൊക്കെ വെച്ച് നമ്മൾ ബന്ധത്തിലായിരുന്നു, ഇഷ്ടത്തിലായിരുന്നു എന്ന് പറയാം. സ്വന്തം ഭാര്യയാവുമ്പോൾ എങ്ങനെ തെളിയിക്കും? ഇതിൻ്റെ ഏറ്റവും എക്സ്ട്രീം ഇതുപോലത്തുള്ള കേസുകളുടെ അബ്സർഡിറ്റിയാണ്. ജിതേന്ദ്ര എന്നൊരു സിനിമ നടന്ന ഓർമ്മയാണ്, പഴയ തുഷാർ കപൂറിൻ്റെ ഒക്കെ അച്ഛൻ. ജിതേന്ദ്രക്കെതിരെ ഒരു സ്ത്രീ വന്ന് കേസ് കൊടുത്തിട്ട് പറഞ്ഞു, 48 വർഷം മുമ്പ് ഇയാൾ എന്നെ മീറ്റു ചെയ്തു. 48 വർഷം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ പുറകിലോട്ട് പോയാൽ മഹാത്മാഗാന്ധിയൊക്കെ കാണാം, സ്വാതന്ത്ര്യ പോരാട്ടം കാണാം. 48 വർഷം മുമ്പ് എന്നെ മീറ്റു ചെയ്തു. ഇത് ഒന്ന് ആലോചിച്ച് നോക്കൂ, എങ്ങനെ തെളിയിക്കുകയോ തെളിയിക്കാതിരിക്കുകയോ ചെയ്യും? അപ്പം എന്ത് ചെയ്യും? പോലീസുകാർ സേഫായിട്ട് എന്ത് ചെയ്യുമെന്നറിയോ? പരാതി എഴുതി തന്നു. അപ്പം ജിതേന്ദ്ര അയാൾ രക്ഷപ്പെട്ടു. ഹിമാചൽ പ്രദേശിലെ ഹൈക്കോടതി വന്നവൻ രക്ഷപ്പെട്ടു. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ പോലീസുകാർ, നീ ഒരു കാര്യം ചെയ്തു, ഒരാഴ്ച ജയിലിൽ കിടാ, ഈ ജയിലിൽ കിടന്നു കഴിഞ്ഞ് നിനക്ക് ജാമ്യം കിട്ടും, പോവും. ഇങ്ങനെ എത്ര പേര് കിടക്കുന്നു എന്നറിയാമോ? ഈ പല കിടക്കുന്ന ആൾക്കാരും വെളിയിൽ വന്ന് ഈ വേദന പറയില്ല. കാര്യം ആണുങ്ങൾക്കും ആ ട്രോമ ഭയങ്കരമായിട്ട് ഉണ്ടാവും. ആ ട്രോമയിൽ അവർ പെട്ടുപോവുകയും അവർക്കത് ഡിപ്രഷനിലേക്ക് പോവുകയും, പ്രത്യേകിച്ച് നമ്മൾ ആണുങ്ങൾ ചെറിയ പ്രായം തൊട്ട് വേദനയും വിഷമവും വെളിയിൽ പറയരുതെന്നുള്ള തെറ്റിദ്ധാരണയെ ജീവിക്കുന്നവരാണ്. അല്ലെങ്കിൽ നമ്മളെ അങ്ങനെയാണ് കോച്ച് ചെയ്യുന്നത്, നീ ആണാണ്, നീ കരയരുത്, സ്ട്രോങ് ആണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ ട്രോമയിൽ അവരുടെ ജീവിതകാലം ഇല്ലാതാവും. സി ഇത് നോബഡി ബോദേഴ്സ്. മാങ്കൂട്ടത്തിൻ്റെ കേസിൽ എന്താ? 2 കേസ്. രണ്ടാമത്തെ കേസ് ബാംഗ്ലൂരിൽ നിന്ന്, ഒന്നാമത്തെ കേസ് നമുക്കറിയുന്ന കേസ്. രണ്ടാമത്തെ കേസ് പരാതി നിലനിൽക്കുമോ എന്ന് ബഹുമാനപ്പെട്ട കോടതി സംശയം പ്രകടിപ്പിച്ചു. എന്ന് പറഞ്ഞാൽ അത് കോടതിയുടെ ഭാഷയിൽ ഇത് വ്യാജ കേസാണെന്നുള്ളത് ഭംഗിവൽക്കരിച്ച് പറയുന്നതാണ്. അതായത് കോടതി ഒരിക്കലും ഇയാൾ നിരപരാധിയാന്ന് പറയില്ല. കോടതി പറയുന്നത് എന്താ? പ്രോസിക്യൂഷൻ ഇയാൾക്കെതിരെയുള്ള കുറ്റം തെളിയിക്കാൻ പറ്റിയില്ല. അത് കോടതി ഭാഷയാണ്. സംശയം പ്രകടിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഇയാൾക്കെതിരെയുള്ള കേസ് വ്യാജം. സംശയം തീർന്നല്ലോ. ആദ്യത്തെ കേസ് ഇവർ തമ്മിൽ ഇഷ്ടമായിരുന്നില്ലേ, ഇവർ തമ്മിൽ ബന്ധമായിരുന്നില്ലേ? അങ്ങനെ ഇവർ ഫോർ എ റിലേഷൻഷിപ്പ് ആൻഡ് ഫോർ എ കിഡ് പരസ്പരം ഇൻറ്റിമേറ്റ് മൂമെൻറ്റ്സിലേക്ക് പോവുകയാണെങ്കിൽ അതെങ്ങനെയാണ് പീഡനമെന്ന് പറയുക? കോടതി അത് നിലനിൽക്കില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പേപ്പറിൽ വായിച്ചു, ഞാൻ ജയിലിലുള്ള അതുകൊണ്ട് പേപ്പറിൽ വായിച്ചു. അപ്പോൾ ബാക്കിയാ ഇത് വേണമെങ്കിൽ നമുക്ക് ഡിബേറ്റ് ചെയ്യാം. എൻ്റെ കേസിൽ ഇത് തന്നെയാണ്, 3 എണ്ണം വിട്ടു. കോടതിക്ക് ആദ്യം 2 എണ്ണം നിൽക്കില്ലെന്ന് ഉറപ്പായിരുന്നു. അപ്പം എന്നാൽ 3-ാമത്തെ തന്നെ ഇരിക്കട്ടെ. ഇത് ഈ വാരി വെതറുകയാണ്. ഏതുപോലെ എന്ന് പറഞ്ഞാൽ നമ്മുടെ മറ്റേ വഴിയിലെ വഴിക്കച്ചവടക്കാർ വിൽക്കൂലേ, 10 എണ്ണം നമ്മുടെ മുമ്പിൽ എടുത്തിടും, ഏതെങ്കിലും 2 എണ്ണമെങ്കിലും നമ്മൾ എടുക്കുമല്ലോ എന്ന് വിചാരിച്ചു. പോലീസ് അങ്ങനെ വാരി വിതറും. ഞാൻ തമാശയൊന്നുമല്ല, പോലീസുകാരെ അറിയാൻ ചോദിച്ചാൽ മതി, അവർ ഏതെങ്കിലും ഒരു പോഡ്കാസ്റ്റ് പോലീസുകാരനെ വിളിച്ചാൽ മതി. വാരി വിതറിയിടും. അപ്പം വാരി വിതറിയിടും. അപ്പം ഏതെങ്കിലും ഒന്നെങ്കിലും കിടക്കട്ടെ എന്ന് വിചാരിക്കും. കോടതിയിൽ 10 എണ്ണം പറയുമ്പോൾ അവസാനം കോടതിയോട് ഇങ്ങനെ തന്നെ പറയും. ഏതെങ്കിലും ശ്രീ ദിലീപിൻ്റെ കേസ് ഇതുമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിലെ കണക്ട് ചെയ്ത് പറയാം. ഒരിക്കൽ ശ്രീ ദിലീപിന് ജാമ്യം നിഷേധിക്കാൻ പോലീസ് കോടതി പറഞ്ഞത് ദിലീപിന് ജാമ്യം കൊടുത്താൽ സമൂഹത്തിന് തെറ്റായ സന്ദേശമാണെന്നാണ്. കോടതി ചോദിച്ചു അതെങ്ങനെയാണ്? ദിലീപിന് ജാമ്യം കൊടുത്ത സമൂഹം ഒന്നും പറയാനില്ലാത്തപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ്, അതായത് ഇതൊരു ഡിബേറ്റ് കോമ്പറ്റീഷൻ അല്ല. പ്രോസിക്യൂഷനിലെ അഡ്വക്കേറ്റ്സ്, നമ്മുടെ കൂടെയുള്ള അഡ്വക്കേറ്റ്സ് തന്നെയാണ് പലരും. അവർ മനസ്സിലാക്കേണ്ടത് വേറൊരാളുടെ ജീവിതം, ജോലി. ഇപ്പം ഞങ്ങൾക്കൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, അത്യാവശ്യം അറിയപ്പെടുന്നവരും മറ്റു കാര്യങ്ങളുമാണ്. പാവപ്പെട്ട അങ്ങനെ ടെക്നോ പാർക്കിൽ 2 പേർക്ക് ജോലി പോയിട്ടുണ്ട്. ഒരു അഫെയറിലായിരുന്നു ഈ 2 പേരും മുമ്പ്. പെൺകുട്ടി വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു കൊടുത്തു. 2-3 ആഴ്ചയ്ക്ക് ശേഷം പോലീസുകാർ നിരപരാധിയാണെന്ന് കണ്ടെത്തി കൊടുത്തു. പക്ഷേ 2 ആഴ്ച എന്തോ ജയിലിൽ കിടന്നു. അവനെ തിരിച്ച് കമ്പനിയിൽ ജോലി കിടക്കുന്നില്ല, ജയിലിൽ കിടന്നു. പേപ്പറിൽ ആ വാർത്തയുണ്ട്. തിരിച്ചു വന്നാൽ ഏതെങ്കിലും പത്രക്കാരൻ വാർത്ത കൊടുക്കും. നാളെ അവനൊരു PCC വാങ്ങിക്കണേ പോലും ഇത് വരില്ലേ? നാളെ ഇപ്പം കമ്പനീസ് എല്ലാം ചെയ്യുന്നത് എന്താ? ഇന്റർനെറ്റിലാണ് ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ഒക്കെ ചെയ്യുന്നത്. ചെയ്യുമ്പോൾ ജയിൽ, പോക്സോ. ഇപ്പം നാളെ എൻ്റെ കമ്പനിയിലേക്ക് വന്നാൽ ഞാൻ വിചാരിക്കുമോ എന്തിനാ റിസ്ക് എടുക്കണ്ടേ? ഞാൻ ഇപ്പം നമ്മൾ ജോലി അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ നോക്കുന്നുണ്ട്. അങ്ങനെ ആണിൻ്റെ ജീവിതം ഒരു വ്യാജ പരാതി ഇല്ലാതാകാം. ഇനി ആണിൻ്റെ ആയതുകൊണ്ട് പേരെടുത്ത് പറയാം, ബൈക്ക് ഓർമ്മയുണ്ടോയെന്നല്ല, പണ്ട് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമപ്രവർത്തകരിൽ ഒരാളായിരുന്നു ഗൗരിദാസൻ നായർ, ദി ഹിന്ദു പത്രത്തിൻ്റെ എഡിറ്ററും മറ്റുമാർ. ഗൗരിദാസൻ നായർ സാർക്കെതിരെ ഇതേപോലൊരു ബ്ലോഗിൽ ഒരു പെൺകുട്ടി പേര് പറയാതെ വ്യാജമായിട്ടൊരു പരാതി അല്ലെങ്കിൽ പരാതി ഉന്നയിച്ചു. താഴെ കമൻറ്റ് സെക്ഷനിൽ വന്ന് വേറൊരു പെൺകുട്ടി എന്ന പേരുള്ള ഒരാളോ പറഞ്ഞു ഇത് ഗൗരിദാസ് നായരല്ലേ. ദി ഹിന്ദു പോലെ ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖ പത്രത്തിൽ നിന്ന് പുള്ളിക്ക് VRS എടുക്കാൻ നിർബന്ധിതനായി. പുള്ളി അതിനുശേഷം എവിടെ ഒരു മീഡിയയിലോ സാധനങ്ങളിലോ ഒന്നും കാണില്ല. ഹീ റിസീഡഡ് ഇൻ ടു ഒബ്ലീവിയൻ. ആ വ്യക്തിയുടെ കരിയർ ലൈഫ്, പുള്ളിക്കൊരു മകനില്ലേ, പുള്ളിയുടെ മകൻ്റെ സുഹൃത്താണ്, അങ്ങനെയാണ് കുറച്ചുകൂടി ഡീറ്റെയിൽസ് അറിയുന്നത്. പുള്ളിക്ക് വൈഫ്, മകൻ,
ഈ വ്യാജ ആരോപണങ്ങൾ ഇവർക്ക് ഫാമിലിയും കുടുംബവും ഇല്ലേ? എത്ര പേരുടെ ജീവിതമാണ് അങ്ങനെ തകരുന്നത് എന്ന് ഇത് മനസ്സിലാക്കുന്നില്ല. പെട്ടെന്ന് ഇതിലെ ഏറ്റവും പ്രമാദമായ കേസും കൂടെ പറയാം. നാഷണൽ ലെവലിൽ ഞങ്ങളുടെയൊക്കെ ലീഡറായി വർക്ക് ചെയ്യുന്ന ഒരു സ്ത്രീയാണ്, അതും കൂടെ അറിഞ്ഞിരിക്കണം. നാഷണൽ ലെവലിൽ പുരുഷാവകാശങ്ങൾക്ക് വേണ്ടിയുള്ള ഏറ്റവും വലിയ പോരാളി ദീപിക ഭരദ്വാജ് എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ്. അവരുടെയും കുടുംബത്തിൽ ഇതേപോലെ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടാണ് അവർ ഫൈറ്റ് ചെയ്യുന്നത്. ഇതേപോലെ ഉത്തർപ്രദേശിലാണെന്ന് തോന്നുന്നു, ഉത്തർപ്രദേശിൽ നോർത്ത് ഇന്ത്യയിലാണ്, രാം തിവാരി എന്നൊരാൾക്ക് എതിരെ ഒരു കേസ് വന്നു. ഇയാൾ +2 പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ റേപ്പ് ചെയ്തു, പ്രഗ്നൻ്റ് ആക്കി അബോർട്ട് ചെയ്യിച്ചു. 7 വർഷം, കൊറോണയുടെ കൂടെ കാലമാണ്, 7 വർഷം പുള്ളി ജയിലിൽ കിടന്നു. 7 വർഷത്തിന് ശേഷം കോടതി എന്ത് കണ്ടെത്തിയെന്നറിയാമോ? ഈ പെൺകുട്ടി റേപ്പ് ചെയ്യപ്പെട്ടിട്ടില്ല, പ്രഗ്നൻറ്റും ആയില്ല, അബോർട്ടും ചെയ്യപ്പെട്ടിട്ടില്ല. സ്കൂളിലെ എന്തോ പ്രശ്നത്തിൻ്റെയും ഇതിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തതാണ്. ഒരാളുടെ ലൈഫിലെ 7 വർഷം പോകുന്നു എന്ന് പറഞ്ഞാൽ ഒരാളുടെ ആയുഷ്കാലത്ത് 7 വർഷം ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഈ ആൾക്ക് തിരിച്ചെന്തെങ്കിലും ചെയ്യാൻ പറ്റും? ഇപ്പോഴത്തെ നിയമത്തിലുള്ള ശ്രീ ദിലീപേട്ടൻ അതാണ് ചെയ്യാൻ പോകുന്നത്. മലീഷ്യസ് പ്രോസിക്യൂഷൻ എന്ന് പറഞ്ഞൊരു വകുപ്പുണ്ട്. ആ മലീഷ്യസ് പ്രോസിക്യൂഷൻ വെച്ച് നമുക്ക് തിരിച്ച് കംപ്ലൈൻറ്റ് ചെയ്യാം. പക്ഷേ ജയിക്കാനുള്ള സാധ്യത കുറവാണ്. അത് വീണ്ടും അനന്തകാലം പോകും. ഒരാണിന് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താ അറിയോ? എങ്ങനെങ്കിലും ഇറങ്ങിക്കഴിയുമ്പോൾ ഭഗവാനെ ഒന്നും വേണ്ട, രക്ഷപ്പെട്ടല്ലോ എന്ന് പറഞ്ഞ് പോകും. നിവിൻ പോളി, ശരി, നമ്മുടെ നാട്ടിലെ എക്സാമ്പിൾ വെച്ച് പറയാം. നിവിൻ പോളി ഏറ്റവും പ്രമുഖനായ നമ്മുടെ ആക്ടറാണല്ലോ. നിവിൻ പോളി DGPക്ക് പരാതി കൊടുത്തു, എനിക്കെതിരെ ഗൂഢാലോചനയാണെന്ന് പറഞ്ഞ് നിവിൻ പോളിക്കെതിരെ വ്യാജ പരാതി. എന്തെങ്കിലും ആക്ഷൻ ഉണ്ടായോ? ഒരാക്ഷൻ ഉണ്ടാവില്ല. നമ്മുടെ മുകേഷ് ഏട്ടനെതിരെ, അത് മുകേഷ് ഏട്ടനെ പോലെ നമ്മൾ ലാലേട്ടൻ്റെ ലെവലിൽ കാണുന്ന ഒരാളാണ് മുകേഷ് ഏട്ടൻ. മുകേഷ് ഏട്ടനെതിരെ 11 പേർക്ക് വ്യാജ പരാതി കൊടുത്തൊരു സ്ത്രീ ഇതേപോലെ വ്യാജ പരാതി വന്നു. പുള്ളിയെ എത്രമാത്രം ആക്രമിച്ചു. ഇതിനൊരു അവസാനം വേണ്ടേ? ആ അവസാനമാണ് പുരുഷ കമ്മീഷൻ. നാളെ നിങ്ങളും എനിക്കും നമുക്കും പ്രൊഫഷണൽ റൈവലറി ആകാം, ജലസി ആകാം, നമുക്കൊരു പണി തരണം. അങ്ങനെ ഒരുപാട് പേര്, മുകേഷ്, മറ്റേ സിനിമാടൻ മുകേഷ്, മറ്റേ യൂട്യൂബ് ഇൻഫ്ലുവൻസർ മുകേഷ്, ഒരുപാട് പേർക്കെതിരെ ഈ വ്യാജ പരാതി വന്നിട്ടുണ്ട്. അവർക്ക് വ്യാജ പരാതി വരുമ്പോഴേ അവർക്ക് ഈ പൊള്ളലറിയും. ഇപ്പം നമ്മുടെ ഇതിൽ കൂടെ കൗതുകമുള്ള ഇപ്പോൾ ഹണി റോസിൻ്റെയും, ഇപ്പം എനിക്ക് പറയാൻ കേട്ടോ, ആ കേസൊന്നും ഇല്ലാത്തതുകൊണ്ട് ഹണി റോസ്, റിനി പോലുള്ള ആൾക്കാർ, ഹണി റോസ് ബോബി ചെമ്മണ്ണൂരിന് എനിക്കെതിരെയാണ് പരാതി കൊണ്ട് കൊടുത്തു. എന്തുകൊണ്ടാണ് ഇവർക്ക് എന്നോട് ദേഷ്യം എന്നറിയാമോ? അവർ മുമ്പോട്ട് വെക്കുന്ന മീഡിയ പ്രൊപ്പഗാൻഡ, അവരോട് കൂടുള്ളവരോ കൊണ്ടുവന്ന മീഡിയ പ്രൊപ്പഗാൻഡ ഞാൻ ഈസി ആയിട്ട് തകർത്തു കൊടുക്കും. പക്ഷേ ഹണി റോസിന്റെ കേസിൽ നിങ്ങളുടെ സ്റ്റാൻഡ് എനിക്ക് അംഗീകരിക്കാൻ പറ്റാത്തൊരു സ്റ്റാൻഡ് അല്ല. ഞാൻ കൃത്യമായി പറഞ്ഞൊരു കാര്യം, ഹണി റോസിനെ ഒരു പ്രത്യേക വാക്ക് വെച്ച് അഡ്രസ്സ് ചെയ്ത് തെറ്റാണ്. അതിന് ബോബി ചെമ്മണ്ണൂർ മാപ്പ് പറയണമെന്ന് തന്നെയാണ് പറഞ്ഞത്. അതോടൊപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം, ഇപ്പോൾ ഇനോഗ്രേഷൻ അടക്കമുള്ള പോകുമ്പോൾ ഞാൻ 3 പേരുടെ ഉദാഹരണം എടുത്താൽ പറഞ്ഞ ഹണി റോസ്, അമലാപോളിൻ്റെ എക്സാമ്പിൾ എടുത്ത് പറഞ്ഞാൽ ഈ കൊച്ചിയിൽ സെയിൻറ്റ് ആൽബർട്ട്സ് കോളേജിൽ വന്നപ്പോൾ അവരുടെ വളരെ റിവീലിംഗ് ആയ ഒരു ഡ്രസ്സ് ഇട്ടാണ് അവർ ഇനോഗ്രേഷന് പോയത്. അവിടെയാണ് ഞാൻ പറഞ്ഞത്, അങ്ങനെ ഇട്ടുകൊണ്ടൊരു നൈറ്റ് ക്ലബ്ബിൽ പോയ ഒരു പ്രശ്നമില്ല. നേരെ തിരിച്ച് ഞാൻ ചോദിക്കട്ടെ, ഇപ്പം എല്ലാവർക്കും പെട്ടെന്ന് ന്യൂജന് മനസ്സിലാകുന്ന കാര്യം, നമ്മുടെ മറ്റേ ധാവണി ഉണ്ടല്ലോ, ഹാഫ് സാരിയും ധാവണിയും എടുത്ത് ഒരാൾ നൈറ്റ് ക്ലബ്ബിൽ വന്നാൽ എങ്ങനെ ഇരിക്കും? ആൾക്കാർ അരോചകമെന്നോ കൂവലോ ഉണ്ടാവും. അത് ഒക്കേഷണലല്ല, സിറ്റുവേഷണലല്ല, കോണ്ടെക്സ്ച്വൽ അല്ല. അതേപോലെ നമ്മൾ സരസ്വതി ക്ഷേത്രമെന്നോ അല്ലെങ്കിൽ പള്ളിയിൽ അച്ഛന്മാരൊക്കെ ഇരിക്കുന്ന വേദിയിലോ ഓവർ റിവീലിംഗ് ആയി വരുമ്പോൾ നമ്മൾ കോളേജിൻ്റെ അറ്റ്മോസ്ഫിയറിനെ സെക്ഷുവലൈസ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ കമോഡിഫൈ ചെയ്യുകയാണ്. ആ കമോഡിഫിക്കേഷൻ പാടില്ല. ഇതിനോട് യോജിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഹണി റോസിനെ കുറിച്ചോ അമലാപോളിനെ കുറിച്ചോ ഒരു വിമർശനം പറഞ്ഞു, അത് യോജിക്കണം. ഇതൊരു കൺസർവേറ്റീവ് വ്യൂ പോയിന്റാണ്, മറ്റേതൊരു ലിബറൽ വ്യൂ പോയിന്റാണ്, ഒരു പ്രശ്നവുമില്ല. പക്ഷേ ഹണി റോസ് കൊണ്ട് കൊടുത്ത പരാതി എന്താ അറിയാമോ? എന്നെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്നു. ആര്? ഹണി റോസിൻ്റെ കൂടാണ് മുഖ്യമന്ത്രി, ഹണി റോസിൻ്റെ കൂടാണ് പോലീസ്, ഹണി റോസിൻ്റെ കൂടാണ് എല്ലാ പത്രമാധ്യമങ്ങളും, ഹണി റോസിൻ്റെ കൂടാണ് പ്രോസിക്യൂഷൻ. എന്നിട്ട് ഹണി റോസ് ഇരയാണെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? ഇല്ല, പക്ഷേ എന്താ പറയുക, അവിടെ ആ ഒരു കാര്യത്തിൽ ബോബി ചെമ്മണ്ണൂർ എന്ന് പറഞ്ഞ ആൾ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നതാണല്ലോ. എന്തൊക്കെയായാലും എനിക്ക് അദ്ദേഹത്തെ പേഴ്സണലി അറിയില്ല, പക്ഷെ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നതാണല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പല സ്റ്റേറ്റ്മെന്റ്സും പല സ്ഥലത്തും പർപ്പസ്ഫുള്ളി ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ ചെയ്യുന്ന കാര്യമാണ്. അത് ശരിയല്ല. അത് ഞാൻ തന്നെ പറഞ്ഞു. ഇനി അത് മാത്രം ഒരു കാര്യം കൂടെ ശരിയല്ല. നമ്മുടെ ഈ പുരുഷാവകാശങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പല ആൾക്കാരും പുള്ളി ഇറങ്ങിയപ്പം പടക്കം പൊട്ടിക്കാനും മറ്റൊക്കെ പോയി. അത് ശരിയല്ല. അതിന്റെ പ്രശ്നം എന്താ അറിയോ? ഈ തീവ്ര ഫെമിനിസ്റ്റുകളെ പോലെ തീവ്ര മെയിലിസ്റ്റുകളും ഫെമിനിസ്റ്റുകളും ഉണ്ട്. മറുഭാഗത്തിന്റെ കുരുപൊട്ടിക്കലാണ് രണ്ടുപേരുടെ ലക്ഷ്യം. നിങ്ങൾ ഇറങ്ങിയപ്പോഴും അങ്ങനെ കുറച്ച് ആൾക്കാർ, ഞാൻ പടക്കം സാധനങ്ങളൊന്നും വേണ്ട, ഞാൻ ഇറങ്ങിയപ്പോൾ നമുക്ക് അകത്തൊന്നും സംസാരിക്കാൻ പറ്റുമല്ലോ. ഞാൻ പറഞ്ഞു, എന്നിട്ട് നമ്മൾ ഓവർ ആക്കരുത്, നമുക്കൊരു മിതത്വം വേണം. മറ്റേ തീവ്ര ഫെമിനിസ്റ്റുകളുടെ കുരുപൊട്ടിക്കുക അല്ല നമ്മുടെ ലക്ഷ്യം. കഴിയുന്നത്ര പുരുഷന്മാർക്ക് നീതി ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഇതുകൊണ്ടാണ് ഞാൻ നല്ല ഫെമിനിസ്റ്റുകളോട് എൻഗേജ് ചെയ്യുന്ന വ്യക്തിയാണ്. അവരുടെ നിലപാടിനോട് വിയോജിപ്പുണ്ട്, പക്ഷേ ബഹുമാനത്തോടെയുള്ള വിയോജിപ്പാണ്. അവരുടെ ലക്ഷ്യം ആണുങ്ങളുടെ അല്ലെങ്കിൽ പുരുഷവാദികളുടെ കുരുപൊട്ടിക്കലാകരുത്, സ്ത്രീകൾക്ക് നീതി മേടിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഞാൻ കൗതുകമുള്ള കാര്യം പറയാം. മിനി മാഡം, നമ്മുടെ അതിജീവിതയ്ക്ക് വേണ്ടി ദിലീപിൻ്റെ കേസിൽ ഏറ്റവും ബാധിക്കുന്നത് മിനി മാഡം. ഞാനും മിനി മാഡവും അഡ്വക്കേറ്റ് ജയശങ്കറും മോഹൻലാലിൻ്റെ നേരെന്ന സിനിമയിലുണ്ടായിരുന്നു. ലാലേട്ടൻ്റെ സിനിമയിൽ ഈ വിഷയം
വിഷയത്തിൻ്റെ ഭാഗമായിട്ട് ഞാനപ്പം നല്ലൊരു പഞ്ച് ഡയലോഗ് ഞാനിവിടെ പറയുന്നില്ല, ഓഫ് ചെയ്തിട്ട് പറയാം. അതിജീവിത എന്ന വാക്കിനെ വെച്ച് ഞാൻ നല്ലൊരു പഞ്ച് ഡയലോഗ് സിനിമയിൽ പറഞ്ഞു. ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾക്ക് എന്ത് സ്ക്രിപ്റ്റ് തരാനാണ്, നിങ്ങൾ തന്നെ സംസാരിച്ചാൽ മതി. ആ ഒരു നേരെ സിനിമയിലുണ്ടായിരുന്നു. നല്ല പഞ്ച് ഡയലോഗ് പറഞ്ഞത്. പക്ഷേ മിനി മാഡം പറഞ്ഞു, രാഹുലെ ആ വാക്ക് പറയണ്ട, ഒരു പ്രത്യേക വാക്കാണ്, പ്രയോഗം പറയണ്ട. കാര്യം നാളെ ജെനുവിനായ അതിജീവിതകൾ വന്നാൽ പോലും അവർക്കെതിരെ ഇത് റോങ്ലി യൂസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഞാൻ അപ്പം അത് പിൻവലിച്ചു. ഞാൻ എന്നിട്ട് പറഞ്ഞു നമുക്ക് റീഷൂട്ട് ചെയ്യാം, ഞാനിത് പറയുന്നില്ല. എന്നിട്ട് കുറച്ചുകൂടെ ടോൺ ഡൗൺ ആയിട്ടൊരു കാര്യം പറഞ്ഞു. മിനി മാഡത്തെ എനിക്ക് ബഹുമാനമാണ്. അഭിപ്രായങ്ങളൊക്കെ 100% വ്യത്യാസമുണ്ട് കേട്ടോ. 100% ഞാൻ വിയോജിക്കുന്ന ഒരു വ്യക്തിയാണ് മിനി മാഡം. പക്ഷേ എനിക്ക് ബഹുമാനമാണ്. പക്ഷേ നല്ല ഫെമിനിസ്റ്റുകളോട് നമുക്ക് എൻഗേജ് ചെയ്യാം. ഇതേപോലെ റെസ്പോൺസിബിൾ പുരുഷവാദികളാണ് ഞങ്ങൾ. എക്സ്ട്രീമിസ്റ്റുകളുണ്ട്, അല്ലെങ്കിൽ എക്സ്ട്രീം ഫെമിനിസ്റ്റുകളിലും ഉണ്ട്, ഈ മെന്നിസ്റ്റുകളിലും ഉണ്ട്. അപ്പം അവരെ നമുക്ക് മനസ്സിലാക്കിയത്. ഇനി അതിനൊരു റീസൺ കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. ഞാൻ അങ്ങനെ ഈ പടക്കം പൊട്ടിക്കുന്ന ഒരാളോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഈ പടക്കം പൊട്ടിക്കുന്നത്? കോടതിയൊക്കെ ആവശ്യമില്ലാതെ പ്രകോപിപ്പിക്കുകയല്ലേ? കാര്യം നമ്മൾ വെറുതെ പ്രകോപിപ്പിക്കില്ലേ ഹൈക്കോടതിയിലെ ജഡ്ജിമാരെയൊക്കെ. പുള്ളി പറഞ്ഞൊരു കാര്യമാണ്, സാറേ എന്നെ 50 ദിവസം ജയിലിൽ പിടിച്ചിട്ടു. 50 ദിവസം ജയിലിൽ പിടിച്ചിട്ടതിന് ശേഷം ഞാൻ കുറ്റക്കാരനല്ലെന്ന് കോടതി വിധിച്ചു. പുള്ളി വെളിയിൽ വന്നു. അടുത്താണ് ശ്രദ്ധിക്കാൻ, എന്നെ വീട്ടിൽ നിന്ന് ആരും റിസീവ് ചെയ്യാൻ പോലും വന്നില്ല. ഞാൻ വീട്ടിലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ വീട്ടുകാർക്കെല്ലാം ഞാനൊരു ബാധ്യതയും അധികപ്പറ്റുവാണ്. വീട്ടിലൊരു കല്യാണം വന്ന് എന്നെ വിളിക്കില്ല. അതായത് ഇതെല്ലാം നിരപരാധിയാണെന്ന് കോടതി വിധി ഉള്ള ഒരാൾക്കാണെന്ന് ഓർക്കണം. നിരപരാധിയാണെന്ന് കോടതി വിധിച്ച് കേസ് ക്വാഷ് ചെയ്ത് അക്വിറ്റ് ചെയ്ത് വെളിയിൽ വന്ന ഒരാൾ എൻ്റെ വീട്ടുകാരെല്ലാം അതായത് എന്നെ ഒരു ബാധ്യതയും മറ്റുമായിട്ട് കാണുന്നത്. അതുകൊണ്ട് ഞാനിവിടെ ഏത് പുരുഷൻ വെളിയിൽ വന്നാലും ഞാൻ പോയി മറ്റേ പൊട്ടിക്കും. അയാളുടെ ലൈഫിൻ്റെ വേദനയാണ് ഞാൻ ഈ പറയുന്നത്. വളരെ അത്യാവശ്യം അറിയപ്പെടുന്ന സോഷ്യൽ മീഡിയയിലൊക്കെ ഒരാളെ കുറിച്ചാണ്. അയാൾ 50 ദിവസം ജയിലിൽ കിടന്നു. വെളിയിൽ വീട്ടുകാർ പോലും റിസീവ് ചെയ്യാൻ വന്നില്ല. വീട്ടിൽ എക്സ്റ്റെൻഡഡ് ഫാമിലിയാണ്. ആ വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പം അതായത് അയാളുടെ അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പുണ്ട്. അവർ ഇയാളെ ഒരു ബാധ്യതയായിട്ടാണ് കാണുന്നത്. ഇയാൾ എന്ത് ചെയ്തു? ഇയാൾക്കെതിരെ കള്ളക്കേസാണെന്ന് കോടതി പറഞ്ഞു. കോടതി ഇയാൾക്ക് അനുകൂലമായ ഉത്തരവ് വന്നു. പക്ഷേ ഇയാൾ ഇന്നും മോശക്കാരനും പെർവേർട്ടുമാണ്. ഞാൻ ഇനിയും കുറച്ചുകൂടെ അറിയുന്ന എല്ലാവരും അറിയേണ്ട ഉദാഹരണമാണ് കുട്ടിക്കൽ ജയേന്ദ്രൻ. കുട്ടിക്കൽ ജയേന്ദ്രൻ 6.5 മാസം ഒളിവിൽ കഴിഞ്ഞു. കുട്ടിക്കൽ ജയേന്ദ്രൻ്റെ കഷ്ടകാലത്തിന് പോലീസിന് ആ സമയത്ത് കിട്ടിയിരുന്നെങ്കിലേ ഇപ്പോഴും ജാമ്യം കിട്ടില്ല, ജയിലിൽ കിടക്കേണ്ടി വരുമായിരുന്നു. 6.5 മാസം 1-2 പ്രധാന സിനിമകൾ പോയി. കുട്ടിക്കൽ ജയേന്ദ്രൻ്റെ ഒരു ഫാമിലി ഇഷ്യൂവിൽ തർക്കത്തിലാണ്. കുട്ടിക്കൽ ജയേന്ദ്രൻ്റെ ഭാര്യ, അവിടെയാണ് എൻ്റെ വൈഫ് ദീപ, കുട്ടിക്കൽ ജയേന്ദ്രൻ്റെ ഭാര്യ സെറീനെ പോലുള്ളവർ മുമ്പോട്ട് വന്ന് ഞങ്ങളെ രക്ഷിക്കേണ്ടത്. സെറീന എന്ന ആ സ്ത്രീയുടെ ഫൈറ്റ് കാരണം മാത്രമാണ് മിനിമം സെറീനയ്ക്കും അവരുടെ കുടുംബത്തിന് ഒരു 10-15 ലക്ഷം രൂപ ഇതിലേക്കാണ്. ഞാൻ സിദ്ദിഖ് സാറിനോട് ഇടയ്ക്ക് സംസാരിച്ചു, പക്ഷേ കാശ് ചോദിച്ചില്ല, പുള്ളിയെ വേദനിപ്പിക്കേണ്ടെന്ന് പറഞ്ഞു. മിനിമം ശ്രീ സിദ്ദിഖിന് 35-40 ലക്ഷം രൂപയിലേക്കാണ് ഏറ്റവും മിനിമം ഒരു കാര്യം. മുകുൾ റോഹത്തകിയാണ് എന്ന് വാദിച്ചത്. ഇവിടെ നമ്മുടെ നീതിയാണെന്ന് പറഞ്ഞ് വക്കീൽ ചിലപ്പം കുറച്ച് റിഡക്ഷൻ വായിച്ചു തരും കേട്ടോ. അങ്ങനെ നല്ല വക്കീലുകളുണ്ട്, നല്ല ഒരുപാട് വക്കീൽ. ഇപ്പം എൻ്റെ അഡ്വക്കേറ്റ് ശ്യാം സാറൊക്കെ വളരെ നല്ല വക്കീലാണ്. അഡ്വക്കേറ്റ് അലക്സ് കെ ജോൺ എറണാകുളത്ത് നല്ല വക്കീലുകളാണ്. ആദ്യം എനിക്ക് ശാസ്ത്രമൊക്കെ അലക്സ് സാർ പ്രഗത്ഭനാണ്, മിടുക്കനാണ്, നല്ല മനുഷ്യരാണ് ഇവരെല്ലാം. പക്ഷേ ഇവർക്കാണെങ്കിലും നമുക്കൊരു കാശ് കൊടുക്കണ്ടേ? അപ്പോൾ സുപ്രീം കോടതിയിൽ മുകുൾ റോഹത്തകി 3 തവണ എന്തോ ശ്രീ സിദ്ദിഖിനെതിരെ വന്നു. സിദ്ദിഖിനെതിരെയുള്ള കേസിൽ അപ്പിയർ ചെയ്തു. അനുകൂലമായ പരാമർശങ്ങളടക്കം കിട്ടി. കാശ് കൊടുക്കണ്ടേ? സിദ്ദിഖേട്ടനും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മകനും അവരുടെ കൊച്ചുമക്കൾക്ക് അനുഭവിക്കാനുള്ള കാശല്ലേ 10-35 ലക്ഷം രൂപ എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം വലിയൊരു എമൗണ്ട്. ഒരു ഈവൻ കാശുകാരെ വെച്ചാണെങ്കിൽ പോലും 35-40 ലക്ഷം രൂപ എന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു എമൗണ്ട് അല്ലേ? പിന്നെ ഒളിച്ച് താമസിക്കേണ്ടി വന്നു. ഒളിയിൽ പോയി. കേരളത്തിലെ അമ്മയെ ഏറ്റവും നന്നായി നയിച്ചുകൊണ്ടിരുന്ന ആളായിരുന്നു സിദ്ദിഖ് രാജിവെച്ചു. അമ്മയുടെ എല്ലാവരും രാജിവെച്ചു. എന്താ മറുഭാഗത്ത് എന്താ? ഫേസ്ബുക്കിലിരുന്ന് ഞാൻ രാവിലെ ആരോപണം എഴുതി, ശ്രീ സിദ്ദിഖ് എന്നെ പീഡിപ്പിച്ചു. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. ഇപ്പം എന്താ ഈ കേസുകളൊക്കെ ആരെങ്കിലും നമ്മൾ മരിച്ചുപോയ മാമുക്കോയവർ, ചില ആൾക്കാർ മരിച്ചുപോയ ഒരാളല്ലേ അയാൾ പുള്ളി ഡിഫെൻഡ് ചെയ്യാൻ പോലും ഇല്ല, ചുമ്മാങ്ങുമെന്ന് പറയുക. തെളിവ് എന്തെങ്കിലും വേണോ? ഒരു തെളിവും വേണ്ട. ഇനി നിവിൻ പോളിക്കെതിരെ ഒരു പെൺകുട്ടി പരാതി പറഞ്ഞപ്പോൾ ഡേറ്റ് നിവിൻ പോളി കേരളത്തിലായിരുന്നു എന്ന് തെളിഞ്ഞു. കാര്യം മറ്റേ ധ്യാൻ്റെ സിനിമയ്ക്ക് നമ്മുടെ കൊച്ചിയിൽ ക്രൗൺ പ്ലാസയിലൊക്കെ ഉണ്ടായിരുന്നു എന്ന് തെളിയുകയും ചെയ്തു. ഈ പെൺകുട്ടിയോട് മീഡിയക്കാർ ചോദിച്ചു, നിങ്ങൾ പറഞ്ഞ ഡേറ്റിൽ കൊച്ചിയിലായിരുന്നല്ലോ. ആ പെൺകുട്ടിയുടെ മറുപടിയാണ് ഓരോരുത്തരും കേൾക്കേണ്ടത്. ഞാൻ ഉറക്കപ്പിച്ച് പറഞ്ഞപ്പോൾ ഡേറ്റ് മാറിപ്പോയതാണ്. വൈകിട്ട് പ്രൈം ടൈം ന്യൂസിന് 7 മുതൽ 9 മണി വരെയൊക്കെ ഇരുന്ന് നിന്ന് ഉറക്കപ്പച്ചിൽ പറയുന്നത് ഡേറ്റ് മാറിപ്പോയതാണ്. ആ പെൺകുട്ടിക്കെതിരെ കേസെടുത്തു, പരാതി രജിസ്റ്റർ ചെയ്തു. ഉമ്മൻചാണ്ടി സാറിനെ വ്യാജമായി വേട്ടയാടി ഇന്ന് പോലീസ് അന്വേഷണ റിപ്പോർട്ട് വന്നു, കോടതി വിധി വന്നു. ഉമ്മൻചാണ്ടി സാറിനെതിരെ വ്യാജ പരാതി കൊടുത്ത ആ സ്ത്രീക്കെതിരെ എന്തെങ്കിലും ആക്ഷൻ എടുത്തു? നമ്മുടെ എൽദോസ് കുന്നപ്പള്ളിയുടെ കേസ് അങ്ങ് അറിയുമ്പോൾ അത്ഭുതപ്പെടും. എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ വ്യാജ പരാതി കൊടുത്ത സ്ത്രീയുടെ പേരിൽ 49 ക്രിമിനൽ കേസുകളുണ്ട്. ഞാൻ പറഞ്ഞതല്ല, ഹൈക്കോടതിയുടെ വാക്കാണ്. 49 ക്രിമിനൽ കേസുകൾ. നമ്മുടെ മുകേഷ് ഏട്ടൻ, ഞാൻ ലെഫ്റ്റ് അല്ലെന്ന് എല്ലാവർക്കും അറിയാം, പക്ഷേ കമ്മ്യൂണിസ്റ്റുകാരോട് നല്ല ബന്ധമാണ് എനിക്കുള്ളത്. മുകേഷ് ഏട്ടനെതിരെ വ്യാജ പരാതി കൊടുത്ത സ്ത്രീ എന്നോട് മുകേഷ് ഏട്ടൻ ഫോൺ വിളിച്ചു. നമ്മൾ പേഴ്സണലി ഇരുന്ന് പറഞ്ഞാണ്. ഒരു ദിവസം ഒരു സ്ത്രീ വിളിക്കുകയാണ്, 10 ലക്ഷമോ 1 ലക്ഷമോ കൃത്യം എമൗണ്ട് ചെയ്യാൻ മറന്നുപോയി, എനിക്ക് ഒരു 10 ലക്ഷം രൂപ വേണം.
മുകേഷ് ചോദിച്ചു, ഞാൻ നിങ്ങൾക്ക് എന്തിനാ കാശ് തരുന്നത്? മുകേഷേട്ടൻ്റെ ഭാഷയെ കൂടെ കേൾക്കണം, അതാണ് എൻ്റെ ഒരു കൗതുകം. ഞാൻ നിങ്ങൾക്ക് എന്തിനാ കാശ് തരുന്നത്? അത് മുകേഷേട്ടൻ എൻ്റെ മോക്ക് പഠിക്കണം. ശരിയാണ്. അപ്പോൾ മുകേഷ് ശരിയാണ്, നിങ്ങളുടെ മോക്ക് പഠിക്കണം, നല്ല കാര്യമാണ്. പക്ഷെ ഞാൻ എന്തിനാ കാശ്? നിങ്ങൾ അങ്ങനെ കാശ് തന്നില്ലെങ്കിൽ നിങ്ങൾ എന്നെ പീഡിപ്പിച്ചു എന്ന് പരാതി കൊടുക്കും. ഇവരാണ് 11 പേർക്കെതിരെ, ജയസൂര്യക്കെതിരെ, നമ്മുടെ മാമുക്കയ്ക്കെതിരെ, സുധീഷിനെതിരെ ബാലേന്ദ്ര മേനോൻ സാറിന് 71 വയസ്സായി. അതായത് ജീവിതത്തിൻ്റെ അവസാനം ഒരു 10, 15 പോട്ടെ 20 വർഷമോ നിൽക്കുന്നൊരു വ്യക്തി ഇരിക്കട്ടെ, ആ ബാലേന്ദ്ര മേനോൻ 20 വർഷം മുമ്പ് ചില കാര്യങ്ങൾ ചുമ്മാ പറഞ്ഞാൽ പോരെ, തെളിവെന്താ? അതാണെങ്കിൽ ആലോചിക്കണ്ടേ, എന്തെങ്കിലും തെളിവ് വേണം. ചുമ്മാ അങ്ങ് പറയുകയാണ്. നാളെ നമുക്കെതിരെ ഇത് വന്നാലോ? പെട്ടുപോകില്ലേ നമ്മുടെ അഭിമാനം, നമ്മുടെ മക്കൾ അവർ സ്കൂളിൽ പോകണു. എനിക്ക് ഈ കേസിൽ ഏറ്റവും സന്തോഷം, സത്യം പറഞ്ഞാലേ ജയിലിൽ ഈ ഊർജ്ജമൊക്കെ ഇവിടെ ഉള്ളൂ കേട്ടോ. ജയിലിൽ ഒരു 7-8 ദിവസം കഴിയുമ്പോൾ നമ്മൾ ഒന്ന് ഡൗൺ ആവും. വേറൊന്നും കൊണ്ടല്ല, പരിചയമുള്ള ആരുമില്ല. ഏറ്റവും പ്രധാന പ്രശ്നം എന്താ അറിയാമോ? എന്താ സംഭവിക്കുന്നതെന്ന് അറിയില്ല. എൻ്റെ മോൻ യാഗ് വന്ന് പറഞ്ഞൊരു കാര്യമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാക്കിയത്. യാഗ് സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചർ, സോഷ്യൽ സയൻസ് ടീച്ചർ വന്ന് ലീഡേഴ്സിനെ കുറിച്ച് പറഞ്ഞപ്പം യാഗിന് ക്ലാസ്സിൽ എല്ലാവരോടുമായിട്ട് പറഞ്ഞു, നമ്മുടെ കൂടെയുള്ളവർക്ക് ചീത്ത കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മളതിനെ ചോദ്യം ചെയ്യണം. യാഗിൻ്റെ അച്ഛനെ പോലെ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയൊരു കാര്യം അതാണ്. നമ്മുടെ കൂടെയുള്ളവർക്ക് ചീത്ത കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ യാഗിൻ്റെ അച്ഛനെ പോലെ ചോദ്യം ചെയ്യണം. എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അവാർഡായി ഞാനത് കാണും. അപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് ഈ ഒരു മെൻസ് കമ്മീഷൻ യാഥാർത്ഥ്യമാകട്ടെ എന്ന് നമുക്ക് വിശ്വസിക്കാം അല്ലേ? ഓൾറെഡി നാഷണൽ ലെവലിൽ വന്നു കഴിഞ്ഞില്ല. പ്രൈവറ്റ് മെമ്പർ ബില്ലായി ഡോക്ടർ അശോക് കുമാർ മിത്തൽ അവതരിപ്പിച്ചു. ഈ മെൻസ് കമ്മീഷൻ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും വരാൻ സാധ്യത ഉണ്ടാകും? 2-3 കാര്യങ്ങൾ. ഒന്ന്, പുരുഷന്മാർക്ക് ജസ്റ്റിസ് ഫ്രണ്ട്ലി ആയിട്ട് പോകാനൊരു സ്ഥലം. ഉദാഹരണം, എൻ്റെ കേസ് തന്നെ എടുത്ത് പറയാം. എനിക്ക് വനിതാ കമ്മീഷനൊക്കെ പലപ്പോഴും കോമഡി ആയിട്ടാണ് കേൾക്കാറുള്ളത്. കുറച്ചുകൂടെ നന്നായി പ്രവർത്തിക്കും. വനിതാ കമ്മീഷനെ മോശമായിട്ടല്ല, കുറച്ചുകൂടെ നന്നായി പ്രവർത്തിക്കും. പണ്ടൊരു ഓഡിയോ ക്ലിപ്പൊക്കെ കേട്ടിട്ടില്ലേ? ഞാൻ യൂത്ത് കമ്മീഷന്റെ ഭാഗമായിരുന്നു. അവർ മരണപ്പെട്ടു, അവരിപ്പോ ഇല്ല. പക്ഷെ അതിന്റെ പ്രശ്നം എന്താ അറിയാമോ? ലിമിറ്റേഷൻസ് ഇല്ലെന്ന് പറയുന്നില്ല. എന്താണ് കമ്മീഷൻ എന്നും കൂടെ സാധാരണക്കാർ അറിഞ്ഞിരിക്കണം. കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡിയാണ്, അല്ലെങ്കിൽ അർദ്ധ ജുഡീഷ്യൽ ബോഡിയാണ്. കമ്മീഷന് നമ്മളെ വിളിക്കാനും തെളിവെടുക്കാനും തെളിവ് ചോദിക്കാനും ഒക്കെ ഉള്ളൊരു റൈറ്റ് ഉണ്ട്. റെക്കമെൻഡേറ്ററി പവർ ഉണ്ട്. ഒരു അർദ്ധ ജുഡീഷ്യൽ ബോഡിയാണ്. എനിക്കെതിരെ ഒരു വ്യാജ പരാതി വന്നിരിക്കട്ടെ, ഞാൻ എവിടെ പോവും? എനിക്ക് പോകാനൊരിടമാണ്. അപ്പം കമ്മീഷൻ 2 പേരെയും കൂടെ വിളിക്കുന്നു. ഇങ്ങനെ തന്നെയാണ് കാര്യങ്ങളും നോക്കൂ. ഇങ്ങനെ പോകാനൊരു സ്പേസിന് വേണ്ടിയാണ് കമ്മീഷൻ. ഞാൻ യൂത്ത് കമ്മീഷൻ്റെ സംസ്ഥാന യൂത്ത് ഡിഫൻസ് ഫോഴ്സിൻ്റെ കോർഡിനേറ്റർ ആയിരുന്നു. ഇന്ത്യയിൽ ആദ്യമായിട്ട്, ശരിക്കും പറഞ്ഞാൽ സെക്കൻഡാണ്, നമ്മുടെ കേരളമാണ് ഒരു യുവജന കമ്മീഷൻ കൊണ്ടുവന്നത്. ആ യുവജന ശ്രീ RV രാജേഷ് ആയിരുന്നു എൻ്റെ ചെയർപേഴ്സൺ. ഞാനായിരുന്നു യൂത്ത് ഡിഫൻസ് ഫോഴ്സിൻ്റെ ഒരു കേരള കോർഡിനേറ്റർ. നമുക്കന്ന് 1 കോടി രൂപ എന്തോ മാണിസാറിൻ്റെ സമയത്തായിരുന്നു. മാണിസാർ 1 കോടി രൂപ എന്തോ ബഡ്ജറ്ററി അലോക്കേഷൻ ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് അവയർനെസ് കിട്ടാം, മറ്റേ മാരിറ്റൽ എഡ്യൂക്കേഷൻ, ആൻറ്റി ഡ്രഗ് ക്യാമ്പയിൻ, യൂത്തിനെ എഫക്റ്റ് ചെയ്യുന്നത് 18 മുതൽ 40 വയസ്സ് വരെയുള്ളവരെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളിൽ ജസ്റ്റിസ് ഫ്രണ്ട്ലി ആയിട്ട് ഇടപെടാം. അപ്പം പുരുഷ കമ്മീഷൻ പോലും ഈ കാര്യങ്ങളൊക്കെ. 2, നാളെ ആരെങ്കിലും എന്നെ എന്താ പറയണേ എന്നെ ഈ തെറ്റായി എന്നെ അക്യൂസ് ചെയ്തു തുടങ്ങിയ കാര്യങ്ങൾ, നമുക്ക് പോകാനൊരു സ്ഥലമുണ്ട്. എസ്പെഷ്യലി ഈ വനിതകളുടെ കേസിൽ ഈ വ്യാജ പരാതികൾ കുന്നോളം വരുന്നുണ്ട്. അതിനെതിരെ ഒരു പ്രതിവിധി കൂടെയാണ്. ഞാൻ ഇനിയും നമ്മുടെ പേരെടുത്ത് പറയാൻ എനിക്ക് റൈറ്റ് ഉള്ളതുകൊണ്ട് പേരെടുത്ത് പറയണേ, കാരണം നമ്മളെല്ലാം നമ്മുടെ സുഹൃത്തുക്കളാണ്. ഇത് കേരളത്തിൽ മാത്രമല്ല, നമ്മുടെ ശശി തരൂർ സാർ വിശ്വ പൗരനാണ്. ശശി തരൂർ ഇന്ത്യയുടെ അഭിമാനമാണ്. ശശി തരൂർ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ കൊന്നു എന്ന് പറഞ്ഞാണ് നമ്മുടെ അർണബ് ഗോസ്വാമി റിപ്പബ്ലിക്കിൽ, എൻ്റെ അടുത്ത വലിയൊരു സുഹൃത്താണ്. ഇവർ 2 പേരും നമ്മൾ അടുത്ത സൗഹൃദം സൂക്ഷിക്കുന്നവരാണ്. അർണബ് ഗോസ്വാമി ഒരു ക്യാമ്പയിൻ ചെയ്തു, സുനന്ദ പുഷ്കർ മർഡേർഡ് ക്വസ്റ്റ്യൻ ഇട്ട് ചെയ്തു. ഞാൻ അന്ന് ശക്തമായി തരൂർ സാറിനെ ഡിഫെൻഡ് ചെയ്യുന്നതാണ്. ഞാനും അർണബ് ഗോസ്വാമിയും തമ്മിൽ ഈ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കവും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. മീഡിയക്കാർക്കത് TRP മാത്രമാണ്, പക്ഷേ ഒരാളെ അഫക്റ്റ് ചെയ്യപ്പെടുന്ന അയാളുടെ ജീവിതമാണ്. നമ്മുടെ സുശാന്ത് സിംഗ് രാജ്പുട്ട്, നോർത്ത് ഇന്ത്യയിൽ ധോണിയായിട്ടൊക്കെ വിളിച്ച് ഈ നമുക്ക് കഴിവുള്ള ചെറുപ്പക്കാരൻ ഡിപ്രഷൻ വന്ന് ആത്മഹത്യ ചെയ്തു. ഏറ്റവും വേദനാജനകമാണ്. പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾക്ക് നമ്മുടെ പ്രളയത്തിന് 1 കോടി രൂപ നമുക്ക് സംഭാവന തന്നതാണ് ഈ മനുഷ്യൻ, ഈ നല്ല ചെറുപ്പക്കാരൻ. പക്ഷേ അതിൻ്റെ പേരിൽ ഇയാളെ കൊന്നതാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഗേൾഫ്രണ്ടായ റിയ ചക്രവർത്തി 26 ദിവസം ജയിലിൽ കിടന്നു. നമ്മുടെ നോർത്തിൽ ഷാറൂഖ് ഖാൻ്റെ മകൻ, ഷാറൂഖ് ഖാനാണ് ഇന്ത്യൻ സിനിമാ രംഗത്തെ ഏറ്റവും വലിയ പ്രതിഭാസം. ഷാറൂഖ് ഖാൻ്റെ മകനായ ആര്യൻ ഖാനെ കള്ളക്കേസിൽ 26 ദിവസം ജയിലിലിട്ടു. സമീർ വാങ്കഡെ എന്ന് പറഞ്ഞൊരു ഉദ്യോഗസ്ഥനാണ്. അതിനുശേഷം സമീർ വാങ്കഡയ്ക്കെതിരെ ആക്ഷനൊക്കെ വരികയും മറ്റുമൊക്കെ ചെയ്തു. ഷാറൂഖ് ഖാൻ്റെ മകൻ ആര്യൻ ഖാനെതിരെ ഇപ്പം ബലാഡ്സ് ഓഫ് ബോളിവുഡ് ഒക്കെ എടുത്ത വ്യക്തിയാണ്. എന്താ കേസെന്നറിയാം? ഷാറൂഖ് ഖാൻ്റെ മകനായ ആര്യൻ ഖാൻ്റെ സുഹൃത്തിൻ്റെ സോക്സിൽ നിന്ന് 6 ഗ്രാം കഞ്ചാവ് പിടിച്ചു. ഇതാണ് കേസ്. ഷാറൂഖ് ഖാൻ്റെ മകനിൽ നിന്നല്ല, മകൻ്റെ സുഹൃത്തിൽ നിന്ന്. ഇയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പക്ഷേ പോലീസുകാർ എന്ത് പറഞ്ഞല്ലോ, ഇതൊരു അന്താരാഷ്ട്ര മാഫിയയും ഗൂഢാലോചനയാണ്, നമുക്ക് അന്വേഷിക്കാൻ സമയം വേണോ? എന്തോന്ന് അന്വേഷിക്കാനാണ്?
പലപ്പോഴും നമ്മൾ കേട്ടിട്ടില്ലേ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്, എന്തോന്ന് അന്വേഷിക്കാനാണ്. ഇതിൻ്റെ പ്രശ്നം ഷാറൂഖ് ഖാൻ്റെ മോനല്ലേ, കുറച്ച് ദിവസം ജയിലിൽ കിടക്കട്ടെ, ഈ ആറ്റിറ്റ്യൂഡാണ്. ഇത് നമ്മുടെ നാടിനെ ഒരു നാട്ടിൻ്റെ നീതിയിലും സത്യത്തിലും നമുക്ക് വിശ്വാസം നഷ്ടപ്പെട്ടാൽ ആ നാട്ടിലുള്ള വിശ്വാസം നഷ്ടപ്പെടും. അവിടെയാണ് അതാണ് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ ഗാന്ധിജിയൊക്കെ കാണിച്ചു തന്ന പാത. നമ്മുടെ ഭാഗത്തു നിന്ന് തെറ്റുണ്ടായാൽ, അതാണ് ചൗരി ചൗര ഇൻസിഡൻറ്റ്. ഗാന്ധിജി കത്തി നിൽക്കുന്ന സമയം രാജ്യം മുഴുവൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് പോകുന്നു. പക്ഷേ നമ്മുടെ ഇടയിലുള്ള കുറച്ച് തീവ്ര സ്വരക്കാരൊരു പോലീസ് സ്റ്റേഷൻ തീയിടും. ബ്രിട്ടീഷുകാരും ഇന്ത്യൻ പോലീസുകാരും അടക്കം കുറച്ച് പേര് മരിക്കും. അതാണ് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന ചൗരി ചൗര ഇൻസിഡൻറ്റ്. ഗാന്ധിജി മൂവ്മെൻറ്റ് ക്യാൻസൽ ചെയ്യും. ഗാന്ധിജി പറയുന്നത് നമുക്ക് പക്വതയില്ല, നമുക്ക് ഇങ്ങനെയുള്ള സ്ഥലത്തേക്ക് നമുക്ക് വരണ്ട, നമുക്ക് പോകണമെന്നുള്ളതാണ്. കാര്യം ശത്രുക്കളാണ്, നമ്മുടെ എതിർഭാഗത്ത് നിൽക്കുന്നവരാണ്, ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ ആൾക്കാരാണ് ഭരിക്കുന്നത്. അതുപോലും ചെയ്യരുതെന്ന് പഠിപ്പിക്കുന്ന ഗാന്ധിജിയുടെ സത്യസന്ധത ഇല്ലെങ്കിൽ ഈ നാട് നിലനിൽക്കില്ല. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമുക്ക് ട്രസ്റ്റ് വേണം. ആ ട്രസ്റ്റ് ഇല്ലെങ്കിൽ അതാണ് ഞാനതുകൊണ്ടാണ് ഞാനൊരു ക്ലെയിമായിട്ട് എൻ്റെ ഒരു കാര്യം പറയാം. ക്ലെയിമായിട്ട് എടുത്താൽ മതി. ഏത് പബ്ലിക് കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചോളൂ, 100% സമയം 100% കാര്യങ്ങളിൽ 100% ആൾക്കാരോട് സത്യം മാത്രം പറയുന്നൊരു വ്യക്തിയാണ് ഞാൻ. വേറൊന്നും കൊണ്ടല്ല, സത്യം തന്നെ പറഞ്ഞ് വിജയിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പം കള്ളം പറഞ്ഞ് വിജയിപ്പിക്കാൻ എന്ത് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നമ്മൾ ബി ട്രൂത്ത്ഫുൾ, ബി ഫാക്റ്റ്ഫുൾ. ആ ഫാക്റ്റ് വെച്ച് നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയണം. പ്രൊപ്പഗാൻഡയിൽ നിൽക്കരുത്. അങ്ങനെ പ്രൊപ്പഗാൻഡ നമുക്ക് എതിർക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ നാട് നിലനിൽക്കില്ല. ഓക്കെ, ഭയങ്കര രസകരമാണ് നിങ്ങളുടെ പല എന്താ പറയുക വാഗ്വാദങ്ങളും ബാക്കിയുള്ള സംഭവം. ഞാൻ ഒരു കൗതുകം ഇത് പറഞ്ഞോട്ടെ. ഞാൻ ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും പ്രത്യേകിച്ചൊരു മെച്ചമുള്ളതുകൊണ്ടല്ല. ഇപ്പം നേരത്തെ ശബരിമല മകരവിളക്ക് മകരജ്യോതി പറഞ്ഞു, കോടിക്കണക്കിന് മനുഷ്യരെ ബാധിക്കുന്നവരെ ഞാൻ CM പോയി കണ്ടു. ഞാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവരെ പോയി കണ്ട് ഈ വിഷയം സംസാരിച്ചു. പുള്ളി പറഞ്ഞു ഞാനിത് തൊടുന്നില്ല, വലിയ വിഷയമാണ്. അതേ മുഖ്യമന്ത്രി ഇപ്പം അല്ല, കഴിഞ്ഞ ടൈമിൽ കടകംപള്ളി സുരേന്ദ്രൻ സാറിനെ പോയി കണ്ടു. പുള്ളി മകരവിളക്ക് മലേറിയന്മാർക്ക് കൊടുക്കാമെന്ന് ഓൺ ദ ഫ്ലോർ ഓഫ് ദി ഹൗസ് പറഞ്ഞു. പക്ഷേ ഇന്നും ഈ സത്യം നമ്മുടെ ആൾക്കാർ അംഗീകരിച്ചാൽ മതി. അല്ലെങ്കിൽ നമ്മുടെ കൊടിയുടെ കാര്യം, ഈ ബി ട്രൂത്ത്ഫുൾ, ആ ട്രൂത്ത് സത്യോ രക്ഷതി രക്ഷിത. നമ്മൾ സത്യത്തെ രക്ഷിച്ചാൽ ആ സത്യം നമ്മളെ രക്ഷിച്ചോളും. അതാണ് സുപ്രീം കോടതിയുടെ വിധിന്യായത്വം പോരാടി ജയിക്കാൻ. നമ്മുടെ നാട്ടിൽ പറയുന്നില്ലെന്നേ ഉള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള only instance where a 5-member bench verdict was overturned by people's protest. 4-1 5-അംഗ ബെഞ്ചിൻ്റെ വിധിന്യായം വിശ്വാസികൾ പോരാട്ടത്തിലൂടെ മറികടന്ന ഒരേ ഒരു ഇൻസ്റ്റൻസ് നമ്മുടെ ശബരിമല പ്രക്ഷോഭമാണ്. ഞങ്ങൾ ജയിച്ചത് അയ്യപ്പൻ്റെ അനുഗ്രഹവും നമ്മൾ സത്യത്തിന് വേണ്ടി നിൽക്കുന്നതുകൊണ്ടാണ്. എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളത്, കേൾക്കുന്നവരും നമ്മൾ ഫാക്ട്സ് വെച്ച്, ട്രൂത്ത് വെച്ച് കാര്യങ്ങൾ ഡീൽ ചെയ്ത് തുടങ്ങണം എന്നുള്ളതാണ്. നമ്മുടെ ശബരിമല, നമ്മുടെ ഇപ്പോഴത്തെ വിവാദം ഉണ്ടല്ലോ, സ്വർണ്ണപ്പാളി ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ, എന്താണ് അതിനെപ്പറ്റിയൊക്കെ? ഞാൻ ഇതും കൂടെ പറഞ്ഞു പറയാം. ഞാൻ ജയിലിൽ പത്മകുമാർ സാറിനെ കണ്ടു. പത്മകുമാർ സാറിനെ എനിക്ക് ഇഷ്ടമുള്ള ആളാണ്. ഞാൻ ഇന്നും പത്മകുമാർ സാറെന്ന് വിളിക്കുന്ന ഒരാളാണ്, വാസു സാറെന്ന് വിളിക്കുന്ന ഒരാളാണ്. വേറെ ഒന്നും കൊണ്ടല്ല, അത്ര വർഷമായിട്ട് അറിയാം. അതിന് തന്നെ ഒരുപാട് ട്രോൾ ചെയ്യുന്നു. സിനിമയിലെ പോലെ സാറേ വിളിയാണ്. അല്ല, ജെനുവിൻലി. കാര്യം ഞങ്ങൾ ശബരിമല പ്രക്ഷോഭത്തിൻ്റെ ആദ്യ ദിവസം ശബരിമലയുടെ മേളിലെത്താൻ ഞങ്ങളെ സഹായിച്ച ആൾക്കാരിലൊരാൾ പത്മകുമാർ സാറാണ്. പത്മകുമാർ സാറിൻ്റെ 1 മാസത്തെ ശമ്പളം ഞങ്ങൾക്ക് തരാമെന്ന് പത്മകുമാർ സാർ പറഞ്ഞു. ഇതെല്ലാം തുറന്നു പറഞ്ഞിട്ടുള്ള, മേടിച്ചൊന്നുമില്ല കേട്ടോ, നമ്മൾ മേടിച്ചില്ല, പക്ഷേ ആ മനസ്സ് കാണിച്ചു. അപ്പോൾ അദ്ദേഹം ഇതിൽ പെട്ടെന്ന് എനിക്ക് ഭയങ്കര വേദന ഉണ്ടാക്കി. കാര്യം അദ്ദേഹത്തിൻ്റെ ഹരിവരാസനം എഴുതിയൊരു കുടുംബമാണ്. അദ്ദേഹം കുറ്റക്കാരനല്ലാന്ന് തോന്നുന്നു. അല്ല, എനിക്കറിയില്ല. ഈ ലഭ്യമായ വിവരങ്ങൾ വെച്ച് പുള്ളിയിൽ കുറ്റം ഉണ്ടെന്നാണ് തോന്നുന്നത്. അദ്ദേഹം മാത്രമായിരിക്കില്ല. പക്ഷേ ഇനി നാളെ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആഗ്രഹം, ഇപ്പോഴും ഒരു വിശ്വാസിയായ എൻ്റെ ആഗ്രഹമാണ്, അദ്ദേഹം നാളെ തെറ്റുകാരനല്ലെന്ന് തെളിഞ്ഞ് എനിക്ക് സന്തോഷമേ ഉണ്ടാവും. വേറൊന്നും കൊണ്ടല്ല, ഹരിവരാസനം എഴുതിയ കുടുംബത്തിലെ വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ അവിടെ കോൺട്രാക്ടറായിരുന്നു, അവിടെ ജനിച്ച് വളർന്ന കളിച്ച് വളർന്ന വ്യക്തിയാണ്. എനിക്ക് അദ്ദേഹം ചെയ്യുമെന്ന് ആലോചിക്കുമ്പോൾ എനിക്കൊരു വേദനയാണ്. കാര്യം ഇപ്പം അത്ര വിശ്വാസത്തോടെ നമ്മുടെ കൂടെ നിന്ന് ഈ വിധി വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണ് നിറഞ്ഞതാണ്. ഇതൊക്കെ നേരിട്ടറിയാവുന്ന കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ കല്യാണത്തിന് പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരാളത് ശരിക്കും ചെയ്തെങ്കിൽ തീർച്ചയായും ശിക്ഷിക്കപ്പെടണം. അതുകൊണ്ട് കോടതി വിധിക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പം ഇനി 2 ശബരിമലയിൽ നിന്ന് സ്വർണം പോയിട്ടുണ്ട്. ആർക്കും തർക്കം വേണ്ട, പോയിട്ടുണ്ട്. എത്ര പോയിട്ടുണ്ടെന്നുള്ള ചോദ്യം മാത്രമേ ഉള്ളൂ. അതായത് കൃത്യം ഒരു ഡീറ്റെയിലാണ്, എന്നിരുന്നാൽ പോലും നമ്മൾ ഡീറ്റെയിൽ അറിഞ്ഞിരിക്കാനാണ്. ശബരിമല ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം പതിച്ച ചെമ്പ് പാളികളിൽ 1.561 കിലോഗ്രാം സ്വർണ്ണം ഉണ്ടായിരുന്നു. വാതിൽപ്പടികൾ, കട്ടളിലൊക്കെ ഏകദേശം 2.5 കിലോഗ്രാം ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് 400-450 ഗ്രാമും പൂശിയത് മാത്രമാണ്. അപ്പം സ്വർണം പോയിട്ടുണ്ട്. ഇനി ഇത് പോയതാണോ
അടിച്ചു മാറ്റിയതാണോ, അടുത്തതാണ് പ്രധാനം, മുറിച്ചു മറിച്ചു വിറ്റതാണോ? ചുമ്മാ ഇറങ്ങി പോകത്തൊന്നുമില്ല. അതെയല്ല, ഉണ്ണികൃഷ്ണൻ അടക്കമുള്ള ആൾക്കാർ, ഞാൻ ഇയാളെ പോറ്റി എന്ന് പറയാറില്ല, കാര്യം സാധാരണ ബ്രാഹ്മണർ ഒരുപാട് പോറ്റിമാരുണ്ട്, നല്ല ആൾക്കാരുണ്ട്. അപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിയും ചില ആൾക്കാരും ദേവസ്വം ബോർഡും ഇനി അവരുടെ പിന്നിൽ ആരെങ്കിലും ഉണ്ടെങ്കിലും അവരും ഇതിൽ നിന്ന് സ്വർണം എടുത്തു മാറ്റിയെന്നാണ് 9ഓളം ഇടക്കാല വിധിന്യായങ്ങളിൽ കോടതിയിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പം ഇനിയും ഫൈനൽ വിധി വരട്ടെ, എന്നെ സംബന്ധിച്ച് ട്രയലൊക്കെ വരട്ടെ. പക്ഷേ മനസ്സിലാകുന്നത് ഇനിയും ചോദ്യം ഇതേ ബാക്കിയുള്ളൂ, ഒറിജിനൽ സ്വർണ്ണപ്പാളികൾ എവിടെ? ഒന്ന്, വിജയമല്യ അന്ന് 30 കിലോഗ്രാം സ്വർണ്ണമാണ് പതിച്ചത്. ഇപ്പം സ്വർണം പൂശലാണ് ഇവർ ചെയ്തിരിക്കുന്നത്, മറ്റേത് പതിക്കലാണ്. അപ്പോൾ ആ സ്വർണ്ണപ്പാളികൾ എവിടെ? ഒന്ന്. രണ്ട്, അത് ഡിവൈൻ വാല്യൂ, സീക്രട്ട് വാല്യൂ, ആൻറ്റിക് വാല്യൂ, ഹെറിറ്റേജ് വാല്യൂ എന്നൊക്കെ പറയുന്ന കാര്യങ്ങളുണ്ട്. അതിൽ മുറിച്ച് വിൽക്കുകയോ മറിച്ച് വിൽക്കുകയോ ചെയ്തിട്ടുണ്ടോ? അതാണ് ഒരു സുഭാഷ് കപൂർ ഇടയ്ക്കിടയ്ക്ക് ടി വിയിൽ കേൾക്കാൻ പറ്റുന്ന പേര്. സുഭാഷ് കപൂർ 1100 കോടി മുതൽ 1500 കോടി വരെ വ്യാപിച്ച് കിടക്കുന്ന ഒരു സീക്രട്ട് റിലിക്സ് മാർക്കറ്റ് അല്ലെങ്കിൽ ആൻറ്റിക് സ്മഗ്ലിംഗ് മാർക്കറ്റിൻ്റെ ആളാണ്. ഇപ്പം പുള്ളി ജയിലിൽ കിടക്കുകയാണ്. അതേപോലെ ആളാണോ ഇപ്പം ചെയ്തത്? ഒരു ഡി മണിയുടെ പേരൊക്കെ വരുന്നുണ്ട്, ശരിയോ തെറ്റോ എന്ന് ദൈവത്തിനറിയാം. പോലീസുകാർ വെറുതെ കേസ് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി ചെയ്തതാണോ എന്നറിയില്ല, പക്ഷേ വരട്ടെ. അപ്പോൾ സ്വർണം പോയിട്ടുണ്ട്, കൊള്ള നടന്നിട്ടുണ്ട്. രണ്ട്, എനിക്ക് സഖാക്കളോട് ബഹുമാനപുരസ്സരമുള്ള വിയോജിപ്പാണ് പല കാര്യങ്ങളിലും. സഖാക്കളുണ്ടേ അയ്യപ്പ എന്ന പാട്ടിനെ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, സഖാക്കളാണേ അയ്യപ്പ എന്ന് പറയുന്നതായിരുന്നു കുറച്ചുകൂടെ നല്ലത്. അത് വേറൊന്നും കൊണ്ടല്ല, ഒരുപാട് നല്ല സഖാക്കന്മാരുണ്ട്. ശബരിമലയുടെ ചരിത്രത്തിലെ ഏറ്റവും നല്ല ദേവസ്വം മന്ത്രി ഒരു സഖാവായിരുന്നു, സഖാവ് ജി സുധാകരൻ. ഏറ്റവും നല്ല ദേവസ്വം പ്രസിഡന്റ് ഒരു കോൺഗ്രസ്സുകാരനായ പ്രയാർ ഗോപാലകൃഷ്ണൻ സാർ. അപ്പോൾ സുധാകരൻ സാറാണ് അവിടെ ക്ലീനപ്പ് ചെയ്ത്. എല്ലാവരും മോശമൊന്നും ആർക്കും അഭിപ്രായമല്ല. ചെഗുവേരയുടെ മകൾ അലൈഡ ഗുവേര കേരളത്തിൽ വന്നപ്പോൾ ഞാൻ കാണാൻ പോയിരുന്നു. എൻ്റെ ബൈക്കിൻ്റെ പേര് ലാ പെഡറോസ എന്നായിരുന്നു, ചെഗുവേരയുടെ ബൈക്കിൻ്റെ പേര് ലാ പെഡറോസ എന്ന് ആയിരുന്നു. അപ്പോൾ ഞാൻ CPM-നോട് എതിർകക്ഷി നിൽക്കുന്നതാണ്, കോൺഗ്രസ് ഭരണത്തിൽ തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. പക്ഷേ എന്താ പറയുക, നമ്മൾ ഫെയർ ആകണം, നമ്മുടെ ശത്രുക്കളോട് പോലും ഫെയർ ആകണം. യേശു ക്രിസ്തുവൊക്കെ പറയുന്നുണ്ട്, നിങ്ങളോട് ദ്രോഹം ചെയ്തവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ വി ഷുഡ് ഹാവ് ജസ്റ്റിസ് ആൻഡ് ഫെയർനെസ്. അതുകൊണ്ടാണ് ഞാൻ ഉറപ്പിച്ച് പറയുകയാണ്, എന്നെ ഈ കള്ളക്കേസിൽ കുടിക്കിയവർ നാളെ ഒരു കള്ളക്കേസിൽ പെട്ട 100% അവർക്ക് വേണ്ടി വാദിക്കാൻ ഞാൻ ഉണ്ടാവും. കാര്യം ഒരു കള്ളക്കേസിനെ മറ്റൊരു കള്ളക്കേസ് കൊണ്ട് എതിർത്തു തുടങ്ങിയാൽ, എന്നെ അറസ്റ്റ് ചെയ്യാമെന്നൊരു പോലീസുകാരനോട് ചോദിച്ചു, സാറേ എന്നും ഇതേപോലെ അധികാരം ഇരിക്കില്ലല്ലോ, കുറച്ചു കാലം കഴിഞ്ഞ് വേറൊരാൾക്ക് അധികാരം വരും, എന്നും ഒരു പാർട്ടി തന്നെ ഭരിക്കാനൊന്നും പോകണില്ലല്ലോ, അപ്പോൾ സാറടക്കമുള്ള ആരെങ്കിലും കൊടുക്കുക വളരെ ഈസി അല്ലേ? പുള്ളി കുറച്ചു നേരം ഗഹനമായി ചിന്തിച്ചു. ഈ നമുക്ക് തർക്കിച്ച് തീർക്കാം, അടികൂടി തീർക്കാം, ടി വി ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ ഒക്കെ എൻ്റെയും കൺട്രോൾ കൂടി ഞാൻ ടി വിയിൽ നിന്ന് ഷൗട്ട് ചെയ്യാറും ചീത്ത വിളിക്കാറുമുണ്ട്. പക്ഷേ കള്ളക്കേസ് കൊടുത്ത് തീർക്കുന്ന ഒരു പരിപാടി നമ്മൾ ചെയ്യരുത്. ഭയങ്കരമാണത്. എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇനിയിപ്പം നമ്മൾ സംസാരിച്ച് ഇനിയും പോയി കഴിഞ്ഞാൽ നമ്മൾ ഇനിയിപ്പം എനിക്ക് ശ്രീ സുജിത് ഭക്തനെ കുറിച്ച് ഒരു കാര്യം പറയാനുണ്ട്. അദ്ദേഹത്തിനെ കുറിച്ചൊരു കാര്യം. ഞാൻ ഈ ഇടയ്ക്ക് ജോലിയൊക്കെ ആയിരുന്നതുകൊണ്ട് യൂട്യൂബ്, ഫേസ്ബുക്ക് അടക്കമുള്ള കാര്യങ്ങളിൽ അങ്ങനെ ആക്റ്റീവ് ആകാൻ പറ്റിയിരുന്നില്ല. ഞാൻ കഴിഞ്ഞ 1 വർഷമായിട്ടേ നമ്മുടെ ശുഭം ശർമ്മ നമുക്കൊരു പയ്യനുണ്ട്, ഒറീസക്കാരനാണ്, നോർത്ത് ഇന്ത്യയിലാണ്, അവനെ എഡിറ്റ് ചെയ്തത്. ഞാൻ ആദ്യം കൊടുത്ത മോഡൽസിലൊന്ന് ഈ നമ്മുടെ സുജിത് ഭക്തൻ്റെ ഒരാളുണ്ട്, പുള്ളിയെക്കുറിച്ച് ഇത് പഠിച്ചോളൂ, നമുക്ക് അതിൽ നിന്ന് എന്ത് പഠിക്കാൻ, നല്ല മോഡലാണ്. ഞാനിപ്പോൾ യൂട്യൂബും ഫേസ്ബുക്കും കുറച്ച് ആക്റ്റീവായി തുടങ്ങി. ഞാൻ 2-3 വർഷങ്ങളായിട്ടേ യൂസ് ചെയ്യാതിട്ടിരിക്കുകയായിരുന്നു. കാര്യം സോഷ്യൽ മീഡിയയിലടക്കം പോസിറ്റീവ്ലി എൻഗേജ് ചെയ്യണം, ജനങ്ങളിലേക്ക് എത്തിക്കണം. നമ്മൾ ശരിയെന്ന് വിശ്വസിക്കുന്ന കോസ്, അത് വേറൊരാൾക്ക് വേറൊന്നായിരിക്കാം, എനിക്ക് വേറൊന്നായിരിക്കാം, വേറൊരാൾക്ക് വേറൊന്നായിരിക്കാം. ഇത് ജനങ്ങളിലേക്ക് എത്തുകയും ഇന്ന് നമ്മുടെ സമൂഹത്തിൻ്റെ രക്തധമനികൾ അല്ലെങ്കിൽ നമ്മുടെ ബ്ലഡ് വെസൽസ് ആൻഡ് വെയിൻസ് സോഷ്യൽ മീഡിയയിൽ കൂടെ ആണ്, മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയാണ്. അതിലൂടെ പരമാവധി പോസിറ്റിവിറ്റി, നന്മ, ശരി, സത്യം ഇത് പ്രചരിപ്പിക്കുക. എൻ്റെ ജീവിതത്തിൻ്റെ ഒരു പോളിസിയും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞാൻ ജീവിതത്തിൽ വായിച്ച ഏറ്റവും അർത്ഥപൂർണ്ണമായ വരികളിലൊന്ന് പരിശുദ്ധ ഖുറാൻ 41:34. ഇത് തന്നെ റോമൻസിലും ബൈബിളിലും ഗാന്ധിജിയുടെ ലൈഫിലും ഒക്കെ പറയുന്നുണ്ട്. ആ വരി ഇങ്ങനെയാണ്: തിന്മയെ നിങ്ങൾക്ക് തിന്മ കൊണ്ട് എതിർക്കാൻ പറ്റില്ല, തിന്മയെ നന്മ കൊണ്ടേ എതിർക്കാൻ പറ്റൂ. തെറ്റിനെ തെറ്റുകൊണ്ട് എതിർക്കാൻ പറ്റില്ല, ശരി കൊണ്ടേ എതിർക്കാൻ പറ്റൂ. ഇരുട്ടിനെ കൂടുതൽ ഇരുട്ടുകൊണ്ട് ഇല്ലാതാക്കാൻ പറ്റില്ല, വെളിച്ചം കൊണ്ടേ ഇല്ലാതാക്കാൻ പറ്റൂ. അപ്പോൾ നെഗറ്റിവിറ്റിയെ പോസിറ്റിവിറ്റി കൊണ്ട് നേരിടണം. ഖുറാൻ 41:34. ഇതാണ് ഗാന്ധിജിയുടെ ജീവിതം, ഇതാണ് പരിശുദ്ധ റോമൻസ് അല്ലെങ്കിൽ ബൈബിളിൽ പറയുന്നത്. നമ്മുടെ എല്ലാ പ്രവാചകന്മാരെയും എടുത്തു നോക്കിയാൽ അവർ പറയുന്നൊരു കോമൺ ത്രെഡ് എന്ന് പറഞ്ഞാൽ ലൈഫിൽ നെഗറ്റീവ്സ് എല്ലാവർക്കും ഉണ്ടാവും, പക്ഷേ ആ നെഗറ്റീവിൽ നമ്മൾ തകർന്നു പോകരുത്, നെഗറ്റീവിനെ നെഗറ്റീവ് കൊണ്ട് നേരിടരുത്. ഇരുട്ടിനെ ഇരുട്ടുകൊണ്ട് ഇല്ലാതാക്കാൻ പറ്റില്ല, വെളിച്ചം കൊണ്ടേ ഇല്ലാതാക്കാൻ പറ്റൂ എന്ന റിയലൈസേഷൻ എനിക്ക് എൻ്റെ ജീവിത അനുഭവങ്ങളിലൂടെ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് സോഷ്യൽ മീഡിയ ഒക്കെ കൂടുതൽ ചെയ്യുന്നത്, സോ ദാറ്റ് ഐ ക്യാൻ സ്പ്രെഡ് ദിസ് മെസ്സേജ്. അതിന് മോഡലാക്കി എടുത്ത ആൾക്കാരിലൊന്ന് ശ്രീ സുജിത് ഭക്തൻ കൂടെയായിരുന്നു. അതുകൊണ്ട് താങ്ക് യു ഫോർ ദിസ് ഇൻവിറ്റേഷൻ. ഇറ്റ്സ് എ ഗ്രേറ്റ് പ്രിവിലേജ്. ഇപ്പം നിങ്ങളും ഇപ്പം നിങ്ങളെപ്പോലെ വളരെ നന്നായിട്ട് സംസാരിക്കാൻ അറിയാവുന്ന പല ആൾക്കാരുമാണ് യൂട്യൂബിലും ഉള്ളത്.
സംസാരിക്കാൻ അറിയാമെന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു ഫാക്ടറാണ്. സംസാരിക്കാൻ വെറുതെ അറിഞ്ഞാൽ പോരാ, കാര്യമായിട്ട് സംസാരിക്കുകയും വേണം. അല്ല ചുമ്മാ വിടുവായത്തരം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നിങ്ങളെപ്പോലുള്ള പല ആൾക്കാരും ചാനൽ ചർച്ചകളിലും മറ്റുമൊക്കെ വന്നിരുന്ന് പല കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട്, പല കോൺട്രിബ്യൂഷൻസും ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള പല ആൾക്കാരും ഇപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങി. നിങ്ങൾക്ക് അറിയാം, ശ്രീജിത്ത് പണിക്കർ അടക്കം യൂട്യൂബ് ചാനൽ തുടങ്ങി. അദ്ദേഹം ചാനൽ ചർച്ചകളിലും വരും, യൂട്യൂബ് ചാനലിലും നിൽക്കും. കാരണം എന്നാലേ ആൾക്കാർ മറന്നു വരുമല്ലോ, ചാനലിൽ നിന്നുള്ള ആൾക്കാർ മറന്നു വരുമല്ലോ. അതേപോലെ വേറെ പല ആളുകളും യൂട്യൂബ് ചാനലോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ യൂട്യൂബിൽ അവരുടെ പ്രസൻസ് ഉണ്ട്. നിങ്ങൾക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, നിങ്ങളുടെ യൂട്യൂബ് ചാനലിന് കുറേ പോരായ്മകളുണ്ട്. വീഡിയോ ക്വാളിറ്റിക്ക് ഇമ്പ്രൂവ് ചെയ്യണം, നിങ്ങൾ അതിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യണം. ഉള്ള ക്യാമറയും ലാപ്ടോപ്പും ഒക്കെ പോലീസ് പോലീസ് പോയി. ഇനി പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇനി ഒരു തമാശയും കൂടെ ഉണ്ട്. ഞാൻ ചെയ്തിരിക്കുന്ന പയ്യനവൻ ഹിന്ദിക്കാരനാണ്, മലയാളം അറിയാത്ത അവനാണ് ഇതെല്ലാവരും എഡിറ്റ് മറ്റും ചെയ്യുന്നത്. ഈ രണ്ട് എനിക്ക് അത് റോങ് ആണ്. ഓഫീസിൽ 10 to 10 hours എങ്കിലും വർക്ക് ചെയ്യേണ്ടതുകൊണ്ട് പിള്ളേർ രണ്ട് സമയം കിട്ടുന്നില്ല. ഇത് നിങ്ങൾ അതിന് വേണ്ടി ഒരു സിസ്റ്റം ആക്കി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഞാൻ അതുകൊണ്ടാണ് ഈ ലാപ്ടോപ്പ് പൊക്കി വെച്ച് ചെയ്യേണ്ടി വരുന്നത്. ഇല്ലെങ്കിൽ മറ്റേ സ്ക്രീനിലൊക്കെ വെച്ച് ചെയ്യണമെന്ന് ഞാൻ കുറെ കാലമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ സമയം കിട്ടുന്നില്ല. ചെയ്തു കഴിഞ്ഞാൽ അത് വളരെ പ്രൊഫഷണലി കൊണ്ടുപോകണം. യു ഡോണ്ട് നീഡ് എ വിസിബിലിറ്റി, ബട്ട് യു ഹാവ് എ പ്ലാറ്റ്ഫോം ടു ഓപ്പൺ അപ്പ് യുവർ എക്സ്പ്രഷൻ. കുറച്ചുകൂടെ അപ്ഗ്രേഡ്. നിങ്ങൾ ടി വി ചാനലിൽ ഒരു ചർച്ചയിൽ പോയിരുന്നു കഴിഞ്ഞാൽ അവർ നിങ്ങളെ ഒബ്ജക്ട് ചെയ്തുകൊണ്ടിരിക്കുക. അവർക്ക് വേണ്ട കാര്യങ്ങൾ അവർ നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കുകയുള്ളൂ. നിങ്ങൾക്ക് വേണ്ട എല്ലാം അവർ കേട്ടോണ്ടിരിക്കില്ല. പക്ഷേ ഇൻ ദിസ് പോഡ്കാസ്റ്റ് ഞാൻ നിങ്ങൾ പറയുന്ന എല്ലാ കാര്യങ്ങളും കേട്ടു. ഞാൻ നിങ്ങളെ എതിർക്കാനല്ല ഇവിടെ പോഡ്കാസ്റ്റിൽ വിളിച്ചു വരുത്തിയത്. എൻ്റെ പോഡ്കാസ്റ്റിലെ എൻ്റെ രീതികളും അങ്ങനെയാണ്. കാരണം ഞാൻ ഒരാളെ വിളിച്ചിരുത്തി കീറി മുറിക്കാൻ വേണ്ടി വിളിക്കുന്നതല്ല, അല്ലെങ്കിൽ എനിക്ക് ആ ഉദ്ദേശവും ഇല്ല. ആർക്ക് എന്ത് പറയാനുണ്ടോ അത് ഇവിടെ വന്ന് പറയാം, സംസാരിക്കാം, ഡിസ്കസ് ചെയ്യാം. അതാണ് എൻ്റെ ഉദ്ദേശം. ഞാൻ ഇവിടെ വന്നപ്പോൾ ആദ്യം ഇത് കഴിഞ്ഞ് ചോദിക്കാൻ ഉദ്ദേശമാണ് ഇതിലൊക്കെ എത്രയാണ്. അത്യാവശ്യം കാശുണ്ട്. 4 പേര് വരെ ഇരുന്ന് പോഡ്കാസ്റ്റ് ചെയ്യാനുള്ള സെറ്റപ്പ് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. ഇപ്പൊ ഈ മൈക്കിന് തന്നെ 11,000 rupees വിലയുണ്ട് ഒരു മൈക്കിന്. പിന്നെ ഈ സ്റ്റാൻഡിന് ഇതിന് വിലയുണ്ട്. സ്റ്റാൻഡും കേബിളും കൂടെ അത്രയും വിലയുണ്ട്. പിന്നെ മൊത്തത്തിൽ എനിക്ക് തോന്നുന്നു 2-2.5 ലക്ഷം രൂപയുടെ സാധനം ഇവിടെ ഉണ്ട്. ഇത്ര ഒന്നും വാങ്ങിച്ചില്ലെങ്കിലും നല്ലൊരു ഫോണും ഒരു മൈക്കും ഉണ്ടെങ്കിൽ നല്ലൊരു ലൈറ്റും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ഡു ഇറ്റ്. തീർച്ചയായിട്ടും പ്ലാൻ ഉണ്ട്. അപ്പൊ എന്തായാലും ഞാൻ അഡ്വൈസ് എടുക്കുന്നതായിരിക്കും. എന്തായാലും ഇത്രയും നാളും നമ്മളിത് ആദ്യമായിട്ടല്ലേ നേരിട്ട് കാണുന്നത്. കുറെ വർഷമായിട്ട് ഫോണിലൂടെ സംസാരിക്കാറുണ്ട്. ഞാനൊന്ന് പോഡ്കാസ്റ്റിന് വിളിച്ചപ്പോൾ അതിന്റെ അടുത്ത ആഴ്ചയാണ് പുള്ളി അകത്ത് പോയത്. എനിക്ക് വിളിച്ചാൽ പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, ഞാൻ പറയാൻ പറ്റുമോ. ഞാൻ ക്യാമറ ഓൺ ചെയ്യുന്നതിനും പറഞ്ഞു, ഞാൻ ഫിൻലാൻഡിൽ ഇടയ്ക്ക് പോയപ്പോൾ താങ്കൾ എനിക്ക് തോന്നുന്നു ആഫ്രിക്ക ഏതോ ഒരു മറ്റേ നടന്ന് വോക്ക് ആ പരിപാടി കണ്ടു. ഞാനപ്പോൾ അത് കണ്ടപ്പോഴാണ് എനിക്കൊരു ഐഡിയ തോന്നി. അങ്ങനെയാണെങ്കിൽ ഈ പലപ്പോഴും ഇരുന്ന് ചെയ്യുന്നതിന്റെ ഒരു വിരസതയും മാറ്റാം. അങ്ങനെ ഞാൻ ഫിൻലാൻഡിൽ നിന്ന് 2-3 കാര്യങ്ങൾ നടന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം വോക്ക് ടോക്സ് അല്ലേ, വോക്ക് ടോക്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പാറ്റേൺ ആണ്. അപ്പം അങ്ങനത്തെ കുറെ കാര്യങ്ങളും ഈ കാര്യത്തിൽ ഞാൻ ശൈശവ ദിശയിലാണ്. അപ്പം അതൊന്ന് വെച്ച് പഠിക്കാം. അതോടൊപ്പം ഈ കോഴ്സുകളും ജനങ്ങളിലേക്ക് കൂടുതൽ എത്തിക്കാൻ അത് ഗുണം ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓഫ് കോഴ്സ്. എന്തായാലും ആദ്യമായിട്ട് ആണ് ഞങ്ങൾ നേരിട്ട് കാണുന്നത്. കുറേ വർഷമായിട്ട് ഞങ്ങളിങ്ങനെ ഫോണിലൂടെയുള്ള സംഭാഷണങ്ങളും മറ്റുമൊക്കെ ഉണ്ട്. ഞാൻ പോഡ്കാസ്റ്റിന് വിളിച്ച മെസ്സേജ് അയച്ചു കഴിഞ്ഞ് നിങ്ങൾ അകത്തായപ്പോൾ ഞാൻ പറയും, ശ്വേതനുണ്ട് എടീ ശ്വേത പോലീസുകാർ ഫോണൊക്കെ നോക്കുമ്പോഴത്തേക്കിട്ട് എൻ്റെ മെസ്സേജൊക്കെ കാണും ഞാനിങ്ങനെ പറയുമായിരുന്നു. എന്തായാലും നിങ്ങളുടെ മെൻസ് കമ്മീഷൻ എന്ന് പറയുന്ന ആ ഒരു ആശയമായിട്ടുള്ള ആ ഒരു ഉദ്യമത്തിന് എല്ലാവിധ ആശംസകളും. കാരണം അത് എല്ലാ പുരുഷന്മാർക്കും വേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പം താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ടു ചാറ്റ്. താങ്ക് യു.